Very good morning, everyone, and welcome to Tripli's webinar. എൻ്റെ പേര് ശ്രുതി. ഞാൻ അക്കാഡമിക്സ് ഇൻചാർജ് ആണ് ട്രിപ്ലൈയിൽ. ഞാൻ പറയുന്നത് ഓഡിയബിൾ ആണോ എന്ന് ആദ്യം ഒന്ന് ചെക്ക് ചെയ്യണം. പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് റിപ്ലൈ ചെയ്യാം. ഫൈൻ. യെസ്, താങ്ക് യു സോ മച്ച്. അപ്പൊ എല്ലാവരും സേഫ് ആയിട്ട് അവരവരുടെ വീട്ടിലുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഈ കൊറോണയുടെ ഈ ഒരു പാൻഡമിക് സിറ്റുവേഷൻ വളരെ വേഴ്സ് ആവുകയാണ് ഡേ ബൈ ഡേ. അപ്പം എവ്രി വൺ ഡു ബി അറ്റ് ഹോം ആൻഡ് പ്ലീസ് ബി സേഫ്. ഓക്കെ, അപ്പം ഇന്നത്തെ ഒരു വെബിനാറിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, നിങ്ങൾ ഇതിന്റെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇതിൽ പങ്കെടുക്കുന്ന കുട്ടികൾ മോസ്റ്റ്ലി +2 ചെയ്യുന്നവരും +2 കഴിഞ്ഞവരും ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും മൈൻഡിൽ, അല്ലെ? ഇപ്പം കോമേഴ്സ് എടുത്തവരുണ്ടാവും, സയൻസ് എടുത്തവരുണ്ടാവും, ഹ്യൂമാനിറ്റീസ് എടുത്തവരുണ്ടാവും. അപ്പൊ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്താണ് ഓക്കെ, ഇനി എന്താണ് വാട്ട് നെക്സ്റ്റ്, എന്ത് കോഴ്സ് എടുത്താലാണ് നല്ലത്, ഏതൊരു കോഴ്സ് എടുത്താലാണ് നിങ്ങളുടെ ഫ്യൂച്ചർ കുറച്ചും കൂടെ സേഫ് ആവുന്നത് എന്നുള്ള ഒരു തോട്ട് നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാവും, ശരിയല്ലേ? അപ്പൊ ഇന്നത്തെ സെഷൻ പ്യോർലി അതിന് വേണ്ടിയിട്ടാണ്. അതായത് നിങ്ങൾക്ക് ഉള്ള സാധ്യതകൾ, നിങ്ങളുടെ +2 കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ കോഴ്സുകളാണ് ഇപ്പം നിലവിലുള്ളത്. നമ്മൾ ജനറലി കേൾക്കാറുണ്ട് എഞ്ചിനീയറിംഗ്, മെഡിസിൻ, MBA, BBA, BBM, അങ്ങനെ ഒരുപാട് നോർമൽ കോഴ്സുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലെ? ജനറലി നമ്മൾ കേൾക്കാറുള്ള കോഴ്സസ് അതൊക്കെയാണ്. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് എന്തൊക്കെ കോഴ്സുകളാണ് ഇപ്പം ഉള്ളത്, അതെല്ലാം എടുത്തു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ഗുണം, നമുക്ക് എത്രത്തോളം ഫ്യൂച്ചറിൽ മുന്നോട്ട് പോകാൻ പറ്റും, നമ്മൾ എത്രത്തോളം സേഫ് ആണ് എന്നുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ ഒരു വെബിനാർ കൊണ്ട് നമ്മൾ ട്രിപ്ലൈ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ട്രിപ്ലൈനെ പറ്റിയിട്ട് 1-2 കാര്യങ്ങൾ ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ട്രിപ്ലൈ കോമേഴ്സ് അക്കാഡമി ഈ ഒരു പ്രൊഫഷണൽ കോഴ്സസ്, അതായത് കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ കോഴ്സസ് കൊടുത്തു വരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. കഴിഞ്ഞ 9 വർഷമായിട്ട് നമ്മൾ ഈ ഒരു കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എറണാകുളത്തുമാണ്, കോട്ടിലാണ് നമ്മളെ ഇൻസ്റ്റിറ്റ്യൂഷൻ വരുന്നത്. എറണാകുളത്ത് പാലാരിവട്ടത്താണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉള്ളത്. സോ ദിസ് ഇസ് അബൌട്ട് ട്രിപ്ലൈ കോമേഴ്സ് അക്കാഡമി. ഇനി നമ്മളുടെ സെഷൻ, ഇന്നത്തെ സെഷൻ എടുക്കുന്ന നമ്മളുടെ ഫാക്കൽറ്റി പാനലിനെ ഞാൻ ആദ്യം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഓക്കെ, ഫസ്റ്റ് ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് ആൻഡ് വെൽക്കം CA ഷാനിൽ ഉസ്മാൻ സർ. Well, he is a faculty for law, foundation, inter, അതേമാതിരി ഫൈനൽ CA ഏറ്റവും എമിനന്റ് ആയിട്ടുള്ള ലോ ഫാക്കൽറ്റി ആണ് CA ഷാനിൽ ഉസ്മാൻ സർ. സോ ഷാനിൽ സർ, വെൽക്കം ടു ദ സെഷൻ ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് us. ഓഡിബിൾ ആണോ സർ? കേൾക്കണേ? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല? കുറച്ചൊന്ന് എനിക്ക് തോന്നുന്നു കുറച്ച് വോയിസ് ബ്രേക്ക് വരുന്നുണ്ട്. യാ, മേ ബി നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കാം സർ. ഇപ്പൊ കേൾക്കാം. യെസ്. സോ വൺസ് അഗൈൻ വെൽക്കം സർ, വെൽക്കം ടു ദ സെഷൻ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് us. ഓക്കെ, നെക്സ്റ്റ് എനിക്ക് പറയാനുള്ളത് നമ്മളുടെ ട്രിപ്ലൈന്റെ അക്കാഡമിക്സ് ഡയറക്ടർ ആണ്. He's none other than Mr. Venugopal sir. And സാറിന്റെ ക്വാളിഫിക്കേഷൻസ് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ബിക്കോസ് ആ ഒരു സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it starts from MBA and it ends up in CS. He has done his MBA, he is an LLB graduate, he has done his CS, he has done his CMA India. So it's a whole lot of qualifications that he has. Venu sir nammude faculty kudiyana. He's taken up classes for inter and finals as well. Venu sir, welcome to the session. Thank you so much. Thank you for sparing some time. Yeah, thank you. Right. And next, let me welcome Mr. Arun Nair sir. Well, he's a CS. He's a company secretary and he works with the government as a GST officer. Nammalde naatile government la oru GST officer aanu Arun sir, and he's a company secretary as well. Arun sir, welcome to the session. I hope I'm audible. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. And next, I think Arun sir, yeah. Am I audible? Yes sir, you are. Yes. Okay, thank you.
Right. And last but not the least, let me welcome our very own faculty of III Commerce Academy. He is an ACC affiliate and he is a core faculty member of III. He is Mr. Prince Francis. Prince, sir, welcome to the session. Thank you for joining. Thank you, ma'am. Yes. Right. അപ്പം ഇതാണ് ഇപ്പൊ നമ്മളുടെ ഇന്നത്തെ ഒരു പാനൽ. നിങ്ങൾക്ക് ഈ എല്ലാ കോമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളും നിങ്ങൾ ആ പോസ്റ്ററിൽ കണ്ടു കാണും. 5 കോഴ്സുകളാണ് പ്രൊഫഷണലി റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ ഉള്ളത്. അപ്പൊ ഈ കോഴ്സുകളെ പറ്റി ഒരു ബേസിക് ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് എല്ലാവരും ഇന്നിവിടെ ഈ ഒരു സെഷന് വേണ്ടിയിട്ട് ഒത്തുകൂടിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യണ്ട. ലെറ്റ്സ് നോട്ട് വേസ്റ്റ് ടൈം എനിമോർ. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ സെഷൻ. അപ്പൊ ആദ്യമായിട്ട് ഞാനൊന്ന് ഷാനിൽ സാറിനെ ഇൻവൈറ്റ് ചെയ്യാണ് CA പറ്റിയിട്ടുള്ള ഒരു ബ്രീഫിംഗ് നിങ്ങൾക്ക് തരാനായിട്ട്. ഷാനിൽ sir, please. Good morning. Clear ആണ് audio, video? Yes sir, clear ആണ്. ഞാൻ CA ഷാനിൽ ഉസ്മാൻ, മലപ്പുറം സ്ഥലം. ഞാനിപ്പോൾ ഒരു പ്രാക്ടീസിംഗ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. അതിന്റെ കൂടെ തന്നെ ക്ലാസ് എടുക്കുന്നുണ്ട്. ലോ എന്നുള്ള സബ്ജക്റ്റ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. CA ഫൗണ്ടേഷൻ, ഇന്റർമീഡിയറ്റ്, ഫൈനൽ. അപ്പോൾ നിങ്ങൾക്ക് CA പറ്റുന്ന ഒരു ബേസിക് ഐഡിയ തരാ എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ ഞാൻ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആസ്പെക്ട്സ്, ടോപ്പിക്സ്, ഒന്ന് CA സ്റ്റേജസ് എന്തൊക്കെയാന്നുള്ളത്. സെക്കൻഡ് വൺ, ഏതൊക്കെയാണ് നമുക്ക് കവർ ചെയ്യാനുള്ള മെയിൻ സബ്ജക്ട്സ്. ഹാൻഡ് റൈറ്റിംഗുകളൊന്ന് ബെയർ ചെയ്യാട്ടോ. സബ്ജക്ട്സ് എന്തൊക്കെയാണ് നമുക്ക് CA പഠിക്കാനുള്ള മെയിൻ സബ്ജക്ട്സ് എന്തൊക്കെയാണ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ചെയ്യുക, വാട്ട് ഡസ് എ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഡു, നമ്മുടെ വർക്ക് എന്താന്നുള്ളത്. ആൻഡ് ലാസ്റ്റ്, എങ്ങനത്തെ ടൈപ്പ് സ്റ്റുഡൻസിനുള്ളതാണ് CA കോഴ്സ് എന്നുള്ളത്. വൈ ചാർട്ടേഡ് അക്കൗണ്ടൻസി, അല്ലെങ്കിൽ എങ്ങനത്തെ ടൈപ്പ് സ്റ്റുഡൻസിനുള്ളതാണ് CA കോഴ്സ് എന്നുള്ളത്. അപ്പൊ ഇതിൽ സ്റ്റേജസ് പറയുകയാണെങ്കിൽ നമുക്ക് 3 സ്റ്റേജ് ആണ് CA. ഒന്ന് നമുക്ക് ഫൗണ്ടേഷൻ ഉണ്ട്, ഇന്റർമീഡിയറ്റ് ഉണ്ട്, ഫൈനൽ. 3 സ്റ്റേജസ് ആണ്. ഇതില് ഇന്റർമീഡിയറ്റിന്റെയും ഫൈനലിന്റെ ഇടയിൽ നമുക്കൊരു 3 വർഷത്തെ ആർട്ടിക്കിൾഷിപ്പ് വരുന്നുണ്ട്. ആർട്ടിക്കിൾഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് അണ്ടറിൽ നമുക്ക് ട്രെയിനിങ് ചെയ്യാനുണ്ട് 3 വർഷം. ഇതിൽ തന്നെ CA നമുക്ക് 2 റൂട്ടാണുള്ളത്. ഒന്നെങ്കിൽ നമ്മൾ +2 കഴിഞ്ഞിട്ട് നമുക്ക് CA ജോയിൻ ചെയ്യാൻ പറ്റും. +2 സയൻസ് ആവട്ടെ, കൊമേഴ്സ് ആവട്ടെ, ഡസന്റ് മേക്ക് എനി ഡിഫറൻസ്. നമുക്ക് ഏത് സ്ട്രീം ആണെങ്കിലും നമുക്ക് CA ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ വരാൻ പോകുന്നത് ഈ 3 സ്റ്റേജസ് ആണ് നമ്മൾ കവർ ചെയ്യുക. നമ്മൾ ഫൗണ്ടേഷനും വരും, ഇന്റർമീഡിയറ്റും വരും, ഫൈനലും ഈ 3 സ്റ്റേജസിലാണ് വരിക. അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഓപ്ഷൻ ഉള്ളത്, നമ്മൾ +2 ഒക്കെ കഴിഞ്ഞ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ട്, ഡിഗ്രിയും ഏത് ഡിഗ്രി ആവാം, കൊമേഴ്സ് റിലേറ്റഡ് ഡിഗ്രി തന്നെ ആവണമെന്നില്ല, സയൻസ് റിലേറ്റഡ് വാട്ട് എവർ ഡിഗ്രി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഇന്റർമീഡിയറ്റ് റൂട്ടിലേക്ക് വരാൻ പറ്റും. അപ്പൊ ഈ രണ്ടാമത്തെ ഓപ്ഷന് നമ്മൾ പറയുന്ന പേരാണ് ഡയറക്റ്റ് എൻട്രി റൂട്ട്. എന്റെ സ്ക്രീനിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ട് കേട്ടോ, അതാണ് ഒന്നിങ്ങനെ ഫ്ലിക്കർ ചെയ്യുന്നുണ്ട്, എഴുതും കറക്റ്റ് ആയിട്ട് വരുന്നില്ല. ഡയറക്റ്റ് എൻട്രി റൂട്ട്. ഇതില് ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ +2 കഴിഞ്ഞിട്ട് CA വരികയാണെങ്കിൽ നമ്മൾ ഫൗണ്ടേഷൻ എന്നുള്ള സ്റ്റേജിലേക്ക് വരും. ഫൗണ്ടേഷനിൽ നമുക്ക് 4 സബ്ജക്ട്സ് ആണ്. ഇന്റർമീഡിയറ്റിൽ നമുക്ക് 2 ഗ്രൂപ്പ് ഉണ്ട്. ഓരോ ഗ്രൂപ്പിലും 4 സബ്ജക്ട് വീതം. ഇതിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് നിങ്ങൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്ട്ലി ആർട്ടിക്കിൾഷിപ്പിന് പോകാൻ പറ്റും. അത് നമുക്ക് 3 വർഷത്തെ ആർട്ടിക്കിൾഷിപ്പാണ് ചെയ്യാനുള്ളത് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഉണ്ടല്ലോ. അവിടെ നമുക്ക് പ്രാക്ടിക്കൽ ട്രെയിനിങ് കിട്ടും. നമ്മൾ പഠിക്കുന്ന സബ്ജക്ട്സ് ഒക്കെ നമുക്ക് പ്രാക്ടിക്കലി ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടുകയാണ് അവിടെ. അത് കഴിഞ്ഞാൽ നമ്മൾ ആർട്ടിക്കിൾഷിപ്പിന്റെ കൂടെ തന്നെ നമുക്ക് ഫൈനലിൽ പ്രിപ്പയർ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ ഫൈനൽ എക്സാം എഴുതാൻ എലിജിബിൾ ആവും. ഫൈനലിൽ നമുക്ക് 2 ഗ്രൂപ്പാണ്. ഈച്ച് ഗ്രൂപ്പ് കൺസിസ്റ്റിംഗ് ഓഫ് 4 പേപ്പേഴ്സ് ഈച്ച്. അങ്ങനെയാണ് ഓവറോൾ സ്ട്രക്ചർ CA കോഴ്സിന്റെ. ഇനി ഡയറക്റ്റ് എൻട്രി റൂട്ട് എന്ന് പറഞ്ഞത്, അതായത് ഡിഗ്രി കഴിഞ്ഞിട്ട് വരുന്ന ഒരു സ്റ്റുഡന്റിന് അവർ നേരെ ഈ ഫൗണ്ടേഷൻ റൂട്ട് ബൈപാസ് ചെയ്യണം. ഫൗണ്ടേഷൻ ആ സ്റ്റേജ് ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്ട്ലി ഇന്റർ സ്റ്റേജിലേക്കാണ് വരുന്നത്. പ്ലസ് അലോങ് വിത്ത് ദാറ്റ് ഇന്ററിന്റെ കൂടെ തന്നെ അവർ ആർട്ടിക്കിൾഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണം. വിച്ച് മീൻസ് നിങ്ങൾ പ്രാക്ടിക്കൽ ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഇന്റർ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ഒബ്വിയസ് ആണ്, ഫൈനൽ എഴുതണമെങ്കിൽ നിങ്ങൾ ഇന്ററിലെ 2 ഗ്രൂപ്പും ക്ലിയർ ചെയ്തിട്ടുണ്ടാവണം. ആ 3 വർഷത്തിനിടയിൽ നിങ്ങൾ ഇന്ററിന് 2 ഗ്രൂപ്പും ക്ലിയർ ചെയ്തിട്ടുണ്ടാവണം. എന്നാൽ നിങ്ങൾ ഫൈനലിന് എലിജിബിൾ ആവുള്ളൂ. ഇങ്ങനെയാണ് സ്റ്റേജ് വൈസ് നോക്കുകയാണെങ്കിൽ CA നമുക്ക് ചെയ്യാനുള്ളത് 3 സ്റ്റേജസ്. അതിൻ്റെ ഇടയിൽ ഒരു 3 വർഷത്തെ ട്രെയിനിങ് നമുക്ക് ചെയ്യാനുണ്ട്. ഇനി എന്തൊക്കെയാണ് സബ്ജക്ട്സ് എല്ലാ സബ്ജക്ട്സും ഡിസ്കസ് ചെയ്യാന്നല്ല എൻ്റെ ഉദ്ദേശം. നമ്മുടെ മെയിൻ പേപ്പേഴ്സ് എന്തൊക്കെയാണ്, ഈ 3 സ്റ്റേജസിലുമായിട്ട് ഓൾ ടുഗദർ കമ്പൈൻഡ് ആയിട്ട് എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇപ്പോൾ ഇത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഞാൻ അടക്കം ഒരുപാട് പേര്
അപ്പൊ ഞാനൊക്കെ സി എക്ക് ജോയിൻ ചെയ്ത ഒരു മിസ്കോൺസെപ്ഷന്റെ ബേസിസിൽ ഞാൻ വിചാരിച്ച് ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്ന് പറഞ്ഞാൽ ഫുൾ അക്കൗണ്ട്സ് ആയിക്കാറ്. അക്കൗണ്ട്സ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെ ജോയിൻ ചെയ്തതാണ്. പക്ഷെ ഇവിടെ അക്കൗണ്ട്സ് മാത്രമല്ല ഉള്ളത്, നമ്മൾ കോർ പേപ്പേഴ്സ് ഏതൊക്കെയെന്ന് നോക്കിയാൽ ഒന്ന് നമുക്ക് ലോ പഠിക്കാനുണ്ട്, കോസ്റ്റിംഗ് പഠിക്കാനുണ്ട്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പഠിക്കാനുണ്ട്, കോസ്റ്റിംഗ് അവിടെ എഴുതി കഴിഞ്ഞു, അക്കൗണ്ട്സ്, ഓഡിറ്റ്, ടാക്സ്. നമ്മൾ മെയിൻ പേപ്പേഴ്സ് സി എ കോഴ്സിലുള്ള മെയിൻ പേപ്പേഴ്സ് വിച്ച് ഇസ് സ്പ്രെഡ് അക്രോസ് ദ സ്റ്റേജസ്. ചില സബ്ജക്ട്സ് ഫൗണ്ടേഷൻ തന്നെ സ്റ്റാർട്ട് ചെയ്യും, ചിലത് ഇന്റർലും ഉണ്ടാവും, ഫൈനലും ഉണ്ടാവും. അങ്ങനെ ഈ 6 പേപ്പേഴ്സ് ആണ് മെയിൻലി നമുക്ക് സി എ കോഴ്സിൽ ഫോക്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇൻഡയറക്ട്ലി ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ എന്തൊക്കെയാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ നമ്മളെ സബ്ജക്ട്സ് ഏതൊക്കെയാണെന്നും പറയാൻ പോകണമെന്ന് പറഞ്ഞു. അലോങ് വിത്ത് ദാറ്റ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്തൊക്കെയാ ചെയ്യാമെന്നും പറഞ്ഞു. ഞാൻ ഒരു സി എ കാരൻ എന്തൊക്കെയാ ചെയ്യുക, ദാറ്റ് ഹാസ് ഡയറക്റ്റ് റിലേഷൻ വിത്ത് വാട്ട് ആർ വി ഗോയിങ് ടു സ്റ്റഡി അണ്ടർ ദിസ് കോഴ്സ്. ഈ മെയിൻ സബ്ജക്ട്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകണമെന്ന് പറയുമ്പോൾ ഇതേ സംഭവങ്ങൾ തന്നെയാണ് നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉള്ളത്. നിങ്ങൾ സി എ പാസ് ആയി കഴിഞ്ഞാൽ വാട്ട് യു വോണ്ട് ടു ഡു എന്നുള്ളത് ഈ സബ്ജക്ട്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ലോ എന്നുള്ള സബ്ജക്റ്റിൽ നമുക്ക് ഒരുപാട് ലോ പഠിക്കാനുണ്ട്. ഇപ്പൊ ഇത് പ്രാക്ടിക്കൽ ആസ്പെക്ട് എന്ന് നോക്കുകയാണെങ്കിൽ ഇടയിൽ ഒന്ന് സ്റ്റക്ക് ആയതാ. ഇപ്പൊ ഒരു പ്രാക്ടിക്കൽ ആസ്പെക്ട് ചെറിയൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങളോട് ഒരു ക്ലയന്റ് വന്നിട്ട് ചോദിക്കുകയാണ് മൂപ്പർക്ക് ബിസിനസ് ചെയ്യണം. അപ്പൊ ബിസിനസ് ഏത് ആസ്പെക്ടിൽ ചെയ്യണം, മൂപ്പർ ഒറ്റയ്ക്ക് ചെയ്യാൻ പോവുകയാണോ അതോ ഒരു ഗ്രൂപ്പുമായിട്ട് ചെയ്യാൻ പോവുകയാണോ, ഈ ബേസിസിൽ നമ്മൾ അവർക്ക് അഡ്വൈസ് ചെയ്യും നിങ്ങൾക്ക് ഏത് ഓപ്ഷൻ ആണ് നല്ലതെന്നുള്ളത്. ഒരാൾക്ക് ബിസിനസ് ചെയ്യണമെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഇനി അതുമല്ല നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു 1 person കമ്പനി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഇനി അതല്ല നിങ്ങൾ ഗ്രൂപ്പ് ഉണ്ട്, ഗ്രൂപ്പായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പാർട്ട്ണർഷിപ്പ് വേണോ, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് വേണോ, കമ്പനി വേണോ, ട്രസ്റ്റ് വേണോ, ഇങ്ങനെ ഒരുപാട് ഫോംസ് ഓഫ് ബിസിനസ് ഉണ്ട്. ഈ എല്ലാ ഫോംസ് ഓഫ് ബിസിനസ്സിലും അവരുടെ റിക്വയർമെന്റ് അനുസരിച്ച് അവർക്ക് ഏതാണ് ആപ്റ്റ് എന്നൊരു അഡ്വൈസ് നമ്മൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ് കൊടുക്കും. ടു സ്റ്റാർട്ട് വിത്ത് ഏറ്റവും ബേസിക് ആയിട്ട് ഒരു ക്ലയന്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ ഏറ്റവും ഫസ്റ്റ് സ്റ്റേജ് നിങ്ങൾക്ക് ഏത് ഫോം ഓഫ് ബിസിനസ് വേണം എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ അഡ്വൈസ് കൊടുക്കണമെങ്കിൽ ഒബ്വിയസ്ലി ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന് കമ്പനിയുടെ ഡീറ്റെയിൽസ് വേണം, കമ്പനിയുടെ ഇൻഫർമേഷൻ വേണം. അപ്പോൾ കമ്പനീസ് ആക്ട് നമുക്ക് സിലബസിൽ പഠിക്കാനുണ്ട്, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആക്ട് പഠിക്കാനുണ്ട്, പാർട്ട്ണർഷിപ്പ് ആക്ട് പഠിക്കാനുണ്ട്. ഈ സംഭവങ്ങളൊക്കെ നമ്മൾ സിലബസിൽ നമുക്ക് പഠിക്കാനുണ്ടാവും. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരാൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, കോസ്റ്റിംഗ് എന്നുള്ള സബ്ജക്ട് നമ്മൾ എന്താ ഡീൽ ചെയ്യാൻ പോണത്. ഈ നിങ്ങളെ ക്ലയന്റ് അവര് ഒരു പ്രൊഡക്റ്റ് റിലീസ് ചെയ്യാൻ നിൽക്കുക. അപ്പൊ ഈ പ്രൊഡക്റ്റിന്റെ പ്രൈസിങ് എത്ര കോസ്റ്റ് ഇടണം, ഈ കോസ്റ്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടാവും. ചില സംഭവങ്ങൾ നമ്മളെ ഫാക്ടറിയുടെ റെന്റ്, ഇലക്ട്രിസിറ്റി, ചില സംഭവങ്ങളൊക്കെ ഫിക്സഡ് ആയിട്ടുള്ള കോസ്റ്റ് ഉണ്ടാവും. നമ്മൾ സ്ഥാപനം നടത്തിയാലും നടത്തിയില്ലെങ്കിലും ഇൻകർ ചെയ്യാൻ പോകുന്ന കോസ്റ്റ്. ചിലത് വേരിയബിൾ ആയിട്ടുള്ള കോസ്റ്റ് ഉണ്ടാവും. സാലറി, നമ്മൾ ആൾക്കാരെ വെച്ചാൽ മാത്രമേ നമുക്ക് സാലറി കൊടുക്കേണ്ടതുള്ളൂ. ഇത്രയും ആസ്പെക്ട് ഫുള്ള് കൺസിഡർ ചെയ്തിട്ട് ഒരു പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് നമ്മൾ എത്ര ഇടണം എന്നുള്ളതാണ് നമ്മൾ കോസ്റ്റിംഗ് എന്ന സബ്ജക്ട് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. അപ്പൊ കോസ്റ്റിംഗ് ഭയങ്കര ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. കാരണം നിങ്ങൾ അഥവാ നിങ്ങളെ പ്രൊഡക്റ്റിന്റെ കോസ്റ്റിംഗ് നിങ്ങൾ ഹയർ കോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അത്ര ആൾക്കാർ നിങ്ങളെ പ്രൊഡക്റ്റ് വാങ്ങണം എന്നില്ല, ഡിമാൻഡ് കുറയും. കോസ്റ്റിംഗ് കുറഞ്ഞു പോയാൽ, നിങ്ങളിടുന്ന കോസ്റ്റ് കുറഞ്ഞു പോയാൽ ചിലപ്പോൾ ഒരുപാട് ആൾക്കാർ വാങ്ങിയെന്ന് വരും, പക്ഷെ നിങ്ങൾ ചിലപ്പോൾ അത് വിറ്റുകൊണ്ടിരിക്കുന്നത് നഷ്ടത്തിലായിരിക്കും. നിങ്ങളെ കമ്പനിയിലെ കോസ്റ്റ് തന്നെ മീറ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ആസ്പെക്ട്, ഇത് ജസ്റ്റ് ഒരു ചെറിയ എക്സാമ്പിൾ പ്രൊഡക്റ്റിന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓരോ സാധനത്തിന്റെ പ്രൊജക്ടിന്റെ പോയിന്റ് ഓഫ് വ്യൂ എങ്ങനെയാണ് കോസ്റ്റിംഗ് ആസ്പെക്ട് സംഭവങ്ങൾ, ഇത് ഫുള്ളാണ് നമുക്ക് കോസ്റ്റിംഗ് എന്നുള്ള സബ്ജക്ട് പഠിക്കേണ്ടത്. ഇതിൽ തന്നെ ഇപ്പോൾ ലോ നോക്കുകയാണെങ്കിൽ നമുക്ക് 3 സ്റ്റേജിനും പഠിക്കാനുണ്ടാവും. ഫൗണ്ടേഷനിലും ഉണ്ടാവും, ഇന്ററിലും ഉണ്ടാവും, ഫൈനലിലും ഉണ്ടാവും. കോസ്റ്റിംഗ് എന്നുള്ള സബ്ജക്ട് നമ്മൾ ഇന്ററിനാണ് സ്റ്റാർട്ട് ചെയ്യുക. ഇന്ററിൽ കുറച്ച് ബേസിക്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ട് പിന്നെ ഫൈനലിൽ അതിന്റെ ഇൻഡെപ്ത് പ്രൊവിഷൻസ് നമ്മൾ പഠിക്കും. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആസ് എ നെയിം ഇറ്റ്സെൽഫ് സജസ്റ്റ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ഫിനാൻസ് എങ്ങനെ മാനേജ് ചെയ്യാം. നിങ്ങളെ ക്ലയന്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർക്ക് ഫണ്ട് എവിടെ നിന്നൊക്കെ അവർ കൊണ്ടുവരണം എന്നുള്ള സോഴ്സസ് ഓഫ് ഫണ്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലോൺ എടുക്കാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്നുള്ള രീതിയിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ലോൺ ആയിട്ട് കൊണ്ടുവരികയാണെങ്കിൽ അതിന് അതിൻ്റെതായ ബെനിഫിറ്റ്സ് ഉണ്ട്, ഡ്രോബാക്ക് ഉണ്ട്. ക്യാപിറ്റൽ ആയിട്ട് കൊണ്ടുവരികയാണെങ്കിൽ അതിന് അതിൻ്റെതായ ബെനിഫിറ്റ്സ് ഉണ്ട്, ഡ്രോബാക്ക് ഉണ്ട്. ഈ എല്ലാ ആസ്പെക്ടും നോക്കിയിട്ട് അവർക്ക് ഏതാണ് കറക്റ്റ് ഓപ്ഷൻ, വാട്ട് ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ എന്നുള്ളത് നമ്മൾ നോക്കും. ഇതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും, ലാൻഡ് വേണം, നിങ്ങൾക്ക് മെഷീനറി വേണം. ഈ മെഷീനറിയും ലാൻഡൊക്കെ നമ്മൾ വാങ്ങണോ അതോ റെന്റിന് എടുക്കണോ, ഇത്രയും ആസ്പെക്ട് ഫുള്ള് നോക്കിയിട്ട് ഫിനാൻഷ്യൽ ബന്ധപ്പെട്ട ഏരിയയിലും അഡ്വൈസ് നമ്മൾ കൊടുക്കും.
ഫിനാൻഷ്യൽ മാനേജ്മെന്റ് സബ്ജക്ട് നമ്മൾ മെയിൻലി പഠിക്കാനുള്ളത് ഈ ടോപ്പിക്സ് ആണ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നമുക്ക് CA ഇന്ററിലും പഠിക്കാനുണ്ട്, ഫൈനലിലും പഠിക്കാനുണ്ട്. ഫൈനലിൽ നമുക്ക് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്നുള്ള സബ്ജക്ട് പഠിക്കാനുണ്ട്. അവിടെ നമ്മൾ ഇന്റർനാഷണൽ മാർക്കറ്റിംഗ്, സ്റ്റോക്ക് മാർക്കറ്റ്, അങ്ങനത്തെ കുറെ സംഭവങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നുള്ളത് അക്കൗണ്ട്സ്, ഓഡിറ്റ്. നൗ അക്കൗണ്ട്സ് നമുക്ക് പഠിക്കാനുണ്ട് CAയില്, ഫൗണ്ടേഷനിലും ഉണ്ട്, ഇന്ററിലും ഉണ്ട്, ഫൈനലിലും ഉണ്ട്. പക്ഷെ അക്കൗണ്ട്സ് നമ്മൾ പഠിക്കുന്നത് ഒരു കമ്പനിയിൽ അക്കൗണ്ടിങ് വർക്ക് ചെയ്യാനല്ല നമ്മൾ അക്കൗണ്ട്സ് പഠിക്കുന്നത്. ഒരു ചാർട്ടേഡ് അക്കൗണ്ടിന്റെ മെയിൻ ഫോക്കസ് ഓഡിറ്റിലാണ്. അതായത് കമ്പനീസും നിങ്ങളെ മറ്റുള്ള ക്ലയൻസും ഒക്കെ പ്രിപ്പയർ ചെയ്ത അക്കൗണ്ട്സ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടിന്റെ മെയിൻ ഡ്യൂട്ടി. അപ്പൊ ഇത് ചെക്ക് ചെയ്യണമെങ്കിൽ അക്കൗണ്ട്സിനെ പറ്റുന്ന കുറച്ച് ബേസിക് ഡീറ്റെയിൽസ് ഇൻഫർമേഷൻ നമുക്ക് വേണം. കുറച്ച് അക്കൗണ്ടിങ് പോളിസീസ് ഉണ്ട്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, IFRS ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഇതിന്റെ എല്ലാം ഇൻഡെപ്ത് നോളജ് നമുക്ക് ഈ കോഴ്സിൽ കിട്ടാൻ പോവാണ്. അല്ലെങ്കിൽ ഐ റിപ്പീറ്റ്, നമുക്ക് ഇത് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാനല്ല ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് മെയിൻ ഫോക്കസ്. അതൊരു അക്കൗണ്ടന്റ് ജോബാണ്. ചാർട്ടേഡ് അക്കൗണ്ടന്റ് കമ്പനീസ് അല്ലെങ്കിൽ ഈ ക്ലയൻസ് എല്ലാവരും പ്രിപ്പയർ ചെയ്ത അക്കൗണ്ട്സ് പ്രോപ്പർ ആണോ എന്ന് ഓഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ റോള് വരുന്നത്. അപ്പൊ അങ്ങനെ ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് അക്കൗണ്ട്സിന്റെ ഇൻഫർമേഷനും വേണം. ഓഡിറ്റിംഗിലാണ് നമ്മൾ മെയിൻ ഫോക്കസ്. ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ചെക്ക് ചെയ്യുക, അവർ ചെയ്ത കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കും. നമ്മൾ നോർമലി എല്ലാവരും കേട്ട് വരുന്ന സാധനമാണ് CA കോഴ്സ് എന്ന് പറഞ്ഞാൽ. ഇപ്പൊ എനിക്കൊക്കെ കേട്ടോ, ഞാൻ കേട്ടുള്ള 2 കാര്യങ്ങൾ ഞാൻ CA കോഴ്സിനെ പറ്റി കേട്ടിട്ടുണ്ടായിരുന്നു. ഒന്ന്, ഒപ്പിട്ട പൈസ കിട്ടും. 2, നല്ല ടഫാണ്. ഒപ്പിട്ട പൈസ കിട്ടും, ടഫാണ്. ഒപ്പിട്ട പൈസ കിട്ടും, ശരി തന്നെയാണ്, കാര്യം തന്നെയാണ്. നമ്മൾ ഒപ്പിന് നല്ല വില ഉണ്ട്. ഒപ്പിന് വില ഉണ്ടാവാനുള്ള കാരണം ഇത്രയും സബ്ജക്ട്സ് ഒക്കെ നമുക്ക് ഇൻഡെപ്ത് ആയിട്ട് പഠിക്കാനുണ്ട്. ഐ എം കമ്മിങ് ബാക്ക് ടു ദാറ്റ് ടോപ്പിക്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓഡിറ്റ് ചെയ്തിട്ട് നമ്മൾ ഇടാൻ പോണ സിഗ്നേച്ചർ, ഇത് ആർക്കൊക്കെയാണ് റെലവെന്റ് ആയിട്ട് വരുന്നത്? ഒന്ന്, ഗവൺമെന്റ് ഒഫീഷ്യൽസ് നമ്മൾ സിഗ്നേച്ചറിൽ ഡിപ്പെൻഡ് ചെയ്യും, റിലൈ ചെയ്യും. ഒരു കമ്പനി പ്രോപ്പർ ആയിട്ട് നിയമം ഫുള്ള് കംപ്ലൈ ചെയ്തിട്ടുണ്ടോ, അവരുണ്ടാക്കിയ അക്കൗണ്ട്സും ബാക്കി എല്ലാ കാര്യങ്ങളും നിയമമൊക്കെ കംപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് സർട്ടിഫൈ ചെയ്താൽ, സൈൻ ചെയ്താൽ അതെല്ലാവരും ഓതന്റിക് ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഗവൺമെന്റ് ഒഫീഷ്യൽസ്, ലീഗൽ പേർപ്പസിന് എല്ലാത്തിനും. അതിന് പുറമെ നോർമൽ ഇപ്പൊ നമ്മളെ പോലത്തെ ആൾക്കാർ, ഇൻവെസ്റ്റേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ എന്ന്, ഇപ്പൊ നമ്മളിപ്പോ പല കമ്പനിയുടെ ഷെയർസ് ഒക്കെ ചിലപ്പോൾ നമ്മൾ വാങ്ങും, പല കമ്പനീസും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഈ കമ്പനീസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, അവരെന്തെങ്കിലും കള്ളക്കണക്ക് ഉണ്ടാക്കിയിട്ടുണ്ടോ, അവർ ചെയ്തതൊക്കെ ആക്ച്വൽ ആണോ എന്ന് നമ്മൾ റിലൈ ചെയ്യല്. നിങ്ങൾ അസ്യൂം ഏതെങ്കിലും ഒരു കമ്പനിയുടെ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ഷെയർസ് നിങ്ങൾ പർച്ചേസ് ചെയ്യണം. അപ്പൊ അവരുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്നൊക്കെ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലും മറ്റ് ഡാറ്റയിലൊക്കെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ അവർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓതന്റിക്കേറ്റ് ചെയ്യുമ്പോൾ, സൈൻ ചെയ്യുമ്പോഴാണ് നമ്മളും അത് കൺക്ലൂസീവ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. ഇത് കറക്റ്റ് ആണ് എന്ന് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് വേർ ഒരു CA-കാരന്റെ സിഗ്നേച്ചറിന്റെ വാല്യൂ വരുന്നത്. ഗവൺമെന്റ് ഒഫീഷ്യൽസ് തൊട്ട് നോർമൽ ഇൻവെസ്റ്റേഴ്സ് എല്ലാവരും റിലൈ ചെയ്യുന്നത് ഇൻഫാക്ട് പല ഫോറിൻ അതോറിറ്റീസിന് വരെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് സിഗ്നേച്ചർ, ഇവിടുത്തെ ഒരു ഓഡിറ്റർ, അതായത് CA-കാരന്റെ സിഗ്നേച്ചറിലാണ് അവർ ട്രസ്റ്റ് വെക്കുന്നത്. പിന്നെ നമുക്ക് ടാക്സും പഠിക്കാനുണ്ട്. ഇന്ത്യയിൽ നിന്ന് ഏതൊരു സാധനത്തിനാണെങ്കിലും നമ്മൾ ടാക്സ് കൊടുക്കണം. നിങ്ങൾ ഇൻകം ഉണ്ടാക്കുന്നുണ്ടോ, നമ്മൾ ഇൻകം ടാക്സ് കൊടുക്കണം. നിങ്ങൾ എന്തെങ്കിലും ഗുഡ്സ് വിൽക്കുകയാണ്, വാങ്ങുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസ് പ്രൊവൈഡ് ചെയ്യണം, അപ്പൊ അതിൽ നമുക്ക് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് വരും. നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനം മാനുഫാക്ചർ ചെയ്യാൻ ഉണ്ടാക്കുകയാണ്, നമുക്ക് അതിൽ എക്സൈസ് ഡ്യൂട്ടി വരും. നിങ്ങൾ ഒരു സാധനം പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുക, പുറത്തുനിന്ന് സാധനം ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുക, അതിൽ കസ്റ്റംസ് ഡ്യൂട്ടി, ഇങ്ങനെ ഒരുപാട് ടാക്സ് നമ്മുടെ കൺട്രിയിലുണ്ട്. ഇതിന്റെയൊക്കെ ഇൻഡെപ്ത് നോളജ് ആണ് നമ്മൾ ടാക്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിൽ ടാക്സ് എന്നുള്ള സബ്ജക്ട് നമുക്ക് ഇന്റർമീഡിയറ്റിലും ഫൈനലിലാണ് വരാൻ പോണത്. ഓഡിറ്റും നമുക്ക് ഇന്ററിലും ഫൈനലിലാണ് വരാൻ പോണത്. അപ്പോൾ ഫൗണ്ടേഷൻ തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം. നമ്മളെ കോർ പേപ്പർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോ ഉണ്ട്, അക്കൗണ്ട്സ് ഉണ്ട്. ഈ ലോയും അക്കൗണ്ട്സും അതുകൊണ്ട് തന്നെ ഫൗണ്ടേഷനിൽ, ഞാൻ നേരത്തെ പോയ ടോപ്പിക്കിലേക്ക് പോവാണ്. ലോയും അക്കൗണ്ട്സും നമ്മളെ ഫൗണ്ടേഷനിൽ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഇതിന് പുറമെ ബാക്കിയുള്ള 2 സബ്ജക്ട്സ് ഏതാണ്? നമുക്ക് മാത്സ് ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്. പൊതുവെ പലരും ധാരണ, നിങ്ങൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ് അല്ല, അപ്പൊ നിങ്ങൾ മാത്സ് നല്ല സ്ട്രോങ് ആവുമല്ലോ. നമുക്ക് മാത്സ് ഒരു മെയിൻ പേപ്പർ അല്ല. ഫൗണ്ടേഷനിൽ മാത്രമേ നമുക്ക് മാത്സ് വരുന്നുള്ളൂ. അതിനുശേഷം ഇന്ററിലും ഫൈനലും മാത്സ് വരുന്നില്ല. മാത്സിന്റെ ചില ട്രിക്സ് ചിലപ്പോൾ നിങ്ങൾ മറ്റു സബ്ജക്ട്സ് ഒക്കെ ചിലപ്പോൾ ഹെൽപ്പ് ചെയ്തെന്ന് വരും, കോസ്റ്റിംഗ് അങ്ങനത്തെ സബ്ജക്റ്റിലൊക്കെ. ബട്ട് അതർവൈസ് അതൊരു കോർ പേപ്പർ അല്ല. ബാക്കി നമ്മളെ കോർ പേപ്പേഴ്സ് വരുന്നത് ഈ 6 പേപ്പേഴ്സ് ആണ്. അതിൽ ബാക്കിയുള്ള എല്ലാം ഞാൻ പറഞ്ഞു ഇന്റർ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും, ഫൈനൽ നമ്മൾ അതിന്റെ ഇൻഡെപ്ത് നോളജ്. സോ ഇൻഡയറക്ട്ലി ഈ ഏരിയസിലാണ് നമുക്ക് വർക്ക് ചെയ്യാനുള്ളത്. ഇതാണ് നമ്മുടെ സിലബസിലുള്ള നമ്മുടെ സബ്ജക്ട്സ്. ഇനി വർക്ക് നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ ചെയ്യാം? ഒന്നെങ്കിൽ നിങ്ങൾ പാസ്സായി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു കമ്പനിയുടെ എംപ്ലോയി എന്നുള്ള രീതിയിൽ ജോയിൻ ചെയ്യാം, അപ്പൊ നിങ്ങൾക്ക് ഒരു സാലറി എന്നുള്ള രീതിയിൽ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾ ഓഫീസ് സ്റ്റാർട്ട് ചെയ്യാം, വിച്ച് ഇസ് നോൺ ആസ് പ്രാക്ടീസ്. അതിന് നമ്മൾ പ്രാക്ടീസ് വിളിക്കാം. നമ്മൾ സ്വന്തമായിട്ട് നിങ്ങൾ ഓഫീസ് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഒരുപാട് വേറെ ആസ്പെക്ട്സ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബിസിനസ്സിന് പോവാം. അപ്പോൾ ബിസിനസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയുള്ള നോളജ് നിങ്ങളെ ബിസിനസ്സിന് യൂസ് ചെയ്യാം. ടീച്ചിങ്ങിൽ വരാം. അതെല്ലാം
ആൻസിലറി പോയിന്റ്സ്, ഓപ്ഷൻസ്. നമ്മുടെ മെയിൻ നമുക്ക് ഉള്ള 2 ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ എംപ്ലോയ്മെന്റിന് പോവുക അല്ലെങ്കിൽ പ്രാക്ടീസിന് പോവുക എന്നുള്ളതാണ്. അപ്പൊ എംപ്ലോയ്മെന്റിനൊക്കെ ജോയിൻ ചെയ്ത സ്റ്റാർട്ടിംഗ് തൊട്ടേ നമുക്കൊരു കമ്പനിയിൽ ഒരു ഫിക്സഡ് സാലറി പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ സേഫ് ആണ്. പ്രാക്ടീസ് ചിലപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങളൊന്ന് ക്ലച്ച് പിടിച്ച് വരാൻ കുറച്ച് ടൈം എടുത്തു എന്ന് വരും. ആൾക്കാർക്ക് നിങ്ങളെ ഫേം ഉണ്ട്, നിങ്ങൾ ഇങ്ങനെ ഒരു CA-കാരൻ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ള കാര്യം അറിയില്ല. അപ്പോൾ അതൊന്ന് ബിൽഡ് ചെയ്ത് വരാൻ ചിലപ്പോൾ കുറച്ച് ടൈം എടുത്തു വരും. ബട്ട് ഓവർ ദി പീരിയഡ് നിങ്ങൾ പ്രാക്ടീസ് എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിഞ്ഞാൽ, സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഗ്രോത്തിന് യാതൊരു ലിമിറ്റും ഇല്ല പ്രാക്ടീസിന്റെ കേസിൽ. പ്ലസ് എംപ്ലോയ്മെന്റ് നമുക്ക് ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഏത് ഫീൽഡിലാണ് താല്പര്യം. നിങ്ങൾക്ക് ഓഡിറ്റ് ആണ് ഇഷ്ടം, ടാക്സ് ആണ് ഇഷ്ടം, അപ്പൊ അങ്ങനത്തെ ഒരു കമ്പനിയിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ജോയിൻ ചെയ്യാം. പ്രാക്ടീസിൽ വരുമ്പോൾ പ്രാക്ടീസിൽ നിങ്ങളടുത്ത് ഒരുപാട് ആൾക്കാർ വരാൻ പോണ ഓരോ ക്ലയന്റും ഓരോ പ്രശ്നങ്ങളായിട്ടൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് വരാം, പല പ്രശ്നങ്ങളായിട്ട്. അപ്പൊ നമുക്ക് അതിന്റെയൊക്കെ ഇൻഡെപ്ത് നോളജ് നമുക്ക് ആവശ്യം വരും എല്ലാ ഏരിയയിലും. ബട്ട് നമ്മളെ കോഴ്സ് ഇതിനെല്ലാം കേപ്പബിൾ ആണ്. കാരണം നമ്മൾ ഈ സബ്ജക്ട്സിന്റെ ഒക്കെ തിയറിറ്റിക്കൽ നോളജ് മാത്രമല്ല നമുക്ക് കിട്ടുന്നത്, ഇതും കൂടിയാണ് നമ്മൾ 3 വർഷം ആർട്ടിക്കിൾഷിപ്പ്, ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണല്ലോ ആർട്ടിക്കിൾഷിപ്പ് നമ്മൾ ചെയ്യാനും പോകുന്നത്. അങ്ങനെയൊക്കെയാണ് ഒരു ഓവർവ്യൂ. ഇനി ആർക്കുള്ളതാണ് CA കോഴ്സ് ഞാൻ ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞത് കേട്ടോ. എൻ്റെ അവൈലബിൾ ടൈം എത്രയെന്നുള്ള അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് പറഞ്ഞാണ്. പിന്നെ നമുക്ക് ലാസ്റ്റ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക് പോയിന്റ് അറിയണമെന്നുണ്ടെങ്കിൽ അവിടെ ഡിസ്കസ് ചെയ്യാം. ആർക്കുള്ളതാണ് CA കോഴ്സ്? സാറേ ഞാൻ +1 ഞാൻ ഭയങ്കര ബ്രൈറ്റാ സാറേ, എനിക്ക് 95% ഒക്കെ മാർക്ക് ഉണ്ട്. ഇത് യൂഷ്വലി പാരന്റ്സ് പറയുന്ന കൺസേൺ കേട്ടോ. എൻ്റെ മോൻ അല്ലെങ്കിൽ മോൾ അത്ര പഠിക്കാൻ ഭയങ്കര ഉഷാറൊന്നുമല്ല, അവൾക്ക് ഇത്ര മാർക്കുള്ളൂ, 50 ഉള്ളൂ, 60% ഉള്ളൂ. നിങ്ങൾക്ക് +1 +2 എത്ര മാർക്ക് ഉണ്ട് എന്നുള്ളത് ഇവിടെ ഇറലവന്റ് ആണ്. നിങ്ങൾ എത്രമാത്രം എഫേർട്ട് ഇടാൻ റെഡിയാണ്, ദാറ്റ് ഇസ് വാട്ട് മാറ്റേഴ്സ്. നിങ്ങൾക്ക് എത്ര പെട്ടെന്ന് ടീച്ചർ പറയുന്ന കോൺസെപ്റ്റ് കിട്ടുന്നുണ്ടോ അതിനൊന്നും ഇവിടെ വലിയ റെലവൻസ് ഇല്ല. എത്ര എഫേർട്ട് ഇടാൻ റെഡിയാണ്. ഇത് എനിക്ക് അറിയുന്ന പ്രാക്ടിക്കൽ കേസസിന്റെ ബേസിസിൽ ഞാൻ പറയുന്നത് കേട്ടോ. 90-95% മാർക്സ് ഒക്കെ കിട്ടിയ ആൾക്കാർ എന്റെ ഫ്രണ്ട്സ് തന്നെ ഉണ്ട്. ഇന്നും CA ഫൈനൽ ക്ലിയർ ചെയ്യാൻ പറ്റാതെ, 1-2 അറ്റംപ്റ്റ് എഴുതിയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റാതെ, എന്നാൽ നല്ല ജോബൊക്കെ കിട്ടി ലൈഫിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. 60% മാർക്കൊക്കെ കിട്ടിയ ആൾക്കാർ ഇന്ന് ചാർട്ടേഡ് അക്കൗണ്ടൻസി ക്ലിയർ ചെയ്തിട്ട് എന്റെ നാട്ടിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ എത്രമാത്രം എഫേർട്ട് ഇടാൻ റെഡിയാണ്. കാരണം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, എക്സാമിൽ വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പൊ ഒരു 3 മണിക്കൂറിനുള്ളിൽ നമ്മൾ ആ ഒരു പേപ്പർ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ICA നിങ്ങളുടെ എക്സ്പെക്ട്, ICA എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ, അവർ നിങ്ങളുടെ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ഇതിന് മുന്നേ 3-4 വട്ടം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അവിടെയാണ് പ്രാക്ടീസ് മാറ്റേഴ്സ്. നമ്മൾ എത്ര എഫേർട്ട് ഇടാൻ റെഡിയാണോ? എഫേർട്ട് ഇടാൻ റെഡിയാണോ? നല്ല ബോധത്തുള്ള കോഴ്സാണ്. നമ്മൾ 4.5 വർഷത്തെ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ്, നമ്മളെ ടൈം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ള ദാറ്റ് ഇസ് ഓൺലി തിങ് ദാറ്റ് വി റിക്വയർ. ഇപ്പോഴും പല പ്രൊഫഷണൽ കോഴ്സസ് വെച്ച് നോക്കുമ്പോഴും CA കോഴ്സ്, വാട്ട് ഇസ് ബെനിഫിറ്റ്സ്? ഒരു CA കോഴ്സിന്റെ ബെനിഫിറ്റ് എന്താ? വളരെ ചീപ്പാണ് കമ്പയർഡ് ടു ഓൾ ദി അതർ പ്രൊഫഷണൽ കോഴ്സസ്. CA കോഴ്സ് കമ്പാരിറ്റീവ്ലി ചീപ്പറാണ്. സ്കോപ്പും ഉണ്ട്. നമ്മൾ ഇന്ന് മാർക്കറ്റിൽ എത്ര ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ ഡിമാൻഡ് ഉണ്ടോ അത്ര CA-കാരൊന്നും മാർക്കറ്റിലില്ല. അതുകൊണ്ട് തന്നെ പണി ഇല്ലാതെ നടക്കുന്ന ഒരു CA-കാരൻ നിങ്ങൾ കാണൂല. അപ്പൊ നമ്മളെടുത്ത് ഈ ഒരു 4.5 വർഷം നമ്മൾ ഫുൾ എഫേർട്ട് ഇടാൻ റെഡി ആണെങ്കിൽ ദിസ് കോഴ്സ് ഇസ് പെർഫെക്റ്റ്. പാസ് പെർസെന്റേജ് കാര്യങ്ങൾ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ സാധനം, ഒപ്പിട്ട പൈസ ഇട്ടൊന്നുള്ള ആസ്പെക്ട് ചെയ്യുന്ന നമ്മുടെ സബ്ജക്ട്സ് നമ്മൾ എന്തൊക്കെയാണ് വർക്ക്, എന്തുകൊണ്ടാണ് നമ്മളെ സൈനിന് വാല്യൂ ഉള്ളത് എന്നുള്ള ഞാൻ പറഞ്ഞത്. കോഴ്സ് ടഫാണ് എന്ന് പറയലുണ്ട് എല്ലാവരും. അത് ടഫ് എന്നല്ല, നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. കുറഞ്ഞ ടൈമിൽ ഒരുപാട് പഠിക്കാനുണ്ട്. എല്ലാ സബ്ജക്റ്റിനും ഇൻഡെപ്ത് നോളജ് നമുക്ക് കിട്ടാനുണ്ട്. അപ്പൊ അത് പ്രോപ്പർ ഗൈഡൻസ്, പ്രോപ്പർ പ്രാക്ടീസിന്റെ ബേസിസിലാണ് സ്റ്റുഡൻസിന് ഇത് കിട്ടുക. പലരും ഡിമോട്ടിവേറ്റഡ് ആവുക ചെയ്യുക, സബ്ജക്ട്സിന്റെ ഒക്കെ വോളിയം ഒക്കെ കണ്ടിട്ട് ഡിമോട്ടിവേറ്റഡ് ആവുക. ആ ആസ്പെക്റ്റിൽ എനിക്ക് പറയാനുള്ളത്, ഞാൻ എന്റെ യൂട്യൂബ് ചാനൽ CA ഷാനുസ്മാൻ എന്നുള്ള യൂട്യൂബ് ചാനലിൽ ഞാൻ 2 ചാർട്ടേഡ് അക്കൗണ്ടൻസിന്റെ സ്റ്റോറി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു മോട്ടിവേഷൻ സെഷൻ ഇതിൽ കൊടുത്തതായിരുന്നു. ഒരു രജനി ഗോപാൽ എന്ന് പറഞ്ഞ ഒരു ലേഡി ചാർട്ടേഡ് അക്കൗണ്ടന്റ്, J രാജശേഖർ എന്ന് പറഞ്ഞ വേറെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ്. ഇവർ 2 പേരും ബ്ലൈൻഡ് ആയിരുന്നു. CA ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ബ്ലൈൻഡ് ആയിരുന്നു. എന്നിട്ടും അവർ CA കംപ്ലീറ്റ് ചെയ്ത് ഇന്ന് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന 2 പേരുടെ സ്റ്റോറിയാണ് ഞാൻ ആ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. സോ വാട്ട് ഐ വാണ്ട് ടു സേ ഈസ്, നമ്മൾ ഒരു കാര്യത്തിന് നമ്മൾ സെറ്റാക്കി ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അച്ചീവബിൾ ആണ്. ബ്ലൈൻഡ് ആയിട്ടുള്ള അവരെ പോലത്തെ ആൾക്കാർക്ക് ഇത് കിട്ടുന്നുണ്ടെങ്കിൽ കണ്ണും കൈയും കാലൊക്കെ ഉള്ള നമുക്ക് ഇത് എന്തുകൊണ്ട് കിട്ടാവുന്നതേ ഉള്ളൂ. നമ്മൾ റെഡി ആണോ? ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആണോ? ദാറ്റ് ഇസ് റിഗാർഡിംഗ് ദി കോഴ്സ്. ഐ തിങ്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഷോർട്ട് ടൈമിൽ നിങ്ങൾക്ക് പാസ് ചെയ്യാൻ പറ്റാവുന്ന ഇൻഫർമേഷൻ ഒക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. മാം, സ്മൃതി മാം. Yes, sir. Thank you, sir. Thank you so much for the session. Question answer session എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് അവിടെ അഡ്രസ് ചെയ്യാം.
ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നു എന്തായാലും സിയെ പറ്റി ഡൗട്ട്സ് കുട്ടികൾക്ക് ഉണ്ടാവാം. അപ്പൊ ഡൗട്ട് സെഷൻ ഫുൾ നമ്മൾ ലാസ്റ്റിലേക്കാണ്. എല്ലാവരുടെ സെഷൻ കഴിഞ്ഞിട്ട് ലാസ്റ്റ് നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ നിങ്ങൾ ഇപ്പൊ തന്നെ ആലോചിച്ച് വെച്ചോളൂ. ഡെഫിനറ്റ്ലി അതെല്ലാം അഡ്രസ് ചെയ്യുന്നതായിരിക്കും. എനിവേ ഷാനിൽ സർ, താങ്ക് യു സോ മച്ച് ഫോർ ദ ബ്യൂട്ടിഫുൾ സെഷൻ. കാരണം കുട്ടികൾക്ക് എല്ലാവർക്കും സിയെ പറ്റിയുടെ ഒരു ബേസിക് ഐഡിയ സാർ പറഞ്ഞ മാതിരി കുറച്ച് ടൈമേ ഉള്ളൂ. അപ്പൊ ആ ടൈമിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബേസിക് ഐഡിയ സാർ കൊടുത്തിട്ടുണ്ട്. സോ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. പിന്നെ എന്തായാലും ബാക്കി ഡൗട്ട് ക്ലിയറൻസ് സെഷനിൽ എന്തായാലും എനിക്ക് തോന്നുന്നു ഡെഫിനറ്റ്ലി സാറിനോട് കുട്ടികൾക്ക് ഡൗട്ട്സ് ചോദിക്കാനുണ്ടാവും. റൈറ്റ്, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ആൻഡ് അടുത്തത് നിങ്ങൾക്ക് നിങ്ങളുടെ കോമേഴ്സിന്റെ ഒരു സ്കോപ്പ്, അതായത് നിങ്ങളുടെ ഒരു ജനറൽ സ്കോപ്പ് ഫോർ കോമേഴ്സ് സ്റ്റുഡൻസ്, അത് പറയാൻ വളരെ ആപ്റ്റ് ആയിട്ടുള്ള വ്യക്തിയാണ് ആ വെരി ഓൺ വേണുഗോപാൽ സർ. അപ്പൊ ഞാൻ സാറിനെ ഇൻവൈറ്റ് ചെയ്യാണ് ടു ഹാവ് എ സെഷൻ വിത്ത് യു ഓൾ. സാറിന്റെ ഒരു എക്സ്പീരിയൻസ് ഓഫ് ടേക്കിംഗ് സോ മച്ച് ഓഫ് അക്കാഡമിക്സ്, അതേമാതിരി തന്നെ സാറിന്റെ ഒരു ഐഡിയ അബൌട്ട് CMA India, plus the scope for for our commerce students. Sir, welcome to the session and please. Yeah, audible ആണോ എല്ലാവർക്കും? ഞാൻ പറയുന്നത് കേൾക്കാണല്ലോ. വേണുഗോപാൽ, നമ്മൾക്ക് സംബന്ധിച്ചിടത്തോളം ഈ കോമേഴ്സ് എന്ന് പറയുന്ന ഈ പർട്ടിക്കുലർ ഏരിയ നമുക്ക് ഏറ്റവും കൂടുതൽ ഓൾട്ടർനേറ്റീവ്സ് തരുന്ന ഒരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡിയാണ്. പ്രധാനമായിട്ട് ഈ കോമേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് ഒരുവിധപ്പെട്ട കുട്ടികൾ കോമേഴ്സിലേക്ക് വരുമ്പോൾ ഒരു 3 പ്രൊഫഷണൽ കോഴ്സുകളിലേക്കാണ് ആദ്യം പോകാൻ നോക്കുന്നത്. ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള 3 പ്രൊഫഷണൽ കോഴ്സസ് ഇന്ത്യയിൽ പോകുന്നുണ്ട്. CA, ഷാൻ ഉസ്മാൻ സാർ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അടുത്ത് CMA, പിന്നെ CS, കമ്പനി സെക്രട്ടറി. CMA എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആൻഡ് കമ്പനി സെക്രട്ടറിഷിപ്പ്. ഇത് 3ഉമാണ് ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട പ്രൊഫഷണൽ കോഴ്സസ്. ഇത് കൂടാതെ വേൾഡ് ഓവറിലും കൊമേഴ്സ് പെർസ്യൂ ചെയ്ത് നമുക്ക് വേറെ പ്രൊഫഷണൽ കോഴ്സുകളുമുണ്ട്. ഫോർ എക്സാമ്പിൾ UK നമുക്ക് ACCA, CIMA, CMAയുടെ ഇക്വലന്റ് ആയിട്ടുള്ള വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ബോഡിയാണ് CIMA. US CPA, ദെൻ CFA, അങ്ങനെ ഉള്ള പല പ്രസ്റ്റീജിയസ് കോഴ്സസ് ഉണ്ട് കോമേഴ്സ് അനുബന്ധിച്ചിട്ടുള്ളത്. ഇനി അതുകൂടാതെ നമുക്ക് കോമേഴ്സിൽ നിന്ന് ലോഞ്ച് ചെയ്യാൻ ഒക്കുന്ന വേറൊരു കരിയർ MBAയിലേക്ക് പോകാറുണ്ട്, MCOMിലേക്ക് പോകാറുണ്ട്, ടീച്ചിങ് ഫീൽഡിലേക്ക് പോകാറുണ്ട്. അങ്ങനെ പല വേരിയഡ് ആയിട്ടുള്ള സ്കോപ്സ് ആണ് നമുക്കൊരു കോമേഴ്സ് സ്റ്റുഡൻറ് എന്ന രീതിയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നില്ല വേറെ ഏതെങ്കിലും ഒരു സബ്ജക്ട് എടുത്താൽ നമുക്ക് ഇത്രയും നല്ല ഒരു സ്കോപ്പ് അല്ലെങ്കിൽ ഇത്രയും വേരിയഡ് ആയിട്ടുള്ള ഓപ്പണിങ്സ് കിട്ടാൻ തരുന്ന ഒരു തരത്തിലുള്ള സബ്ജക്ട് അവൈലബിൾ അല്ല. പിന്നെ ഈ കോമേഴ്സിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഈ ഇതേപോലത്തെ പ്രൊഫഷണൽ കോഴ്സുകൾ നമ്മൾ ചേരുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ എംപ്ലോയബിലിറ്റി, നമ്മുടെ വർക്കിംഗ് സ്കിൽസും കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെല്ലാം ഏറ്റവും ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ്സിന് അനുസൃതമായിട്ട് നമ്മുടെ സിലബസുകൾ അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുകയാണ്. ഏറ്റവും കൂടുതൽ ചേഞ്ചസ് ഉണ്ടാകുന്ന ഒരു ഫീൽഡുമാണ് കോമേഴ്സ്. അപ്പോൾ കോമേഴ്സിൽ നിന്ന് ഇത്രയും നല്ല ഏരിയാസിലേക്ക് മാറാനുള്ള ഒരു സ്കോപ്പ് വേറൊരു സബ്ജക്ട് നമുക്ക് കിട്ടുമെന്ന് അറിയത്തില്ല. പണ്ട് നമുക്കൊരു ഹാങ് ഓവർ ഉണ്ടായിരുന്നു, എഞ്ചിനീയറിംഗ് ആൻഡ് മെഡിസിൻ, അതായിരുന്നു നമ്മളുടെ ഇത്. അതിനോട് ഇക്വലന്റ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ ഒക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഇപ്പോൾ കോമേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഞാൻ ഇതിനകത്ത് പറയാൻ സ്പെഷ്യലൈസ് ചെയ്യാൻ നോക്കുന്ന, അല്ലെങ്കിൽ ഞാൻ പ്രത്യേകമായിട്ട് പറയാൻ പോകുന്നത് CMA കുറിച്ച് പറയാൻ വേണ്ടിയാണ്. CMA എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്നൊരു കോഴ്സാണ്. അപ്പൊ ഈ മൂന്ന് കോഴ്സുകളും, അതായത് CMA, CA ആൻഡ് CS, കമ്പനി സെക്രട്ടറിഷിപ്പ് എന്നൊരു കോഴ്സുണ്ട്. ഈ 3 കോഴ്സുകളും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു ആക്ട് പ്രകാരം, 3 ആക്ട് പ്രകാരം എസ്റ്റാബ്ലിഷ് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ് ഈ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഈ കോഴ്സുകൾ നമ്മൾ പാസ്സാവുമ്പോൾ നേരിട്ട് ഈ കോഴ്സുകളെല്ലാം നടത്തുന്നതും അതാത് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ്. CAക്ക് ചാർട്ടേഡ് അക്കൗണ്ടിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ഇവിടെ CMAക്ക് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അല്ലെങ്കിൽ അവരെയും ICA എന്ന് തന്നെയാണ് അവർ പറയുന്നത്. പിന്നെ കമ്പനി സെക്രട്ടറി ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അപ്പം ഈ കോഴ്സുകൾ നമ്മൾ പാസ്സാവുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ വി ആർ ഗെറ്റിംഗ് എ മെമ്പർഷിപ്പ് ഇൻ ടു ദീസ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. അപ്പൊ ഈ മെമ്പർഷിപ്പ് കിട്ടിയാൽ എന്താണ് ഉപയോഗം എന്ന് പറഞ്ഞാൽ, ഈ മെമ്പർഷിപ്പ് കിട്ടിയാൽ ചില കാര്യങ്ങൾക്ക് നമുക്ക് ചില റൈറ്റ്സ് ഒക്കെ ഉണ്ടാവും. ചില ആക്ടുകൾ പ്രകാരം
ചില പല ഡ്യൂട്ടീസും ചെയ്യേണ്ടത് ചില ഇതേപോലത്തെ പ്രൊഫഷണൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ചെയ്യേണ്ടത്. അതിൽ CMA കാര്യം എന്താണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. CMAയും CAയും ശരിക്കും ഓവർലാപ്പിംഗ് ഉള്ളതാണ്. ഷാനിൽ ഉസ്മാൻ സാർ പറഞ്ഞ അതേ 3 സ്റ്റേജസ് തന്നെയാണ് CMAയിൽ വരുന്നത്. CMA എന്ന് പറയുന്ന ഈ കോഴ്സ് കൊടുക്കുന്നത് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അവർ ഹെഡ് ക്വാർട്ടേഴ്സ് കൽക്കട്ടയിലാണ്. ഏതാണ്ട് ഇന്ത്യയിൽ ഇപ്പോൾ 85,000 ക്വാളിഫൈഡ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഉണ്ട്. ഏതാണ്ട് 5 ലക്ഷം സ്റ്റുഡൻസ് ഈ കോഴ്സ് പെർസ്യൂ ചെയ്യുന്നുണ്ട്. ഈ കോഴ്സും 3 സ്റ്റേജസിലാണ് ഉള്ളത്: ഫൗണ്ടേഷൻ, ഇന്റർ, ഫൈനൽസ്. ഈ കോഴ്സിലും എൻട്രി ലെവൽ ഷാനിൽ ഉസ്മാൻ സാർ പറഞ്ഞ അതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും എൻട്രി ലെവൽ വരുന്നത്. +2 കഴിഞ്ഞിട്ട് നമുക്ക് ഫൗണ്ടേഷൻ കോഴ്സിലേക്ക് വരാം. ഫൗണ്ടേഷൻ പാസ്സായിട്ട് ഇന്ററിലേക്ക് വരാം. അതല്ല എങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഡിഗ്രി കഴിയുകയോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആണെങ്കിൽ 4 സെമിസ്റ്റേഴ്സ് കഴിയുകയോ ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇന്റർ കോഴ്സിലേക്ക് വരാം. അത് കഴിഞ്ഞ് ഇന്ററിൽ തന്നെ നമുക്ക് ഈ ഫൗണ്ടേഷനിൽ നമുക്ക് 4 പേപ്പേഴ്സ് ആണുള്ളത്. ഇപ്പം ഇവിടുത്തെ പേപ്പേഴ്സും ശരിക്കും ഓവർലാപ്പിംഗ് ഉണ്ട്. CAയുമായിട്ടുള്ള എല്ലാ പേപ്പേഴ്സും തന്നെയാണ് നമുക്ക് CMAയിലും പഠിക്കാനുള്ളത്. പക്ഷെ ഒറ്റ വ്യത്യാസം മാത്രമാണ് മെയിനായിട്ട് വരുന്നത്. CAക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഓഡിറ്റിംഗ് എന്നാണെങ്കിൽ CMAക്ക് കോസ്റ്റ് ഓഡിറ്റിങ്ങും കോസ്റ്റിങ്ങുമാണ്. പഠിക്കുന്ന പേപ്പറുകളുടെ സിലബസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒരു CA സ്റ്റുഡൻറ്റും CMA സ്റ്റുഡൻറ്റും പഠിക്കുന്ന സിലബസുകൾ ഏതാണ്ട് സെയിം ആണ്. എക്സെപ്റ്റ് ഒരു CMA സ്റ്റുഡൻറ്റ് അല്പം കൂടെ കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിട്ട് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് റിലേറ്റഡ് സബ്ജക്ട്സിന് ഊന്നൽ കൊടുക്കുകയും കോസ്റ്റ് ഓഡിറ്റിന് ഊന്നൽ കൊടുക്കുകയും ചെയ്യുന്നു. ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് സ്റ്റുഡന്റ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും ഓഡിറ്റിങ്ങിന് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കോസ്റ്റ് റെക്കോർഡ്സും ബാക്കിയുള്ള കാര്യങ്ങളാണ് ഒരു കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിന് നോക്കുന്നത്. സബ്ജക്റ്റുകൾ പറയുകയാണെങ്കിൽ ഷാനിൽ ഉസ്മാൻ സാർ CAക്ക് പറഞ്ഞ അതേ സബ്ജക്ട്സ് തന്നെയാണ് ഇവിടെയും ഉള്ളത്. ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അവിടെ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഓഡിറ്റ് തന്നെ പലതരത്തിലുള്ള ഓഡിറ്റ് ഇപ്പോൾ തന്നെ ഉണ്ട്. ഉദാഹരണത്തിന് ഇപ്പം നമ്മളുടെ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ചാർട്ടേഡ് അക്കൗണ്ടൻസ് മാത്രം ചെയ്യാൻ ഒക്കുന്ന ഓഡിറ്റ് ഉണ്ട്. പിന്നെ ഇന്റേണൽ ഓഡിറ്റ്സ് ഉണ്ട്, കോസ്റ്റ് ഓഡിറ്റ്സ് ഉണ്ട്, സെക്രട്ടേറിയൽ ഓഡിറ്റ്സ് ഉണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള ഓഡിറ്റുകൾ പല നിയമങ്ങൾ പ്രകാരം ഇന്ത്യയിൽ നമുക്ക് ഇപ്പോൾ ചെയ്യാൻ ഒക്കും. അപ്പം ഈ സബ്ജക്ട്സുകൾ പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ, അല്ലെങ്കിൽ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ മെമ്പർഷിപ്പ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഇത്തരം ജോലികൾ ചിലതൊക്കെ നമുക്ക് ചെയ്യാൻ ഒക്കത്തുള്ളൂ. അപ്പോൾ ഒരു CA, CMA, CS എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മെമ്പേഴ്സിന് മാത്രം പ്രത്യേകമായിട്ട് ചില ജോലികൾ ചെയ്യാൻ അനുവദനീയമായിട്ടുള്ളൂ. ഇവിടെയും ഈ 4 സബ്ജക്റ്റുകളിൽ ഈ 3 സ്റ്റേജസിൽ ഇവിടെ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫൗണ്ടേഷനിൽ നമുക്ക് 4 സബ്ജക്ട് പഠിക്കാനുണ്ട്. ഈ 4 സബ്ജക്റ്റിൽ CAയിൽ പഠിക്കുന്ന അതേ സബ്ജക്ട്സ് തന്നെയാണ് ഇവിടെയും പഠിക്കാനുള്ളത്. മെയിനായിട്ട് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് അല്പം ഉണ്ട്. ഈ മാത്തമാറ്റിക്സും സ്റ്റാറ്റിസ്റ്റിക്സും നമ്മൾ പഠിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ മെയിനായിട്ട് ഇതിന്റെ ആപ്ലിക്കേഷൻസ്, പ്രധാനമായിട്ട് ഇതിന്റെ ടെക്നിക്സും ടൂൾസും ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും പല സന്ദർഭങ്ങളിൽ. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഏരിയാസിൽ, സ്ട്രാറ്റജി കോസ്റ്റ് മാനേജ്മെന്റ് ഏരിയാസിലൊക്കെ അപ്ലൈ ചെയ്യേണ്ടി വരും. ലോ പഠിക്കാനുണ്ട്, അക്കൗണ്ടൻസി പഠിക്കാനുണ്ട്, ഇക്കണോമിക്സ് പഠിക്കാനുണ്ട്. ഇത് ഫൗണ്ടേഷൻ കോഴ്സിൽ നമുക്ക് പഠിക്കാനുള്ള 4 പേപ്പറുകളാണ്. ഇത് കൂടാതെ നമ്മൾ ഇന്റർ സ്റ്റേജിൽ വരുമ്പോൾ അവിടെ 8 പേപ്പറുണ്ട്. CAക്ക് പഠിച്ച അതേ CAയുടെ ഇന്ററിൽ പഠിക്കുന്ന അതേ പേപ്പേഴ്സിൽ തന്നെയാണ് ഇവിടെയും വരുന്നത്. സിലബസിൽ മാത്രമേ ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണും. അതേപോലെ ഫൈനൽസിൽ വരുമ്പോഴും 8 പേപ്പറുണ്ട്. മെയിനായിട്ട് CAയിൽ പഠിക്കുന്ന അതേ പേപ്പേഴ്സ് തന്നെയാണ്. ചെറിയൊരു വ്യത്യാസം, 1-2 പേപ്പറുകൾ ചെറിയ വ്യത്യാസമുണ്ട്. മെയിനായിട്ട് ഇവിടെ ബിസിനസ് വാല്യുവേഷൻ എന്നൊരു പേപ്പർ ഇവിടെ വരുന്നുണ്ട്. ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞ ഏരിയ അത്രയ്ക്ക്, അതായത് അക്കൗണ്ട്സിന്റെ അഡ്വാൻസ് സ്റ്റേജസിന്റെ അത്ര കൂടുതൽ കവറേജ് CAക്ക് പഠിക്കുന്നത് പലരും ഇവിടെ ഇല്ല. പക്ഷേ കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നു. ഇത് കൂടാതെ ഒരു ഇന്ററിലേക്ക് നമുക്ക് വരുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇപ്പം CMA ഇൻസ്റ്റിറ്റ്യൂട്ട് ശരിക്കും ഈ ജോബ് റിലേറ്റഡ് അല്ലെങ്കിൽ സ്കിൽ റിലേറ്റഡ് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ഇന്റർ നമുക്ക് എക്സാമിനേഷൻ എഴുതണമെങ്കിൽ 140 മണിക്കൂർ കമ്പ്യൂട്ടർ റിലേറ്റഡ് ട്രെയിനിങ്സ് ഉണ്ട്. ഈ കമ്പ്യൂട്ടർ റിലേറ്റഡ് ട്രെയിനിങ്സ് തന്നെ അവർ വളരെ പ്രധാനമായിട്ടുള്ളത് 2 ഈ 140 മണിക്കൂറിൽ SAP എന്ന് പറഞ്ഞ ഒരു ERP സോഫ്റ്റ്വെയർ ഉണ്ട്. എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്ങിന്റെ ഒരു സോഫ്റ്റ്വെയർ, വളരെ പ്രധാനപ്പെട്ട ഒരു സോഫ്റ്റ്വെയർ ആണ്. ഈ സോഫ്റ്റ്വെയറിൽ
നമുക്കൊരു 40 മണിക്കൂർ ട്രെയിനിങ് തരും. കൂടാതെ മൈക്രോസോഫ്റ്റിന്റെ പല ടൂൾസും, വേർഡ്, എക്സൽ, പവർ പോയിന്റ്, അവരുടെ ഡാറ്റാബേസ്, അതൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഒരു ട്രെയിനിങ് 40 മണിക്കൂറുണ്ട്. അതുകൂടാതെ ഇലക്ട്രോണിക് ഫയലിംഗ്, നമുക്ക് പല തരത്തിലുള്ള ഫയലിങ്സ് ഒക്കെ നടത്താനുണ്ട്. ആ ഫയലിങ്ങിനെ കുറിച്ചുള്ള ട്രെയിനിങ്ങും ഉണ്ട്. ഇങ്ങനെ 140 മണിക്കൂർ ഒരു സ്കിൽ റിലേറ്റഡ് ട്രെയിനിങ് ഉണ്ട്. ഈ 140 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്ത, ഈ സ്കിൽ റിലേറ്റഡ് ട്രെയിനിങ്സ് കംപ്ലീറ്റ് ചെയ്ത കുട്ടികൾക്ക് മാത്രമേ ഇന്റർ എഴുതാനൊക്കത്തുള്ളൂ. അപ്പൊ ഈ പരിപാടി, ഈ പർട്ടിക്കുലർ ട്രെയിനിങ് തന്നെ ഇന്ററിന് കയറുമ്പോൾ തന്നെ നമുക്ക് രജിസ്റ്റർ ചെയ്യാം. ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. മിക്കവാറും ഓൺലൈനിലായിട്ടായിരിക്കും അത് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഇന്റർ കഴിയുന്നതോടൊപ്പം നമുക്കൊരു 15 മാസത്തെ കമ്പൽസറി ട്രെയിനിങ് ഉണ്ട്. അത് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്. അത് സാധാരണ രീതിയിൽ നമുക്ക് എക്സ്പീരിയൻസ് വേറെ ഉണ്ട് എങ്കിൽ അത് 15 മാസം എന്തായാലും നമുക്ക് ചെയ്താൽ മതി. എക്സ്പീരിയൻസ് ഇല്ല എങ്കിൽ അത് 3 വർഷത്തെ നമുക്ക് ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടി വരും. ആ 3 വർഷത്തെ ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് ജസ്റ്റ് ലൈക്ക് ഒരു CA സ്റ്റുഡന്റ് ചെയ്യുന്നത് പോലെ, അവിടെ ഒരു ആർട്ടിക്കിൾഷിപ്പ് ചെയ്യുന്നത് പോലെ, ഇവിടെ ഒന്നുകിൽ ഒരു ഇൻഡസ്ട്രിയിൽ പോവാം. ചില സ്പെസിഫൈഡ് ഇൻഡസ്ട്രീസ് പറയുന്നുണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നുണ്ട്. ആ ഇൻഡസ്ട്രിയിലെ ഏതെങ്കിലും ചില ഓർഗനൈസേഷൻസ് നമുക്ക് ഈ 3 വർഷത്തെ ട്രെയിനിങ് എടുക്കാം. അതല്ല എങ്കിൽ ഒരു പ്രാക്ടീസിങ് കോസ്റ്റ് അക്കൗണ്ടന്റ് കൂടെ നമുക്ക് ആ ട്രെയിനിങ് കാലാവധി പൂർത്തിയാക്കാം. അപ്പൊ ഈ 3 വർഷത്തെ ട്രെയിനിങ് കാലാവധി പൂർത്തിയാക്കിയിട്ടാണ് ഫൈനൽസ് നമ്മൾ എഴുതുന്നത്. ഫൈനൽസിനും 8 പേപ്പറാണ് ഉള്ളത്. അപ്പം ഇവിടെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ പാസ് പെർസെൻറ്റേജ് ഒക്കെ വരുമ്പോൾ, ഇന്റർനൊക്കെ പാസ് പെർസെൻറ്റേജ് വരുമ്പോൾ മിനിമം ഒരു പേപ്പറിന് 40 മാർക്ക് മതിയാവും. പക്ഷെ ആവറേജ് 50% കിട്ടിയാലേ നമ്മൾ ആ ഗ്രൂപ്പ് പാസ്സാവത്തുള്ളൂ. അപ്പൊ ഒരു ഗ്രൂപ്പിൽ 4 പേപ്പർ വെച്ചാണ് ഉള്ളത്. അപ്പൊ ഒരു ഗ്രൂപ്പ് പാസ്സാകണമെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് ഓരോ പേപ്പറിന് 40 മാർക്കും ആവറേജ് ആയിട്ട് 50% മാർക്കും ഉണ്ടെങ്കിൽ മാത്രമേ ഗ്രൂപ്പ് പാസ്സാവത്തുള്ളൂ. അപ്പോൾ ശരിക്കും ഓവർലാപ്പ് ചെയ്യുന്ന 2 ഏരിയാസ് ആണ് കോസ്റ്റ് അക്കൗണ്ടിങ്, CMAയും CAയും, ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് തമ്മിലുള്ള അവരുടെ ഏരിയാസ്. പക്ഷെ ഒറ്റ കാര്യം, പ്രധാനമുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, പണ്ടത്തെ ഈ കോസ്റ്റ് അക്കൗണ്ടിങ് വരുന്ന പേരായിരുന്നു പണ്ട് ഈ CMAക്കാർക്കും ഉണ്ടായിരുന്നു. ഇപ്പം കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന പേരിലേക്ക് പോയിട്ടുണ്ട്. ഒരു CAക്കാരൻ ചെയ്യാൻ ഒക്കുന്ന ഏതാണ്ട് എല്ലാ കാര്യങ്ങളും ഒരു CMAക്കും ചെയ്യാൻ ഒക്കും, എക്സെപ്റ്റ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ചെയ്യാനൊക്കത്തില്ല. അതേപോലെ പക്ഷെ നമുക്കിവിടെ CMAക്ക് കോസ്റ്റ് ഓഡിറ്റ് ചെയ്യാനൊക്കും. അതല്ലെങ്കിൽ ഏതാണ്ട് ഒരു CAക്ക് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് തന്നെയാണ് CMAയും. CAയുടെ അത്ര ടഫാണോ എന്ന് ചോദിച്ചാൽ ആണ്, പക്ഷെ എന്നാൽ അത്ര ടഫായിട്ടില്ല. അല്പം 1-2 നോച്ചസ് കുറവായിരിക്കും. Those who have raised hands, തീർച്ചയായിട്ടും we'll get back to you. നിങ്ങൾ ആ ഡൗട്ട്സ് നിങ്ങൾ വെച്ചിരിക്കുക. നമ്മൾ ആ ഡൗട്ട് ക്ലിയറൻസ് സെഷനിൽ നമുക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. ഓക്കെ. പിന്നീട് ഇതിനകത്ത് ഒരു CMA പാസ്സായി കഴിഞ്ഞാൽ നമ്മുടെ സ്കോപ്പ് എന്താണ്? എക്സാക്ട്ലി സെയിം ആസ് ദാറ്റ് ഓഫ് CA. അതായത് പ്രധാനമായിട്ട് 3 ഏരിയാസ് ആണ്. ഒന്നുകിൽ നമുക്ക് തന്നെ ജോലിയിൽ കയറാം, അതല്ലെങ്കിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അത് ചാർട്ടേഡ് അക്കൗണ്ട് പ്രാക്ടീസ് ചെയ്യുന്ന പോലെ കോസ്റ്റ് അക്കൗണ്ടിനും പ്രാക്ടീസ് ചെയ്യാം. നമുക്കൊരു ജോലിയിൽ വേണമെങ്കിലും കയറാം, അതല്ലെങ്കിൽ നമുക്ക് തന്നെ സ്വന്തമായിട്ട് നമുക്കൊരു ബിസിനസ് നടത്താം. അങ്ങനെ ഏത് രീതിയിൽ നമുക്ക് CAക്ക് ആവശ്യമുള്ള, CAക്ക് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും CMAക്കും ആവശ്യം ഇതുണ്ട്. ഇപ്പോ CMAയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ശരിക്കും ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ട്. പണ്ട് ഈ CMAക്ക് ക്യാമ്പസ് ഇന്റർവ്യൂസ് ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ അവർ ക്യാമ്പസ് ഇന്റർവ്യൂസ് നടത്തുന്നുണ്ട്. ഏതാണ്ട് അവർ പറയുന്നത് ഏതാണ്ട് CMA പാസ്സായിട്ടുള്ള കുട്ടികൾ ഈ ക്യാമ്പസ് ഇന്റർവ്യൂവിലൊക്കെ പോകുന്ന ആൾക്കാരിൽ 70% ഓഫ് ദം ആർ ഗെറ്റിംഗ് പ്ലേസ്ഡ്. ആൻഡ് അവരുടെ സ്റ്റാർട്ടിംഗ് സാലറി ഇസ് അറൌണ്ട് 80,000 പെർ മന്ത് ആൻഡ് ഇറ്റ് ഗോസ് ടു അറൌണ്ട് 2.5 lakhs. നല്ല സ്മാർട്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. And most of the people, CMA qualified, 90% of the students are getting placed. CMA USA discussion undo, adaka we'll discuss that. CMA USA discussion unda Prince sir adu edukunnundu. Okay.
പിന്നീട് ഈ CMA നമുക്ക് പാസ്സായാൽ, നമ്മൾ ഇന്ത്യൻ CMA പാസ്സായാൽ തന്നെ CMA US-ലെ മെമ്പർഷിപ്പ് നമുക്ക് കിട്ടും. അതും അങ്ങനെയുണ്ട്. അവർക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പല മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ട്. അപ്പം അത്തരം അണ്ടർസ്റ്റാൻഡിങ്സ് വഴി ഒരു പ്രൊഫഷണൽ ഡിഗ്രി നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ മറ്റുള്ള ഡിഗ്രികൾ എടുക്കാനും നമുക്ക് എളുപ്പമായിട്ടുണ്ടാവും. ഇപ്പൊ ഒരു CMA-യുടെ സ്കോപ്പ് ഈ കാലങ്ങളിൽ അല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് വീണ്ടും വളരെയധികം ഇംപ്രൂവ് ചെയ്യുകയാണ്. അപ്പൊ CMA-യും CA-യും ഏതാണ്ട് നമുക്ക് ഒരു സിസ്റ്റർ ഓർഗനൈസേഷൻസ് ആണെന്ന് തന്നെ പറയാം. അവരുടെ സിലബസിന്റെ ഡെപ്ത് മാത്രം അല്പം വ്യത്യാസം, ചില കാര്യങ്ങളിൽ വ്യത്യാസം വരുന്നുണ്ടെന്ന് മാത്രം നമുക്ക് പറയാം. ഓക്കെ, അപ്പം ശ്രുതി വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നോക്കാം, പിന്നീട് ഡൗട്ട് ക്ലിയറൻസ് സെഷനിൽ നോക്കാം. ബിക്കോസ് ദർ ഇസ് എ ലോട്ട് ഓഫ് ഓവർലാപ്പിംഗ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷാൻ ഉസ്മാൻ സാർ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ഐ ഡോണ്ട് വാണ്ട് ടു റിപ്പീറ്റ്. ഇതിനകത്തുള്ള ഡെപ്ത് ഞാൻ നേരത്തെ ഷാൻ ഉസ്മാൻ സാർ പറഞ്ഞ പോലെ പ്രയാസമാണോ, ഈ കോഴ്സുകൾ പ്രയാസമാണോ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ എബിലിറ്റി ടു വർക്ക് ഹാർഡ്. കാരണം ഇറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു ബി എ കേക്ക് വാക്ക്. അത് നമുക്ക് ഫോക്കസ്ഡ് ആയിട്ടുള്ള അറ്റൻഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കോഴ്സുകൾ പാസ്സാവാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കോഴ്സുകൾ പാസ്സായിട്ട് അല്ലെങ്കിൽ CMA-യോ CA-യോ പാസ്സായി അൺഎംപ്ലോയിഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ വളരെ വളരെ റെയർ ആണ്, വിരളമാണ്. Okay, Shruti, we'll continue this. Yes, sir. So I think almost a basic idea sir കൊടുത്തിട്ടുണ്ട്, and I think definitely they will be having എന്താ പറയാ doubts as well. അപ്പം എല്ലാവരുടെ ഡൗട്ട്സും നമ്മൾ ഈ ഒരു സെഷന്റെ എൻഡിൽ ഡെഫിനറ്റ്ലി നമ്മൾ ആൻസർ ചെയ്യും. അപ്പൊ ഡൗട്ട്സ് എല്ലാവരും നിങ്ങൾ അതിൽ മെസ്സേജ് അയച്ചിട്ടോളൂ, അല്ലെങ്കിൽ യു ക്യാൻ ടൈപ്പ് ഇറ്റ് towards the end of the session. Thank you so much Venu sir. Venu sirനെ പറ്റി ഒരു മെയിൻ കാര്യം ഞാൻ ആക്ച്വലി നേരത്തെ പറയാൻ വിട്ടുപോയി. ഇതിലുള്ളവർക്ക് അറിയാൻ ചാൻസ് ഇല്ല. He is also an ex civil servant. അതൊരു വളരെ മേജർ പാർട്ടാണ് സാറിനെ പറ്റി പറയേണ്ടായിരുന്നത്. ആൻഡ് ഐ തിങ്ക് ഹി ഹാസ് ടേക്കൺ എ VRS ഫ്യൂ ഇയേഴ്സ് ബിഫോർ. സോ ഹി വാസ് ഓൾസോ ഇൻ ടു ദ സിവിൽ സർവീസ്. ഒരുപാട് കാലം നമ്മളെ രാജ്യത്തെ സിവിൽ സർവന്റ് ആയിട്ട് വർക്ക് ചെയ്തതുമാണ് സാർ. താങ്ക് യു സോ മച്ച് ഫോർ ദ സെഷൻ സർ. താങ്ക് യു സോ വെരി മച്ച് ഫോർ ടേക്കിംഗ് അപ്പ് സം ടൈം ആൻഡ് ജോയിനിങ് അസ്. താങ്ക് യു. റൈറ്റ്. സോ നെക്സ്റ്റ് നമ്മളെ കൂടെ ഉള്ളത് കമ്പനി സെക്രട്ടറി കോഴ്സിനെ പറ്റിയിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു ഐഡിയ തരാൻ വേണ്ടി വി ഹാവ് കമ്പനി സെക്രട്ടറി മിസ്റ്റർ അരുൺ നായർ വിത്ത് us. അരുൺ സർ, വെൽക്കം ടു ദ സെഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ സാറ് ഒരു ഗവൺമെന്റ് എംപ്ലോയി ആണ്. ഹീസ് എ GST ഓഫീസർ ആൻഡ് ഹി ഈസ് ഓൾസോ ടേക്കൻ ലോ ആസ് വെൽ. അപ്പൊ ഞാൻ ടൈം അധികം വേസ്റ്റ് ചെയ്യുന്നില്ല. സോ ഞാൻ അരുൺ സാറിന് ഈ ഒരു സെഷൻ, CS-ന്റെ ഒരു സെഷൻ നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യാണ്. സർ പ്ലീസ്. താങ്ക് യു. ഞാനിപ്പോൾ ഒരു പവർ പോയിന്റ് ഷെയർ ചെയ്തിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? ഹലോ, യെസ്, ഓക്കെ. സോ കമ്പനി സെക്രട്ടറിഷിപ്പ് കോഴ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. എൻ്റെ പേര് അരുൺ. ഞാൻ CS കഴിഞ്ഞിട്ട് CS വിത്ത് LLB, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഗവൺമെൻറ് സർവീസിലാണ്, GST ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ബിക്കോസ് എനിക്ക് ഗവൺമെൻറ് സർവീസിലോട്ട് ഒരു താല്പര്യം തോന്നി, അതുകൊണ്ട് ഇങ്ങോട്ട് വന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കമ്പനി സെക്രട്ടറി കോഴ്സിനെ കുറിച്ച് പറയാം. നമ്മുടെ ഗവേണൻസ് പ്രൊഫഷണൽ. ഓക്കെ, കമ്പനി സെക്രട്ടറീസ് ആർ ട്രീറ്റഡ് ആസ് ഗവേണൻസ് പ്രൊഫഷണൽസ്. നമ്മൾ ഈ സാധാരണ ഇപ്പോൾ കൊമേഴ്സ് ഗ്രാജുവേറ്റ്സ് അല്ലെങ്കിൽ കൊമേഴ്സ് എന്ന് പറയുന്ന ആ ഒരു സ്ട്രീമിൽ പഠിക്കുന്നവർക്ക്, ഫിനാൻസ് റിലേറ്റഡ് ആയിട്ട് പഠിക്കുന്നവർ 3 കോഴ്സസാണ്. നമ്മൾ വേണു സാർ പറഞ്ഞതുപോലെ 3 കോഴ്സസാണ് ഏറ്റവും ഫ്രണ്ടേഴ്സ് ആയിട്ടുള്ളത്. ഒന്ന് ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ്, പിന്നൊന്ന് കോസ്റ്റ് അക്കൗണ്ടൻസ് CMA, പിന്നൊന്ന് കമ്പനി സെക്രട്ടറീസ്. അതിൽ ഈ കമ്പനി സെക്രട്ടറി കോഴ്സ് കൊമേഴ്സുകാർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതല്ല. ഇപ്പോൾ ഈ 3 കോഴ്സിലും ഏത് സ്ട്രീമിലുള്ള ആൾക്കാർക്കും വരാൻ പറ്റും. പക്ഷേ കമ്പനി സെക്രട്ടറി കോഴ്സ് ഫിനാൻസിനേക്കാൾ കൂടുതലായിട്ട് ലോ ആണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കൊമേഴ്സ് പഠിക്കുന്ന ആൾക്കാർക്കും വരാം, അതുപോലെ എക്കണോമിക്സോ മറ്റോ അങ്ങനെയുള്ള സബ്ജക്ട്സ് ഡിഗ്രി ചെയ്തവർക്ക് വരാം, സയൻസ് സ്ട്രീമിലുള്ളവർക്ക് വരാം, ആർക്ക് വേണമെങ്കിലും വരാം. ഈ 3 കോഴ്സിലേക്ക് ആർക്ക് വേണമെങ്കിലും വരാം. പക്ഷേ ഇത് കൂടുതലും അടുത്ത് നിൽക്കുന്നത് കൊമേഴ്സ് ഫിനാൻസ് ഫീൽഡുമായിട്ടാണ്. ഓക്കെ, സോ എന്താണ് ആക്ച്വലി ഒരു കമ്പനി സെക്രട്ടറി ചെയ്യുന്നത്? കമ്പനി സെക്രട്ടറി ബീങ് എ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ പറയാം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ ഒരു കോഴ്സ് നടത്തുന്നത്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ മൂന്നിലും ഈ ഞാനിപ്പോൾ പറഞ്ഞ 3 സ്റ്റാറ്റ്യൂട്ടറി
ഇപ്പോൾ CA ആണെങ്കിലും CMA ആണെങ്കിലും CS ആണെങ്കിലും ഈ 3 ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഏറ്റവും യങ് ആണ്. 1980 ആക്ട് പ്രകാരമാണ് ഈ കമ്പനി സെക്രട്ടറീസ് വന്നിരിക്കുന്നത്. മറ്റെല്ലാം 1940s 50s ഒക്കെ ഉള്ള ആക്ടാണ്. ഓക്കെ, അപ്പോൾ ഇത് ഫംഗ്ഷൻ ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെ കീഴിലാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെ കീഴിലാണ് ഇത് ഫംഗ്ഷൻ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ കമ്പനി സെക്രട്ടറി എന്ന് പറയുന്ന പ്രൊഫഷനെയും കമ്പനി സെക്രട്ടറീസിനെയും റെഗുലേറ്റ് ചെയ്യും അവരുടെ പ്രൊഫഷൻ ഡെവലപ്പ് ചെയ്യാനും വേണ്ടിയിട്ട് ആണ് ഇവർ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്താണ് ഒരു ഗവേണൻസ് പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ? ഇപ്പോൾ കമ്പനി സെക്രട്ടറി ബീങ് എ ഗവേണൻസ് പ്രൊഫഷണൽ, അയാളൊരു ഫിനാൻസ് പ്രൊഫഷണൽ ആണെന്ന് ചോദിച്ചാൽ അല്ല. ആണോന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ, പക്ഷെ പൂർണ്ണമായിട്ട് ഒരു ഫിനാൻസ് പ്രൊഫഷണൽ ആണെന്ന് ചോദിച്ചാൽ അല്ല. ഒരു ലീഗൽ പ്രൊഫഷണൽ ആണോന്ന് ചോദിച്ചാൽ അല്ല. ഒരു കോർപ്പറേറ്റ് ലോയർ ആണോ കമ്പനി സെക്രട്ടറി എന്ന് ചോദിച്ചാലും പൂർണ്ണമായ ഉത്തരം അങ്ങനെയല്ല. ഇതെല്ലാം ചെയ്യുന്നുണ്ട്. സോ ഇതെല്ലാം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിന് ഒരു ഗവേണൻസ് പ്രൊഫഷണൽ എന്ന് വിളിക്കാം. അങ്ങനെയുള്ളൊരു ഗവേണൻസ് പ്രൊഫഷണൽ ഒരു കമ്പനിയിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇപ്പോൾ CS-ഉം CA ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ CA എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ എല്ലാ തട്ടിലുള്ള ആൾക്കാർക്ക് ഒരുവിധം അറിയാവുന്ന ഒരാളാണ്. കാരണം ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചും ഒരു CAയുടെ സർവീസ് നമുക്ക് ആവശ്യമായിട്ട് വരും. റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴും, അല്ലെങ്കിൽ ഇപ്പം വിദേശ രാജ്യങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ഈ അസറ്റ് സ്റ്റേറ്റ്മെൻറ്റ് സൈൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ പല വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കും നമ്മളൊരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനെ സമീപിക്കാറുണ്ട്. പക്ഷേ ഒരു കമ്പനി സെക്രട്ടറിയെ നമ്മൾ അങ്ങനെ സമീപിക്കാറില്ല. അപ്പോൾ കാരണം അദ്ദേഹത്തിൻ്റെ വർക്ക്, അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫൈല് ദാറ്റ് റിവോൾവ്സ് അറൗണ്ട് ദാറ്റ് കമ്പനീസ്. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് ഒരു കമ്പനിയിൽ ഒരു കമ്പനി സെക്രട്ടറി ചെയ്യുന്നത് അതാണ് ആ താഴെ പറഞ്ഞിരിക്കുന്നത്. ഹി ബേസിക്കലി അഡ്വൈസസ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, പിന്നെ കീ മാനേജീരിയൽ പേഴ്സണൽ എന്ന കാറ്റഗറിയിലാണ് അവർ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. KMP, ജസ്റ്റ് ലൈക്ക് MD ഓഫ് എ കമ്പനി, ഡയറക്ടേഴ്സ്, ആ ഒരു തലത്തിലാണ് കമ്പനി സെക്രട്ടറീസ് നിൽക്കുന്നത്. പിന്നെ ഒരു കംപ്ലയൻസ് ഓഫീസറാണ്. ലീഗൽ കംപ്ലയൻസ് എല്ലാം, ഒരു കമ്പനി ലീഗൽ കംപ്ലയൻസ് എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് കമ്പനി സെക്രട്ടറിയുടെ ഉത്തരവാദിത്തമാണ്. പിന്നെ സെക്രട്ടറിയൽ ഓഡിറ്റ്, നമുക്ക് പലതരം ഓഡിറ്റുകളുണ്ട്. പരിചയപ്പെടുത്തി മുമ്പ് നമ്മൾ വേണു സാർ സംസാരിച്ചപ്പോൾ പരിചയപ്പെടുത്തിയാണ്. പല ഓഡിറ്റ്സ് ഉണ്ട്. ഇന്റേണൽ ഓഡിറ്റ്, സ്റ്റാറ്റുട്ടറി ഓഡിറ്റ്, സെക്രട്ടറിയൽ ഓഡിറ്റ്, കോസ്റ്റ് ഓഡിറ്റ്. ഇതിൽ സെക്രട്ടറിയൽ ഓഡിറ്റ് എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ഓഡിറ്റ് ചെയ്യാൻ കമ്പനി സെക്രട്ടറീസിന് മാത്രമാണ് അനുവാദം കൊടുത്തിരിക്കുന്നത്. പിന്നെ കോർപ്പറേറ്റ് റിസ്ക് മാനേജർ, കമ്പനികളുടെ റിസ്ക് മാനേജ് ചെയ്യാനും. പിന്നെ ചീഫ് ഗവേണൻസ് ഓഫീസറായിട്ട് അദ്ദേഹത്തിന് അപ്പോയിന്റ് ചെയ്യുന്നു. കോർപ്പറേറ്റ് പ്ലാനിങ്, സ്ട്രാറ്റജിക് പ്ലാനിങ്, ഇന്റേണൽ ഓഡിറ്റ് കമ്പനി സെക്രട്ടറീസിനും ചെയ്യാവുന്നതാണ്. ഇപ്പോൾ വന്ന GSTക്കകത്ത് GST പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യാം. രജിസ്റ്റേർഡ് വാല്യൂവർ, ഇൻസോൾവൻസി പ്രൊഫഷണൽ, ആൻഡ് പല ഫോറത്തിലും കമ്പനിയെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി സെക്രട്ടറീസ് എലിജിബിൾ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു കമ്പനി സെക്രട്ടറിയുടെ റൂള്. ഓക്കെ, ICSI എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്, ഈ കോഴ്സ് നടത്തുന്നത്. അവർക്ക് രാജ്യം മുഴുവനും എല്ലാ സ്റ്റേറ്റിലും അവർക്ക് ചാപ്റ്റേഴ്സ് ഉണ്ട്. അവർക്ക് ചാപ്റ്റേഴ്സ് ആൻഡ് ഒരു സെൻറ്റർ ഓഫ് എക്സലൻസ്, അങ്ങനെ സെൻറ്റർ ഫോർ കോർപ്പറേറ്റ് ഗവേണൻസ് ആൻഡ് റിസർച്ച്, അങ്ങനെയുള്ള ഒരുപാട്. ഞാൻ സാലറിയെ പറ്റി പറയാം. സാലറിയെ പറ്റി ക്വസ്റ്റ്യൻ വന്നുകൊണ്ട് സാലറിയെ പറ്റിയൊക്കെ പറയാം. ഓക്കെ, ആദ്യമേ സാലറിയിലോട്ട് പോകണം. നമുക്ക് ആദ്യം കോഴ്സ് ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് പറയാം. ഓക്കെ, നമുക്ക് ഇപ്പോൾ 60,000, ഇപ്പോൾ ഞാൻ പറഞ്ഞു യങ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് ക്വാളിഫൈഡ് മെമ്പേഴ്സ് നമുക്കിപ്പോൾ കുറവാണ്. അത് തന്നെയാണ് ഈ പ്രൊഫഷൻ്റെ ഏറ്റവും വലിയൊരു ഇപ്പോൾ ഒരു അട്രാക്ഷനും. കാരണം ഒരുപാട് പോസിബിലിറ്റീസ് ഇപ്പോഴും ഈ പ്രൊഫഷനിൽ ഉണ്ട്. അതിപ്പോഴും അങ്ങോട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. ആൾക്കാർ ആവശ്യം വളരെ കൂടുതലുണ്ട്, പക്ഷേ അത്രത്തോളം ആൾക്കാർ വന്നിട്ടില്ല. 60,000 മെമ്പേഴ്സാണ് ഉള്ളത്. അവർ എംപ്ലോയ്മെൻറ്റിലും പ്രാക്ടീസിലും ഒക്കെ ആയിട്ട്. പിന്നെ ഒരു 3 ലക്ഷത്തോളം സ്റ്റുഡൻസ് ഇപ്പോൾ എൻറോൾ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ ഏകദേശം 200ഓളം എക്സാമിനേഷൻ സെൻറ്റേഴ്സ് ഉണ്ട്. പിന്നെ ഒരു ദുബായിലൊരു സെൻറ്റർ ഉണ്ട്. ഓക്കെ, ഇനി സാധാരണ ഈ CS-നും മറ്റ് പ്രൊഫഷണൽ കോഴ്സസ് ഒക്കെ സംബന്ധിച്ചുള്ള ഒരു മിസ്കൺസെപ്ഷൻസ് ഒന്ന് പറയാം. സാധാരണ പറയാറുള്ള ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചില തോന്നലുകളാണ്, അതൊന്ന് തിരുത്താൻ ഉദ്ദേശിക്കുന്നു. ഇതൊരു എക്സ്ട്രീംലി ടഫ് കോഴ്സാണ്. എൻ്റർ ചെയ്യാൻ വളരെ ഈസിയാണ്, ഇറങ്ങാനാണ് പാട്. സാധാരണ ഈ MBBS-ഓ മറ്റേ എഞ്ചിനീയറിംഗ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കയറി പറ്റാനാണ് പാട്, ഒന്ന് എൻട്രി കിട്ടാനാണ് പാട്. എൻട്രൻസ്, നീറ്റും അതുപോലെയുള്ള എൻട്രൻസ് എഴുതി കയറി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല, തിരിച്ചിറങ്ങുന്ന എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് ഇറങ്ങി വരാം. പക്ഷെ ഇവിടെ ഈസി ആയിട്ട് എൻ്റർ ചെയ്യാൻ പറ്റും, പക്ഷെ ഇറങ്ങി വരാൻ വലിയ പാടാണ്. ഓക്കെ, ശരി. അപ്പോൾ അങ്ങനെ ഒരു തോന്നലുണ്ട്, അതൊരു മിസ്കൺസെപ്ഷൻ ആണെന്നേ പറയാൻ പറ്റുള്ളൂ. അത് ടഫ് ടു പെർസീവ്. അതിന് ടഫ് ആണെന്ന് ചോദിച്ചാൽ അത് നമ്മൾ അതിനോട് അത്രത്തോളം ആത്മാർത്ഥത കാണിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ കോഴ്സ് പെർസ്യൂ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു തോന്നൽ പലർക്കും ഉണ്ടാവും. ഗ്രാജുവേഷൻ നിർബന്ധമില്ല. ഗ്രാജുവേഷൻ ഉണ്ടെങ്കിലും ഗ്രാജുവേഷൻ ഇല്ലെങ്കിലും CS കോഴ്സിന് ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങളൊരു എൻട്രി ലെവൽ എക്സാമിനേഷൻ നമ്മൾ അപ്പിയർ ചെയ്ത് പാസ്സായേ പറ്റുള്ളൂ. അതായത് 3 ലെവൽസ് തന്നെയാണ് CS-ന് വരുമ്പോഴും, ഫൗണ്ടേഷൻ, ഇൻ്റർമീഡിയറ്റ് ആൻഡ് ഫൈനൽ. ഇവിടെ പേരുകൾ വ്യത്യസ്തമാണെന്നേ ഉള്ളൂ. നമ്മൾ എൻട്രൻസ് ലെവൽ ആൻഡ്
എക്സിക്യൂട്ടീവ് ലെവൽ ആൻഡ് പ്രൊഫഷണൽ ലെവൽ. പേരുകൾ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ, എല്ലാം ഒന്ന് തന്നെയാണ്. 3 കോഴ്സിനും ലെവൽസ് ഒക്കെ സെയിം തന്നെയാണ്. അതിൽ ഈ ഫസ്റ്റ് ലെവൽ നമുക്ക് കടന്നുകൂടാൻ, ഐ മീൻ ഫസ്റ്റ് ലെവലിലോട്ട് നമുക്ക് എക്സാം അപ്പിയർ ചെയ്യാൻ ഗ്രാജുവേഷൻ നിർബന്ധമാണെന്നൊരു തോന്നൽ എല്ലാവർക്കും ഉണ്ട്. പക്ഷേ അങ്ങനെയില്ല. +2 കഴിഞ്ഞവർക്കോ അല്ലെങ്കിൽ +2 ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കോ, +2 ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അവർ എക്സിക്യൂട്ടീവിന് ജോയിൻ ചെയ്യുമ്പോഴേക്കും പാസ്സായി എന്നുള്ള സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ മതി. അവർക്ക് ഈ എക്സാം അപ്പിയർ ചെയ്യാം. ആ എക്സാമിൻ്റെ ഡീറ്റെയിൽസ് പിന്നീട് പറയാം. പിന്നെ ഒരു ദിവസം ഒരു 14 മുതൽ 16 മണിക്കൂർ അല്ലെങ്കിൽ 20 മണിക്കൂറൊക്കെ പഠിച്ചാലേ ഇത് പാസ്സാവുള്ളൂ, നമ്മളെ കൊണ്ട് പറ്റില്ല എന്നൊരു തോന്നൽ ഒരുപാട് ആൾക്കാർക്കുണ്ട്. അത് നിങ്ങൾക്ക് പഠിക്കണം, അങ്ങനെ പഠിച്ചാലും പ്രശ്നമൊന്നുമില്ല, പക്ഷെ അങ്ങനെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, ഞാൻ ഈ ഷാനവാസ് ഖാൻ്റെ ക്വസ്റ്റ്യനും തിരിച്ചു വരാം. ഓക്കെ, ശരി. ദെൻ CS ക്യാൻ ബി ഡൺ ഓൺലി ബൈ ദോസ് ഹു ആർ ഗുഡ് അറ്റ് മഗിങ് തിയറി. ഇപ്പം നിങ്ങൾ തിയറി നന്നായിട്ട് അറിയാവുന്നവർ മാത്രമേ, തിയറി നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നവർക്ക് മാത്രമേ CS ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഫുൾ ആൻഡ് ഫുൾ തിയറിയാണ്, ഇത് തിയറി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത് കാണാതെ പഠിക്കുന്നവർക്ക് മാത്രമേ ഈ CS-ലോട്ട് വരാൻ പറ്റുള്ളൂ. പിന്നെ ഇത്തരം കോഴ്സുകൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ സോഷ്യൽ ലൈഫ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. ഓക്കെ, നമ്മൾ ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വരുമ്പോൾ ഫുൾ ടൈം ജോബ് ആയിരിക്കും, അങ്ങനെ ഒരു തോന്നൽ കുറേ ആൾക്കാർക്കുണ്ട്. പിന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് പ്രൈവറ്റ് സെക്ടറിൽ മാത്രമേ ഉള്ളൂ എന്നൊരു തോന്നലുണ്ട്. പിന്നെ CS ഒരു കോർപ്പറേറ്റ് ലോവർഷിപ്പ് ആണ് എന്നൊരു തോന്നൽ പലർക്കും ഉണ്ട്. ഓക്കെ, ഇത്തരത്തിലുള്ള ഒരുപാട് മിസ്കൺസെപ്ഷൻസ് ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ട്. പക്ഷെ ഇതെല്ലാം തെറ്റാണ്. ഇതൊന്നും ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യാനും നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള എന്താ പറയുക ഒരു നോർമൽ ലൈഫിനെ ലീഡ് ചെയ്യാനൊക്കെ ഈ പ്രൊഫഷനിലൂടെയൊക്കെ പറ്റും. ഒരു പ്രശ്നമില്ല. തിരക്കുകളുണ്ടാവും. പിന്നെ പ്രൈവറ്റ് സെക്ടറിൽ മാത്രമാണ് ജോലി എന്നുള്ളൊരു തോന്നൽ പലർക്കും ഉണ്ട്. ഇല്ല, ഗവൺമെൻറ് സെക്ടറിലും പബ്ലിക് സെക്ടറിലും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സിലും രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ ഓഫീസിലും. ഇപ്പോൾ ഞാൻ മുമ്പ് പരിചയപ്പെട്ട ഒരു കമ്പനി സെക്രട്ടറി കോഴ്സ് ചെയ്യുന്ന ഒരാൾ പറഞ്ഞത്, ഞാൻ ചോദിച്ചു എന്താ താല്പര്യം, എംപ്ലോയ്മെൻ്റ് ആണോ അതോ പ്രാക്ടീസ് ആണോ എന്ന് ചോദിച്ചപ്പോൾ ഇത് രണ്ടുമല്ല, അവർക്ക് സെബിയിൽ ജോലി കയറണം. സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അത് പഠിച്ചപ്പം സെബിയോട് തോന്നിയൊരു ഇഷ്ടവും ഇതൊക്കെയാണ്. എങ്ങനെയെങ്കിലും സെബിയിൽ ജോലിക്കണം. അപ്പോൾ സെബിയിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ എൻട്രി ലെവലിൽ നമുക്ക് CS എന്ന് പറയുന്നത് അവിടെ ജോബ് കിട്ടാൻ പാസ്സായിരിക്കേണ്ട ഒരു കോഴ്സാണ് ചില പോസ്റ്റിലേക്ക്. അപ്പോൾ അതാണ് താല്പര്യം. അപ്പോൾ അങ്ങനെയും ജോലിക്ക് താല്പര്യപ്പെട്ട് ഈ കോഴ്സിലേക്ക് വരുന്നവരുണ്ട്. അപ്പോൾ ഗവൺമെൻറ് സെക്ടറിലും പ്രൈവറ്റ് സെക്ടറിലും എല്ലാം ഇത് പ്രസക്തമായൊരു കോഴ്സാണ്. ദെൻ എന്തൊക്കെയാണ് ജോലി എന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടത് തന്നെ ഇവിടെ വീണ്ടും പറയുന്നു. ഇനി കമ്പനി സെക്രട്ടറി ഇൻ എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ സാധാരണ എംപ്ലോയ്മെൻറ്റും പ്രാക്ടീസും ഇങ്ങനെ രണ്ടും ലെവൽസ് ആണ്, അല്ലെങ്കിൽ 2 ദിശയിലേക്കാണ് നിങ്ങൾക്ക് തിരിയാൻ പറ്റുന്നത് പാസ്സായി കഴിഞ്ഞാൽ. എംപ്ലോയ്മെൻറ്റിലേക്ക് വരികയാണെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്, പ്രാക്ടീസിലോട്ട് പോവുകയാണെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്. വൺസ് നിങ്ങൾ എംപ്ലോയ്മെൻറ്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രാക്ടീസിലേക്ക് വരാൻ പറ്റുമോ, ഇനി തിരിച്ചു പറ്റുമോ, ഇങ്ങനെയുള്ള ചില സംശയങ്ങളുണ്ടാവും. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് സ്വിച്ച് ഓവർ ചെയ്യാൻ പറ്റുന്നതാണ്. എംപ്ലോയ്മെൻറ്റിൽ ഇരുന്നിട്ട് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസിലോട്ട് വരാം. പ്രാക്ടീസ് ചെയ്തിട്ട് വേണമെങ്കിൽ പ്രാക്ടീസ് തുടങ്ങിക്കഴിഞ്ഞാൽ സാധാരണ ആരും എംപ്ലോയ്മെൻറ്റിലോട്ട് വരില്ല. കാരണം എംപ്ലോയ്മെൻറ്റ് കിട്ടുന്നതിനേക്കാളും കൂടുതൽ കാശും കൂടുതൽ ഇൻകവും അതിൽ വന്നു തുടങ്ങും. ഓക്കെ, ഇത് രണ്ടും എപ്പോൾ വേണമെങ്കിലും മാറാവുന്നതാണ്. ഓക്കെ, എന്തൊക്കെയാണ് ജോലി എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെയാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. പ്രാക്ടീസിലുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. സെക്രട്ടറിയൽ ഓഡിറ്റ് വർക്ക്, പിന്നെ കോർപ്പറേറ്റ് ലോയിൽ എക്സ്പേർട്ട് ആയിരിക്കുക, രജിസ്റ്റേർഡ് വാല്യുവേഷൻസ് ചെയ്യുക, ഷെയർ വാല്യുവേഷനും അസറ്റ് വാല്യുവേഷനും അങ്ങനെയുള്ള കാര്യങ്ങൾ. ഒരു കമ്പനിയുടെ ഇൻസോൾവൻസി ആയിട്ട് ബന്ധപ്പെട്ട്, ഇൻസോൾവൻസി അതൊരു പുതിയ പ്രൊഫഷനാണ്, IP എന്ന് പറയും, ഇൻസോൾവൻസി പ്രൊഫഷണൽ. അതിപ്പോൾ ഈ ഫിനാൻസ് പ്രൊഫഷണൽസിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസിനും കമ്പനി സെക്രട്ടറീസിനും കോസ്റ്റ് അക്കൗണ്ടൻസിനും ഒക്കെ ഒരു പടി കൂടെ മുകളിൽ കയറാൻ പറ്റുന്ന ഒരു ലെവലാണ് IP, ഇൻസോൾവൻസി പ്രൊഫഷണൽസ്. അതിനൊരു എക്സാം ഉണ്ട്, അത് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എക്സാം പാസ്സായി കഴിഞ്ഞാൽ യു വിൽ ബിക്കം എൻ ഇൻസോൾവൻസി പ്രൊഫഷണൽ. ഇപ്പോൾ വളരെയധികം എന്താ പറയുക ഒരു പ്രാമുഖ്യം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഇൻസോൾവൻസി പ്രൊഫഷണൽസ് എന്ന് പറയുന്നത്. പിന്നെ NCLT പ്രാക്ടീസ് ചെയ്യുക. NCLT മീൻസ് നമ്മുടെ ഒരു കമ്പനി ലോ ട്രിബ്യൂണലാണ്. കമ്പനി ലോ കേസസ് ഒക്കെ നടക്കുന്ന സ്ഥലമാണ് കമ്പനി ലോ ട്രിബ്യൂണൽ. അവിടെ പ്രാക്ടീസ് ചെയ്യുക. ഇൻസോൾവൻസി പ്രൊഫഷണലായിട്ട് കമ്പനി സെക്രട്ടറീസിൻ്റെ റോൾ ഉണ്ട്, സ്കോപ്പ് ഉണ്ട്. പക്ഷേ ഇൻസോൾവൻസി പ്രൊഫഷണൽ ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സാം, ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു എക്സാം, മെമ്പർഷിപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സാം എഴുതണം, അത്രയേ ഉള്ളൂ. ശരി, അപ്പോൾ ഇതൊക്കെയാണ് സർട്ടിഫിക്കേഷൻ സർവീസസ്, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ പ്രാക്ടീസിനകത്ത് വരുന്നത്. ഓക്കെ, ശരി. ഇനി നമുക്ക് ഇതിൻ്റെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. കമ്പനി സെക്രട്ടറി ഇൻ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ KMP, കീ മാനേജർ പേഴ്സൺ, ഒരു മാനേജിംഗ് ഡയറക്ടർ, CEO, CFO അവരോടൊപ്പം തന്നെ നിൽക്കുന്ന ഒരു പോസ്റ്റാണ് കമ്പനി സെക്രട്ടറി ഇൻ എംപ്ലോയ്മെൻറ്റ്.
എല്ലാ കമ്പനികളിലും ഒരു പ്രത്യേക എമൗണ്ടിന് മുകളിൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റലുള്ള എല്ലാ കമ്പനികളിലും 10 കോടിക്ക് മുകളിൽ ക്യാപിറ്റലുള്ള കമ്പനികളിലെല്ലാം നിർബന്ധമായിട്ടും കമ്പനി സെക്രട്ടറി വേണമെന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ മറ്റ് ഈ CA/CS പ്രൊഫഷണൽസിന്റെ ഒരു വേറൊരു പ്രത്യേകത, മറ്റ് ആൾക്കാരെ പോലെ മറ്റ് എക്സിക്യൂട്ടീവ്സിനെ പോലെ നമുക്ക് ഈ ഹയർ ആൻഡ് ഫയർ പോളിസി ഒന്നും നമുക്ക് കമ്പനികൾക്ക് വെക്കാൻ പറ്റത്തില്ല. കാരണം അപ്പോയിന്റ് ചെയ്യേണ്ടത് നിർബന്ധമാണ്. അപ്പോയിന്റ് ചെയ്താൽ മാറ്റുക എന്ന് പറയുന്നതും പാടാണ്. അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ അവർക്ക് തോന്നുമ്പോൾ അങ്ങനെ മാറ്റാനൊന്നും പറ്റില്ല. ഓക്കെ, ഇവരെ ഈ കമ്പനിയുടെ നിർബന്ധമാണ്. ആ കമ്പനി ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ അവിടെ ഈ ഒരു പോസ്റ്റിൽ ആളുണ്ടായിരുന്നേ പറ്റൂ. ഇല്ലെങ്കിൽ അത് വയലേഷൻ ഓഫ് ലോ ആയിട്ട് മാറും. ഇൻ പ്രാക്ടീസിൽ വരുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രാക്ടീസിൽ ഒരുപാട് കാര്യങ്ങൾ ഒരു കമ്പനി സെക്രട്ടറി ഇൻ പ്രാക്ടീസിൽ ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ കണ്ടു. ഓക്കെ, പിന്നെ അതെല്ലാം നിൽക്കട്ടെ. ഇനി ഒരു കമ്പനി സെക്രട്ടറി അപ്പോയിന്റ് ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നങ്ങൾ. ഒരു കമ്പനി സെക്രട്ടറി അപ്പോയിന്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ലീഗൽ കംപ്ലയൻസ് വയലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കമ്പനിക്ക് പ്രശ്നങ്ങളുണ്ടാകും, നിയമ നടപടികൾ നേരിടേണ്ടി വരും. പിന്നെ ഡയറക്ടേഴ്സിനെ എപ്പോഴും അഡ്വൈസ് ചെയ്യുന്നത് കമ്പനി സെക്രട്ടറീസ് ആണ് പല കാര്യങ്ങളിലും. അപ്പോൾ അവരുടെ ഭാവി റിസ്കിലാവും. അങ്ങനെയുള്ള കമ്പനിയുടെ മുന്നോട്ടുള്ള പോക്കിനെ പല തരത്തിലും ഒരു കമ്പനി സെക്രട്ടറി ഇല്ലാത്ത കമ്പനിയെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്യേണ്ടി വരും. ശരി, ഇനി ആ കോഴ്സിനെ കുറിച്ച് പറയാം. ഇതാണ് ഈ നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് താല്പര്യമുള്ള ഏരിയ എങ്ങനെയാണ് ഈ CS കോഴ്സിലോട്ട് കയറുന്നത്. +2 കഴിഞ്ഞ ഒരാൾ അല്ലെങ്കിൽ +2 ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അവർക്ക് ഈ എക്സിക്യൂട്ടീവ് എൻട്രൻസ് എക്സാമിലോട്ട് ചെയ്യാൻ പറ്റും. ഇതിലെ എക്സംഷൻ കൊടുത്തിട്ടുള്ള ഒരേ ഒരു കാറ്റഗറിക്ക് മാത്രമേ ഉള്ളൂ. നിങ്ങൾ CAയോ CMAയോ അതായത് കോസ്റ്റ് അക്കൗണ്ടൻസി കോഴ്സോ ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സോ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ മാത്രം ഈ ലെവലിൽ നിന്ന് എക്സംഷൻ കിട്ടും. അല്ലാതെ ആർക്കും എക്സംഷൻ കൊടുത്തിട്ടില്ല. എല്ലാവരും ഇത് ഈ ഒരു എൻട്രൻസ് ടെസ്റ്റ് കഴിഞ്ഞ് പാസ്സായി വരും. ഇതൊരു ഓൺലൈൻ ടെസ്റ്റാണ്. ഇതിനകത്ത് സബ്ജക്ട്സ് പറയാം. ഓൺലൈൻ ടെസ്റ്റാണ്. ഇതിനകത്ത് 50% അഗ്രിഗേറ്റും 40% പെർ സബ്ജക്റ്റും നിങ്ങൾ മേടിച്ചിരിക്കണം, മാർക്ക് സ്കോർ ചെയ്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. നിങ്ങൾ ഈ പറയുന്ന അവിടെ കുറച്ച് ഡേറ്റ്സ് തന്നിട്ടുണ്ട്. ആ പറയുന്ന ഒരു പീരീഡിനിടയ്ക്കാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ നിങ്ങൾ 21 ജാനുവരിക്കും 15 ഏപ്രിലിനും ഇടയ്ക്കാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ എക്സാം വരുന്നത് 2nd സാറ്റർഡേ ഓഫ് മെയ് ആയിരിക്കും. ഓക്കെ, അതുപോലെയാണ് ആ 3. അപ്പോൾ നിങ്ങൾ ഏത് ഡേറ്റിനാണ് രജിസ്റ്റർ ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ എക്സാം ടൈം ഫിക്സ് ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ പിന്നെ ഈ കോവിഡ് റിലേറ്റഡ് ഇഷ്യൂസും ഒക്കെ ഉള്ളതുകൊണ്ട് ഇതിനകത്തൊക്കെ പല മാറ്റങ്ങളും എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എക്സാംസ് ഒക്കെ ഡിലേഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ വരും. ഇത് ഞാൻ നോർമൽ സെനാരിയോ ആണ് പറഞ്ഞത്. ദെൻ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. 120 മിനിറ്റ്. ബിസിനസ് കമ്മ്യൂണിക്കേഷൻ, ലീഗൽ ആപ്റ്റിറ്റ്യൂഡ്, ലോജിക്കൽ റീസണിങ് ഒരു പേപ്പർ, എക്കണോമിക്സ് ആൻഡ് ബിസിനസ് എൻവയോൺമെന്റ് ഒരു പേപ്പർ, കറണ്ട് അഫയേഴ്സ് വേറൊരു പേപ്പർ. ഓക്കെ, ഇതൊക്കെയാണ് പേപ്പേഴ്സ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. ദെൻ ഒരു വൈവ ഉണ്ട്, 50 മിനിറ്റ്സ് വൈവ ഉണ്ട്. പ്രസന്റേഷനും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും ഒക്കെയാണ് അതിനകത്ത് ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. മാർക്ക് സ്കോർ ചെയ്യേണ്ടത് അഗ്രിഗേറ്റ് 50%, മിനിമം 40%. ഇത് ഈ എല്ലാ കോഴ്സും നമ്മൾ ഈ ഇതുവരെ സംസാരിച്ച 3 കോഴ്സിൻ്റെയും മാർക്കിൻ്റെ ഒരു സ്ട്രക്ചറിങ് അങ്ങനെ തന്നെയാണ്. 50% അഗ്രിഗേറ്റും സ്കോർ ചെയ്യണം, 40% പെർ സബ്ജക്റ്റ് 40% സ്കോർ ചെയ്യണം. 135 മിനിറ്റാണ് ഈ ടെസ്റ്റിൻ്റെ ഡ്യൂറേഷൻ. ഓക്കെ, ശരി. അപ്പോൾ ഈ ടെസ്റ്റ് കഴിയുമ്പോൾ ഇത് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സിക്യൂട്ടീവ് പ്രോഗ്രാം അടുത്ത ലെവലിലോട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. എക്സിക്യൂട്ടീവ് പ്രോഗ്രാമിലോട്ട് ജോയിൻ ചെയ്യാം. അതിനുവേണ്ടി നിങ്ങൾ പ്രത്യേകമായിട്ട് രജിസ്റ്റർ ചെയ്യാണ്. ദിസ് രജിസ്ട്രേഷൻ ഈസ് വാലിഡ് ഫോർ 5 ഇയേഴ്സ്. ഓക്കെ, അപ്പോൾ 5 ഇയേഴ്സിനകത്ത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. 5 ഇയേഴ്സ് വേണ്ട, ഇതൊരു 3 ഇയേഴ്സ് കോഴ്സാണ്. 5 ഇയേഴ്സാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ പീരീഡ് തരുന്നത്. ശരി, CS എക്സിക്യൂട്ടീവിലോട്ടേക്ക് പോകാൻ നിങ്ങൾ ഒന്നുകിൽ ആ എൻട്രൻസ് എക്സാം പാസ്സായിരിക്കുക, അല്ലെങ്കിൽ CAയോ CMAയോ ഫൈനൽ കംപ്ലീറ്റ് ചെയ്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ CS എക്സിക്യൂട്ടീവ് പ്രോഗ്രാമിലോട്ട് ജോയിൻ ചെയ്യുന്നു. 2 മോഡ്യൂളും നമുക്ക് 31 മെയ്യിലെ മുമ്പ് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 2 മോഡ്യൂളും എഴുതാം. 31 മെയ്ക്ക് മുമ്പ് നിങ്ങൾ ജോയിൻ ചെയ്യാൻ ഡിസംബറിലും ജൂണിലുമായിട്ടാണ് എക്സാം വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ എപ്പോൾ ജോയിൻ ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ എക്സാം ഡേറ്റ് ഫിക്സ് ചെയ്യപ്പെടുന്നത്. എക്സിക്യൂട്ടീവിൻ്റെ എക്സാം ഡേറ്റ് ഫിക്സ് ചെയ്യുന്നത്. നിങ്ങൾ എപ്പോഴാണോ എൻറോൾ ചെയ്യുന്നത്, ഓരോ ലെവലിലും നിങ്ങൾ എപ്പോഴാണോ എൻറോൾ ചെയ്യുന്നത് ആ ഡേറ്റ് അനുസരിച്ചായിരിക്കും നിങ്ങളുടെ എക്സാം ടൈം വരുന്നത്. ഓക്കെ, എക്സിക്യൂട്ടീവ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ CS പ്രൊഫഷണൽ കോഴ്സാണ്. അത് ഫൈനൽ ലെവൽ എന്ന് പറയും, പ്രൊഫഷണൽ കോഴ്സ്. ആ പ്രൊഫഷണൽ കോഴ്സിലും നിങ്ങൾ എന്നാണോ എക്സിക്യൂട്ടീവ് ജോയിൻ ചെയ്തിട്ട് എന്നാണോ അതിൽ എൻറോൾ ചെയ്യുന്നത് ആ ഡേറ്റ് തൊട്ട് ആ ഡേറ്റ് അനുസരിച്ചായിരിക്കും നിങ്ങളുടെ എക്സാം ചാൻസ് വരുന്നത്. ഓക്കെ, ശരി. അവിടെ 3 ഗ്രൂപ്പ്സാണ് ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. ഇനി എക്സിക്യൂട്ടീവ് പ്രോഗ്രാമിന് ഇപ്പോൾ ഈ നമ്മുടെ എൻട്രൻസിന് നമുക്ക് വേണ്ടി വരുന്ന എൻട്രൻസിന് 1000 രൂപ എങ്ങാണ്ടേ ഉള്ളൂ ഫീസ്. എക്സിക്യൂട്ടീവ് പ്രോഗ്രാമിന് വേണ്ടി വരുന്ന ഫീസ് ഇവിടെ പറയുന്നുണ്ട്. 8500 രൂപയാണ് ഒരു സ്റ്റുഡൻറ്റിന് ഫീസായിട്ട് വരുന്നത്. പിന്നെ CAയോ CWയോ കഴിഞ്ഞ് വരുന്ന ഒരാളാണ്, അയാൾക്ക് എക്സംഷൻ വേണമെന്നുണ്ടെങ്കിൽ 5000 റുപ്പീസ് എക്സംഷൻ ഫീ കൊടുക്കണം.
പിന്നെ ഒന്ന് പ്രീ എക്സാമിനേഷൻ ടെസ്റ്റും അങ്ങനെയുള്ള കുറച്ച് ഫീസുണ്ട്, ഒരു 1000 രൂപ. പിന്നെ ഒരു 1 ഡേ ഓറിയന്റേഷൻ ക്ലാസ് ഉണ്ടാവും. ഈ കോഴ്സിനെ പറ്റിയും ഈ കോഴ്സിൻ്റെ രീതികളെ പറ്റിയും ഒക്കെ പറയാൻ വേണ്ടിയിട്ടൊരു ഓറിയന്റേഷൻ ക്ലാസ് ഉണ്ടാവും. അത് 600 റുപ്പീസ്. പിന്നെ നിങ്ങൾക്കൊരു മാഗസിൻ, ചാർട്ടേഡ് സെക്രട്ടറി എന്നൊരു മാഗസിൻ ഉണ്ട്, അത് ഓപ്ഷണലാണ്, വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഫീസും കൂടെ ഉണ്ടാവും. താരതമ്യേന ഫീസ് വളരെ കുറഞ്ഞ ഒരു കോഴ്സാണിത്. ഈ കൊമേഴ്സ് റിലേറ്റഡ് ഇപ്പോൾ ഇവിടെ സംസാരിച്ച കോഴ്സുകളെല്ലാം ഫീ ലെവൽ വെച്ച് നോക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. പിന്നെ രജിസ്ട്രേഷൻ ഫീസ് പ്രൊഫഷണൽസിന് 12,000 ആണ്. പിന്നെ അതുപോലെ പ്രീ എക്സാമിനേഷൻ ടെസ്റ്റ് ഫീ, അതൊക്കെ നിങ്ങൾ ഇതിനകത്ത് ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തായതെന്നുള്ളത്. അത് 1000 റുപ്പീസ്. അങ്ങനെ കമ്പാരിറ്റീവ്ലി ഒരു 13,000 പ്രൊഫഷണൽ കോഴ്സ്. അപ്പോൾ വിത്തിൻ ഒരു 50,000 റുപ്പീസിനകത്ത് നിങ്ങൾക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചിലവുകൾ അത്രയൊക്കെ വരത്തുള്ളൂ. ഇനി കോഴ്സ് ഡീറ്റെയിൽസ്, 2 മോഡ്യൂളാണ് എക്സിക്യൂട്ടീവ് പ്രോഗ്രാമിനുള്ളത്. 2 മോഡ്യൂൾ, മോഡ്യൂൾ 1 ആൻഡ് മോഡ്യൂൾ 2. അതിൻ്റെ പേപ്പേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. പേപ്പേഴ്സ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വായിക്കുന്നില്ല. കൂടുതലും ലോ ആണ് വളരെ കൂടുതൽ. ടാക്സ് ലോസ്, കമ്പനി ലോ, ജനറൽ ലോ, ഇങ്ങനെയുള്ള ലോസ് ആണ് കൂടുതൽ. ദെൻ വേറെ പേപ്പേഴ്സ് ഉണ്ട്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഒരു പേപ്പറുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ പ്രൊഫഷണലിലോട്ട് വരുമ്പോഴും ലോ തന്നെയാണ് ഫ്രണ്ട് റണ്ണർ. ലോയിൽ തന്നെയാണ് കൂടുതലും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ലോ, സെക്രട്ടറിയൽ ഓഡിറ്റ്, കംപ്ലയൻസ്, ഡ്യൂ ഡിലിജൻസ്, കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ്, അങ്ങനെയുള്ള കുറച്ച് ഏരിയാസാണ് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, പേപ്പേഴ്സിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് സൈറ്റിൽ കിട്ടും. നമ്മളതിൽ കൂടുതൽ അതിലോട്ട് പോകുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഓറിയൻറ്റേഷൻ പ്രോഗ്രാം ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. CS വരാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ആ കോഴ്സിനെ ഒന്ന് പരിചയപ്പെടുത്തുന്ന ഒരു പ്രോഗ്രാമാണ്. എന്താണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റോൾ എന്താണ്, ICSI എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചിട്ട് പരിചയപ്പെടുത്തുന്ന ഒരു 1 ഡേ പ്രോഗ്രാം. ദെൻ നമ്മൾ CAയിലും CMയിലും പറഞ്ഞ ഈ ആർട്ടിക്കിൾഷിപ്പ് ട്രെയിനിങ് എന്ന് പറയുന്ന പ്രോഗ്രാം ഇവിടെയുണ്ട്. ഇവിടുത്തെ ആർട്ടിക്കിൾഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറയുന്നത് 2 ലെവലായിട്ടാണ്. ഒന്ന് 1 മന്ത് എക്സിക്യൂട്ടീവ് പ്രോഗ്രാം, പിന്നെ ഒരു 21 മന്ത് പ്രാക്ടിക്കൽ ട്രെയിനിങ് പ്രോഗ്രാം, 1 മന്ത് റെസിഡൻഷ്യൽ കോർപ്പറേറ്റ് ലീഡർഷിപ്പ് പ്രോഗ്രാം. ഇങ്ങനെ തന്നെ പല ട്രെയിനിങ് പ്രോഗ്രാംസ് ഉണ്ട്. ഒരു 1 മന്ത് പ്രോഗ്രാം, ഒരു 21 മന്ത് പ്രോഗ്രാം. ഇതെല്ലാം പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ്. നമ്മൾ തിയറിറ്റിക്കലി പഠിച്ച കാര്യങ്ങൾ പ്രാക്ടിക്കൽ സെനാരിയോസിൽ എങ്ങനെ അപ്ലൈ ചെയ്യണം, എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് നമ്മൾ പഠിക്കുന്നത്. ഒന്നുകിൽ ട്രെയിനിങ് നിങ്ങൾക്കൊരു എൻറ്റിറ്റിയിൽ, ഒരു ഇൻഡസ്ട്രിയൽ എൻറ്റിറ്റി, ഒരു കമ്പനിയിൽ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രെയിനിങ് ഒരു പ്രാക്ടീസിങ് കമ്പനി സെക്രട്ടറിയുടെ അടുത്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, അതിനുള്ള ഓപ്ഷൻസും ഉണ്ട്. പിന്നെ വേറെ ഏതെങ്കിലും ട്രെയിനിങ് നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടെങ്കിലോ ജോബിൽ ഓൾറെഡി ഉണ്ടെങ്കിലോ ഈ ട്രെയിനിങ് പീരീഡിൽ ഇളവുകൾ ലഭിക്കുന്നതായിരിക്കും. ദെൻ പ്ലേസ്മെൻറ്റും പാക്കേജ്. ഒരാൾ ചോദിച്ചു എത്രയൊക്കെയാണ് സാലറി ഒക്കെ കിട്ടുന്നതെന്നുള്ളത്. നേരത്തെ ചോദിച്ചു. ഇപ്പോൾ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും ഇപ്പോൾ ക്യാമ്പസ് ഇൻ്റർവ്യൂസ് നടത്തുന്നുണ്ട്. അപ്പോൾ മെറിറ്റോറിയസ് സ്റ്റുഡൻസ് ആണെങ്കിൽ നല്ല കമ്പനീസിൽ നല്ല പേ പാക്കേജ് തന്നെ ആയിരിക്കും. ഫ്രഷേഴ്സിന് എങ്ങനെ പോയാലും ഒരു 7-8 lakhs per annum നമുക്ക് കിട്ടും. പിന്നെ കുറച്ച് സീനിയറായി മുമ്പോട്ട് പോകുമ്പോൾ 25 lakh to 1 crore വരെയൊക്കെയാണ് പെർ ആനം സാലറി കിട്ടുന്ന ആൾക്കാരുണ്ട്. അത് നിങ്ങൾ വലിയ കമ്പനികളുടെയൊക്കെ ആനുവൽ റിപ്പോർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ സാലറി മേടിക്കുന്ന ആൾക്കാരുടെ പേരുകൾ അതിനകത്ത് ഉണ്ടാകും. അതിനകത്ത് തീർച്ചയായിട്ടും വലിയ കമ്പനികളിൽ, അതായത് നവരത്ന കമ്പനികൾ അല്ലെങ്കിൽ ഹൈ നെറ്റ് വർത്ത് കമ്പനീസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ സാലറി ഏറ്റവും ഹയസ്റ്റ് പെയ്ഡ് എംപ്ലോയീസിൻ്റെ ലിസ്റ്റിനകത്ത് കമ്പനി സെക്രട്ടറീസ് തീർച്ചയായിട്ടും ഉണ്ടാവും. പിന്നെ ഈ സാലറി എന്ന് പറയുന്നത്, സാലറി പാക്കേജ് എപ്പോഴും അറിയില്ല. നമ്മൾ ഈ ഒരു കോഴ്സിൽ പഠിച്ച് പാസ്സാവുന്ന എല്ലാവർക്കും ഒരേ സാലറി പാക്കേജ് ഒന്നും നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തില്ല. പല ലെവലുണ്ടാവും. അത് നിങ്ങളുടെ എംപ്ലോയറിൻ്റെ നിലവാരം അനുസരിച്ചും നിങ്ങളുടെ എക്സ്പീരിയൻസും നോളജും കമ്മ്യൂണിക്കേഷൻ സ്കില്ലും അതൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ പേ ഫിക്സ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമുക്കൊരു ഓൺ ആൻ ആവറേജ് ഇത്രയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷേ വളരെയധികം ഇപ്പോൾ എന്താ പറയുക, സ്കേഴ്സിറ്റി അനുഭവിക്കുന്ന ഒരു പ്രൊഫഷനാണ് ഇപ്പോൾ. ആൾക്കാരുടെ എണ്ണത്തിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ ഏറ്റവും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ചപ്പോൾ ഒരു സ്ഥാപനത്തിൽ അവർക്ക് 4 കമ്പനി സെക്രട്ടറീസിന് അത്യാവശ്യമായിട്ട് വേണം ഫോർ അപ്പോയിൻറ്റിങ് ആസ് കമ്പനി സെക്രട്ടറീസ് ഇൻ 4 companies. അവിടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഈ ലിമിറ്റ് ക്രോസ് ചെയ്തു. അവർക്ക് എത്രയും പെട്ടെന്ന് അപ്പോയിൻറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ അതോറിറ്റീസിൽ നിന്ന് ചോദ്യം വരും, നോട്ടീസ് വരും. പക്ഷേ ഇപ്പോഴും ആളെ കിട്ടിയിട്ടില്ല. എപ്പോഴും ഞാൻ ഈ വിവരം എനിക്ക് പരിചയമുള്ള ആൾക്കാരത്തെല്ലാം ഞാൻ ഷെയർ ചെയ്യുകയും ചെയ്തു. പക്ഷേ ആരെയും കിട്ടിയിട്ടില്ല, കാരണം ആൾക്കാരില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ വളരെയധികം നീഡ് ഈ പ്രൊഫഷനുണ്ട്, ഈ ഒരു പ്രൊഫഷണൽസിനുണ്ട്. ഓക്കെ, സോ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ ആയിട്ട് ഓപ്പർച്യൂണിറ്റീസ് നോക്കിയാൽ നമുക്ക് പ്രധാനമായിട്ടും 3 സൈഡിലാണ്. ഒന്ന് ഇൻഡസ്ട്രി അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ്, അല്ലെങ്കിൽ പ്രൊഫഷണൽ പ്രാക്ടീസ്, അല്ലെങ്കിൽ കൺസൾട്ടൻസി ഓർ മാനേജ്മെൻറ്റ് സർവീസസ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും CS-നുള്ള റോൾസ്. ഒരു സ്ട്രാറ്റജിക് മാനേജർ, ചീഫ് അഡ്വൈസർ റോളിലൊക്കെയാണ് അവർ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഷെയർ മാർക്കറ്റിലും ബാങ്കിങ് സെക്ടറിലും ഒക്കെ കമ്പനി സെക്രട്ടറീസിന് നല്ല വിപുലമായ ഒരു മേഖല തന്നെ അവർക്ക് വേണ്ടി ഉണ്ട്. ശരി, ദെൻ
ഇനി സി എസ് എന്ന് പറയുന്ന കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കരിയറിൽ നിങ്ങൾക്ക് ഡൊമസ്റ്റിക് മാത്രമേ ഉള്ളൂ, അത് ഇന്റർനാഷണൽ ലെവലിൽ പോകാൻ പറ്റുമോ? ഡൊമസ്റ്റിക്കിൽ നിങ്ങൾക്ക് പ്രാക്ടീസ്, ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം, മാനേജ്മെന്റ് കൺസൾട്ടൻസി ചെയ്യാം, അതുപോലെ ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം, ഗവൺമെന്റ് സെക്ടറിൽ വർക്ക് ചെയ്യാം. ഇപ്പോൾ ഗവൺമെന്റ് സെക്ടറിൽ എന്ന് പറയുമ്പം രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ വർക്ക് ചെയ്യാം, നമ്മുടെ സെബിയിൽ വർക്ക് ചെയ്യാം, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിൽ വർക്ക് ചെയ്യാം, PSU കമ്പനീസ്, അവിടെ എല്ലാം നമുക്ക് എൻട്രി ഉണ്ട്, അവിടെ എല്ലായിടത്തും നമുക്ക് റോളുണ്ട്. ഇപ്പം എന്നോട് ചോദിച്ചു ഞാൻ ഇത് കഴിഞ്ഞിട്ട് എന്തിനാ ഗവൺമെന്റ് സെക്ടറിലോട്ട് വന്നതെന്ന് ചോദിച്ചു. എനിക്ക് താല്പര്യം ഗവൺമെന്റ് സെക്ടറിലായതുകൊണ്ട് ഞാൻ ഗവൺമെന്റ് സെക്ടറിലോട്ട് വന്നു. ആസ് എ കമ്പനി സെക്രട്ടറി ഗവൺമെന്റ് സെക്ടറിൽ എനിക്കൊരു പോസ്റ്റ് കിട്ടുമ്പോൾ ഞാൻ അതിലോട്ട് മാറും. ഇപ്പോൾ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ടാക്സേഷൻ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ എനിക്ക് അതിന് ഇപ്പോൾ പലരും ഡോക്ടേഴ്സ് MBBS കഴിഞ്ഞിട്ട് ഒരുപാട് പേര്, ഇപ്പോൾ ആ ചോദ്യം ചോദിച്ച ആളോട് ഞാൻ പറയണം, ഡോക്ടേഴ്സ് MBBS കഴിഞ്ഞിട്ട് ഒരുപാട് പേര് സിവിൽ സർവീസ് ചെയ്യുന്നവരുണ്ട്, സിവിൽ സർവൻ്റ് ആയിട്ട് IAS കിട്ടിയവരുണ്ട്. പലരും പല IASകാരുടെയും പേരിൻ്റെ ആദ്യം ഡോക്ടേഴ്സാണ്. എന്തുകൊണ്ട് ഒരു ഡോക്ടേഴ്സ് പെർസ്യൂ ചെയ്തില്ല? അവർക്ക് കൂടുതലും ഈ സിവിൽ സർവീസിൽ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് അവർ ഡോക്ടേഴ്സ് ആസ് എൻ MBBS അത് കഴിഞ്ഞിട്ട് MD കഴിഞ്ഞിട്ട് അത് നിർത്തിയിട്ട് ഇതിലോട്ട് വന്ന ഒരുപാട് പേരുണ്ട്. അപ്പം അത് നമ്മുടെ താല്പര്യമാണ്. ഓക്കെ, ശരി. അപ്പോൾ നമുക്കൊരു ആസ് എ കമ്പനി സെക്രട്ടറി നിങ്ങൾക്ക് കരിയർ ഡൊമസ്റ്റിക് ലെവലിൽ നോക്കിയാൽ പ്രാക്ടീസ്, മാനേജ്മെന്റ് കൺസൾട്ടൻസി, ഇൻഡസ്ട്രി സർവീസ്, അതിലൊക്കെ പോകാം. ഇന്റർനാഷണൽ ലെവലിൽ പോകാനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് ചാർട്ടേഡ് സെക്രട്ടറി എന്ന് പറയുന്ന ഒരു കോഴ്സ് പെർസ്യൂ ചെയ്യണം. പെർസ്യൂ ചെയ്യേണ്ട, അതിൻ്റെ ഒരു എക്സാം എഴുതണം. അത് നമ്മുടെ CS ക്വാളിഫൈ ചെയ്തിട്ട് ഒരു 3-4 വർഷം കഴിഞ്ഞാൽ നമുക്കൊരു ഓതറൈസേഷൻ വേണ്ടിയിട്ട് ഒരു എക്സാം അപ്പിയർ ചെയ്യാം. ഏത് രാജ്യത്താണോ പോകാൻ താല്പര്യപ്പെടുന്നത് അങ്ങോട്ട് ആ എക്സാം പാസ്സായിട്ട് അങ്ങോട്ട് പോകാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ ഫർദർ സ്റ്റഡീസ് വേണമെങ്കിൽ നോക്കാം. ഇപ്പോൾ CS കൂടെ എപ്പോഴും നമ്മളെല്ലാവരും മിക്കവാറും എല്ലാ ആൾക്കാരും ചെയ്യുന്ന ഒരു കോഴ്സാണ് LLB, അത് ചെയ്യാം. അല്ലെങ്കിൽ CA ചെയ്യാം, CMA ചെയ്യാം, CFA ചെയ്യാം. താല്പര്യമുള്ള എന്തെങ്കിലും കോഴ്സ് നിങ്ങൾക്ക് ഫർദർ സ്റ്റഡീസ് ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം. നിർബന്ധമൊന്നുമില്ല, ചെയ്യാം. ഇന്റർനാഷണൽ ലെവലിലുള്ള കോഴ്സസും നിങ്ങൾക്ക് പെർസ്യൂ ചെയ്യാം. ഓക്കെ, ശരി. ദെൻ ഈ CS എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റിൻ്റെ എന്തൊക്കെയാണ് അതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്നുള്ളതാണ് ഈ സ്ക്രീനിൽ കാണിക്കുന്നത്. നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സൈറ്റിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത്. +2 ലെവലിൽ തന്നെ നമുക്ക് +2 ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിനു വേണ്ടി അപ്പിയർ ചെയ്യാവുന്നതാണ്. ദെൻ ഒരു പഠിക്കാൻ വേണ്ടി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നോക്കേണ്ടത്? പഠിക്കാൻ വേണ്ടി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾ സെലക്ട് ചെയ്യാന്ന് വെച്ചു. അപ്പോൾ അവിടെ നിങ്ങൾ എന്തൊക്കെയാണ് നോക്കേണ്ടത്? അപ്പോൾ എന്തായാലും നിങ്ങളൊരു സെൽഫ് സ്റ്റഡി മോഡിൽ മാത്രമായിട്ട് നിൽക്കാൻ പറ്റില്ല എന്നല്ല, പക്ഷേ അത് ബുദ്ധിമുട്ടാണ്, ഒരുപാട് സമയം എടുക്കും. ഓക്കെ, ക്വാളിഫൈ ചെയ്ത് പുറത്ത് വരാൻ. അപ്പോൾ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്യുമ്പോൾ ആദ്യം നോക്കേണ്ടത് നമ്മൾ കൊടുക്കുന്ന കാശിനുള്ള ഒരു ക്വാളിറ്റി അവിടെ നിന്ന് കിട്ടുന്നുണ്ടോ വെൻ കമ്പയറിങ് വിത്ത് അതർ കോച്ചിങ് സെൻറ്റേഴ്സ്, അത് നോക്കണം. പിന്നെ നല്ല ലൈബ്രറി ഫെസിലിറ്റിയും നല്ല ലേറ്റസ്റ്റ് ബുക്സും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണോ അത്? നല്ല ഡിസ്റ്റിങ്ഷ്ഡ് ഫാക്കൽറ്റി മെമ്പേഴ്സ് എങ്ങനെയുള്ളവരാണ് അവിടെ പഠിപ്പിക്കുന്നത്? അവിടുത്തെ ആ ബ്ലെൻഡ് ഓഫ് ഫാക്കൽറ്റി, അക്കാഡമിഷ്യൻസ് ഉണ്ട്, പ്രൊഫഷണൽസ് ഫ്രം അതർ ഫീൽഡ്സ്, പിന്നെ ഇൻഡസ്ട്രി എക്സ്പേർട്സ്, അങ്ങനെയുള്ളവരുടെയൊക്കെ ക്ലാസ് അവിടെ കിട്ടുന്നുണ്ടോ? പ്രാക്ടിക്കൽ അപ്രോച്ചിലൂടെ തന്നെയാണോ ഒരു ലേണിംഗ് പ്രോസസ്സ് പോകുന്നത്? പിന്നെ അവർ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിനും പോസ്റ്റ് ക്വാളിഫിക്കേഷൻ ട്രെയിനിങ്ങിനും ജോബ് കിട്ടാനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു സപ്പോർട്ട് തരുന്നുണ്ടോ? എല്ലാ സമയത്തും നിങ്ങൾക്കൊരു സപ്പോർട്ട് തരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണോ? പിന്നെ അവിടെ ഡെമോ ലെക്ചേഴ്സും മോക്ക് ടെസ്റ്റ്, ക്രാഷ് കോഴ്സ്, ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ടോ? പിന്നെ സ്പെഷ്യൽ ഗസ്റ്റിനെയൊക്കെ വിളിച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ പ്രോഗ്രാംസും ലെക്ചേഴ്സും ഒക്കെ ഉണ്ടോ? സിലബസ് ഏറ്റവും പ്രധാനം, ലാസ്റ്റ് പറയുന്നതാണ്, സിലബസ് 100% കവർ ചെയ്യുന്നുണ്ടോ? ഈ പോയിന്റ്സ് എല്ലാം നോക്കിയിട്ട് വേണം നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാൻ. ഒരു പ്രൈവറ്റ് കോച്ചിങ് സെൻറ്റർ പഠിക്കാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ട് നോക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് കോഴ്സിനെ പറ്റി, ICSI എന്ന് പറയുന്ന കോഴ്സിനെ പറ്റി പറയാനുള്ളത്. ഓക്കെ, ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ ആണോ? ഹലോ, ഹലോ ശ്രുതി മാഡം. യെസ് സർ. ഓക്കെ ആണല്ലോ. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച് ഫോർ ദ സെഷൻ. എല്ലാവർക്കും എന്തായാലും CS-നെ പറ്റി ഒരു കംപ്ലീറ്റ് ഐഡിയ ഈ ഒരു സെഷൻ കണ്ടപ്പോൾ എന്തായാലും കിട്ടിയിട്ടുണ്ടാവും. ഇറ്റ് വാസ് എ വണ്ടർഫുൾ സെഷൻ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. എന്തായാലും സർ ഡൗട്ട്സ് ഉണ്ടാവും, ഡെഫിനറ്റ്ലി താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനി ദ മോസ്റ്റ് വെയിറ്റഡ് സെഷൻ ആണ്. ഒരുപാട് കുട്ടികള് ഇതിൽ മെസ്സേജ് അയച്ചു ചോദിച്ചു ACC എപ്പോ സ്റ്റാർട്ട് ചെയ്യാം, ACC സെഷന് വേണ്ടിയാണ് ഇരിക്കുന്നത്, CMA US സെഷൻ ഇല്ലേ എന്നൊക്കെ. സോ ദ വെയിറ്റ് ഇസ് ഓവർ. ഇനിയിപ്പോ നെക്സ്റ്റ് നമ്മളുടെ ACCയും CMA USനെയും പറ്റിയുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് തരാനാണ്. സോ ലെറ്റ് മീ വെൽക്കം our very own Prince Francis sir. Sir. Yes, ma'am. Yeah. Over to you. Thank you. Yes. So already വേണു സാർ, ഷാനിൽ സാർ, അതേപോലെ അരുൺ സാർ എല്ലാം നമ്മുടെ ഇന്ത്യൻ കോഴ്സുകൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു. അപ്പോൾ ACCക്ക് വേണ്ടി കുറച്ചൊരു വെയിറ്റ് ചെയ്യുന്നെന്ന് പറഞ്ഞു. അത് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ കുറച്ച് ആൾക്കാർ ACCയെ കുറിച്ച് അറിയാനായിട്ട് ആഗ്രഹിച്ചു വന്നവരുണ്ട്. ഇത്ര നേരമായിട്ട് ACCയെ പറഞ്ഞില്ല. അപ്പൊ അവരത് ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടാവുള്ളൂ, അത്രേ ഉണ്ടാവുള്ളൂ. യെസ്, അപ്പൊ നമ്മള്
ഈ ഒരു കോഴ്സുകളിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പ് ഈ പറഞ്ഞ ഏത് കോഴ്സുകളാണെങ്കിലും ഓൾറെഡി ഇപ്പോൾ CA, CS, CMA പറഞ്ഞു. അതേപോലെ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ACC ആൻഡ് CMA US ഏത് കോഴ്സ് ആണെങ്കിലും നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ +2 കൊമേഴ്സോ സയൻസോ ഹ്യൂമാനിറ്റീസോ എന്താണെങ്കിലും നിങ്ങൾക്ക് ഈ കോഴ്സുകളെല്ലാം പെർസ്യൂ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ ഡിസ്കസ് ചെയ്ത 3 കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യൻ ഗവൺമെന്റ് അല്ലെങ്കിൽ പാർലമെന്റിന്റെ ആക്ട് പ്രകാരം ഫോം ചെയ്ത ബോഡീസ് അതിന്റെ അണ്ടറിൽ വരുന്ന കോഴ്സുകളാണ്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താ? നിങ്ങൾ ഇന്ത്യയിൽ ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ജോലി ഇല്ലാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരില്ല. അത്രയും റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള, ഇന്ത്യയിൽ അത്രയ്ക്കധികം റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള കോഴ്സുകളാണ് ഈ പറഞ്ഞതെല്ലാം. ഇനി നമ്മൾ എന്തുകൊണ്ട് വേറെ കോഴ്സുകളൊന്നും, ഡിഗ്രി കോഴ്സുകൾ അല്ലെങ്കിൽ ബാക്കി കോഴ്സുകളൊന്നും ഡിസ്കസ് ചെയ്യാതെ എന്തുകൊണ്ട് ഈ കോഴ്സുകളെ കുറിച്ച് പറയും? നമുക്ക് ഏറ്റവും ജോലി സാധ്യതയുള്ള, ഇപ്പൊ ഇന്ത്യയിലെ കൊമേഴ്സ് മേഖലയിലെ ഏറ്റവും ജോലി സാധ്യതയുള്ള 3 കോഴ്സുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമ്മളൊരു വെബിനാർ കൊടുക്കുന്നതിന്റെ ഉദ്ദേശം ഇത്രേ ഉള്ളൂ. നമുക്ക് ഇപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി MBBS എന്താണെന്നും എഞ്ചിനീയറിംഗ് എന്താണെന്നും ഒക്കെ കൃത്യമായിട്ട് അറിയാം. പക്ഷെ നമ്മൾ ഇന്നും അധികം എക്സ്പ്ലോർ ചെയ്യാത്ത ഒരുപാട് മേഖലകളുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഒരു കാര്യങ്ങൾ പറഞ്ഞു തരാമെന്നാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇപ്പൊ ഇന്ത്യൻ കോഴ്സുകളെല്ലാം നമ്മൾ കണ്ടു. ഇനി ഫോറിൻ കോഴ്സുകളിലേക്ക് വരുമ്പോൾ നമ്മൾ ACC ആൻഡ് CMA US എന്തുകൊണ്ട് നമ്മളൊരു ഫോറിൻ കോഴ്സ് പഠിക്കണം, അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ അത് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്? ബേസിക്കലി ഇപ്പൊ ഇത്രയും നല്ല കോഴ്സുകൾ, ഇപ്പൊ CA, CS പോലെയുള്ള ഇത്രയും നല്ല CMA, ഇത്രയും നല്ല കോഴ്സുകൾ നമ്മൾ ഇവിടെ കിടക്കുമ്പോൾ ഇന്ത്യൻ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ, ഇപ്പൊ കേരളത്തിൽ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, ഇങ്ങനെയുള്ള ഓരോ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന പല ഡിഗ്രി പ്രോഗ്രാമുകളും PG പ്രോഗ്രാമുകളും ഇവിടെ ഉള്ളപ്പോൾ നമ്മൾ എന്തിന് ഒരു ഫോറിൻ കോഴ്സ് പഠിക്കണം? അതിന്റെ ആൻസർ ഇത്രയേ ഉള്ളൂ. നമുക്കറിയാം, നമ്മൾ ഇന്ന് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തൃശ്ശൂരാണ്, എൻ്റെ സ്ഥലം തൃശ്ശൂരാണ്. തൃശ്ശൂർ വളരെ ഉള്ളിലോട്ടായിട്ടുള്ള ഒരു നാട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ ശരിക്കും ഇവിടെ റേഞ്ചിന് പോലും നല്ല ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ ഇവിടെ നിൽക്കുന്ന ഞാൻ നാളെ എന്ത് ജോലിക്ക് പോകുന്നോ അല്ലെങ്കിൽ ഏത് നാട്ടിൽ പോകുന്നു ഇപ്പൊ പറയാൻ പറ്റില്ല. ചിലപ്പോൾ നാളെ ഞാൻ UK പോവാം, US പോവാം, ജർമ്മനി, കാനഡ. ഇപ്പൊ ഒരുപാട് ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട് പുറത്തോട്ടൊക്കെ. അപ്പൊ നമ്മുടെ നാളത്തെ ലൈഫ് നമുക്ക് ഇന്നേ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. സോ ഉറപ്പായും നമുക്കറിയാം നാളെ ചിലപ്പോൾ എബ്രോഡ് പോകാനോ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ആഗ്രഹം ഉണ്ടാവും. അപ്പൊ നമ്മൾ നോക്കുന്നത്, നമ്മൾ ഇവിടെ ഒരു കോഴ്സ് പഠിച്ചു. ഇപ്പൊ ഇവിടുത്തെ ഫോർ എക്സാമ്പിൾ നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ BCom പഠിച്ചു. ഈ BCom കൊണ്ട് നാളെ നമ്മൾ പുറത്തു പോവാണ്. പുറത്തു പോകുമ്പോൾ ഫോർ എക്സാമ്പിൾ UK അപ്പൊ UK ഒരു ജോലിക്ക് അപ്ലൈ ആണ്. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ BCom ആണ്. നിങ്ങൾ ആ സർട്ടിഫിക്കറ്റ് അവിടെ കൊടുത്തു. BComന്റെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് അവിടെ കൊടുത്തു, ആ കമ്പനിയിൽ കൊടുത്തു ഇന്റർവ്യൂവിന് പോകുമ്പോൾ. സോ അവര് നോക്കിയിട്ട് ഓക്കെ BCom ആണ്, ബാച്ചലർ ഓഫ് കൊമേഴ്സ്, ഏത് യൂണിവേഴ്സിറ്റി? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. എവിടെയുള്ളത്? കേരളത്തിലുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. ഈ UK ഇരിക്കുന്ന ആൾക്കാർക്ക് കേരളത്തിലുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ പറ്റി അറിയണമെന്നുണ്ടാവും. അതിന്റെ വാലിഡിറ്റി അല്ലെങ്കിൽ അതിന്റെ ഓതന്റിസിറ്റി ഒന്നും അവർക്ക് അറിയണമെന്നില്ല. അപ്പോൾ നമ്മളൊരു എബ്രോഡ് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്വാളിഫിക്കേഷൻ കൊണ്ട് നമ്മൾ പുറത്തു പോകുമ്പോൾ ലോകത്ത് എവിടെ പോയാലും അറിയാവുന്ന, ലോകത്ത് എവിടെ പോയാലും വാലിഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമുക്ക് എവിടെ പോയാലും റെക്കഗ്നീഷൻ ഉണ്ടാവും, നമുക്ക് എവിടെ പോയാലും വർക്ക് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഈ 2 ഫോറിൻ കോഴ്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള റീസൺ. അപ്പോൾ നമ്മൾ ലോകത്ത് എവിടെ പോയാലും അല്ലെങ്കിൽ ഒരുപാട് രാജ്യങ്ങളിൽ റെക്കഗ്നൈസ് ആയിട്ടുള്ള 2 ക്വാളിഫിക്കേഷൻസ് ആണ് ACCA CMA US. അതായത് നിങ്ങൾ ഇവിടെ നിന്ന്, നമ്മുടെ നാട്ടിൽ നിന്ന് നിങ്ങൾ ACCA പഠിച്ച് നാളെ UK പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്താൽ നിങ്ങൾ ACCA ക്വാളിഫൈഡ് ആണെന്ന് പറഞ്ഞാൽ യെസ്, അവർക്കറിയാം ഓക്കെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഇത്രയാണ്, അത് എവിടെ നിന്നാണ് പ്രൊവൈഡ് ചെയ്തത്, അതിന്റെ വാലിഡിറ്റി അല്ലെങ്കിൽ ആ ഒരു വാല്യൂ അവർക്കറിയാം. അതാണ് ഫോറിൻ കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ നാളെ നിങ്ങൾ പുറത്തു പോകാൻ ചാൻസ് ഉണ്ടെങ്കിൽ, ഔട്ട് ഓഫ് ഇന്ത്യ പോകാൻ ചാൻസ് ഉണ്ടെങ്കിൽ, അവിടെ നിങ്ങൾക്ക് ലോകത്ത് എവിടെ പോയാലും വാല്യൂ തരുന്ന, റെക്കഗ്നീഷൻ തരുന്ന 2 കോഴ്സുകളാണ്. അതിൽ ആദ്യത്തെ കോഴ്സിലേക്ക് നമ്മൾ വരുവാണ്. ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്ന ഒരു സെഷൻ ആണെന്ന് തോന്നുന്നു. ഒന്ന് ACCA. ഒരുപാട് പേര് ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട്. നോക്കാം, എല്ലാ ഡൗട്ട്സും നമ്മൾ ഈ കോഴ്സുകളെ കുറിച്ചുള്ള ബേസിക് ആയ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഡൗട്ട്സ് എല്ലാം ക്ലാരിഫൈ ചെയ്യാം. അത് വേറെ ഒന്നും കൊണ്ടല്ല, പലർക്കും പല ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പല ഡൗട്ടുകൾ ഉണ്ടാവും, സ്പെസിഫിക് ആയിട്ടുള്ള ചില ഡൗട്ടുകൾ ഉണ്ടാവും. അപ്പോൾ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തതിന് ശേഷം നമുക്ക് ചെയ്യാം സ്പെസിഫിക് ആയിട്ടുള്ള ഡൗട്ട്സിലേക്ക് വരാം. യെസ്, നമ്മൾ ACCA എന്ന കോഴ്സാണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ACCA? ഇപ്പോൾ BCom കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന BCom, ഇപ്പൊ CA ICAI പ്രൊവൈഡ് ചെയ്യുന്ന CA എന്ന് പറയുന്ന കോഴ്സ്. അതേപോലെ ആരാണ് ACCA എന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്? UK അസോസിയേഷൻ ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസ് എന്ന് പറയുന്ന ബോഡിയാണ് ACCA എന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്
ലണ്ടനിലാണ്. പക്ഷേ ഞാൻ പറഞ്ഞത് വേൾഡിലെ 180+ കൺട്രീസിൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള കോഴ്സാണ്. എന്ന് പറഞ്ഞാൽ ഇത്രയും രാജ്യങ്ങളിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതിന്റെ മദർ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഇത് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ആരാണ്? ACC എന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് തരുന്നത്. ഇപ്പൊ ട്രിപ്പിൾ പഠിച്ചാൽ ട്രിപ്പിൾ അല്ല നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരുന്നത്. നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചാലും നിങ്ങൾ ACCയുടെ എക്സാംസ് എഴുതുമ്പോൾ ACC എന്ന് പറയുന്ന ബോഡിയാണ് നിങ്ങൾക്ക് ആ ക്വാളിഫിക്കേഷൻ അതിന്റെ സർട്ടിഫിക്കറ്റ് തരുന്നത്. അപ്പോൾ ആ മദർ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ ACCയുടെ മദർ ഇൻസ്റ്റിറ്റ്യൂട്ട് ACC എന്ന് പറയുന്ന ബോഡിയാണ്. അത് UK ബേസ്ഡ് ആണ്. അതുകൊണ്ട് UK മാത്രമല്ല, ഞാൻ പറഞ്ഞു 180+ കൺട്രീസിൽ ഈ കോഴ്സ് റെക്കഗ്നൈസ്ഡ് ആണ്. ഇനി ആർക്കൊക്കെ ACC ആവാം, അല്ലെങ്കിൽ ആരാണ് ACC? ഒരു ACC കാരൻ ചെയ്യുന്ന വർക്ക് എന്താണ്? ഓൾറെഡി ഇപ്പോ CA നെ കുറിച്ച് നമ്മൾ കണ്ടു. CA എന്താ? നമ്മുടെ നാട്ടിലുള്ള കമ്പനീസിന്റെ അക്കൗണ്ട്സ്, കണക്കും കാര്യങ്ങളും കൃത്യമായി ഇവാലുവേറ്റ് ചെയ്തത് കറക്റ്റ് ആണോ എന്ന് സൈൻ ചെയ്ത് കൊടുക്കുക, ഏറ്റവും സിമ്പിൾ ആയിട്ട്. അതേപോലെ ഒരു ACC കാരൻ ചെയ്യുന്നതും ഏകദേശം ഇതേ റോൾ തന്നെയാണ്. നമ്മുടെ കമ്പനീസിന്റെ ഈ പറയുന്ന അക്കൗണ്ട്സ് കാര്യങ്ങൾ, കണക്ക് കാര്യങ്ങളെല്ലാം നോക്കി ഇത് കറക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യുക, അതിന്റെ അനാലിസിസ് നടത്തുക, അതേപോലെ കമ്പനീസിനെ മാനേജ് ചെയ്യുക, ടാക്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അങ്ങനെ ഒരുപാട് ഏരിയയിൽ നമുക്ക് ഒരു ACCക്ക് ശേഷം, ACC കഴിഞ്ഞതിന് ശേഷം നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളുടേതായ ഏരിയ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. കമ്പനിയിൽ വേണമെങ്കിൽ കമ്പനിയിൽ വർക്ക് ചെയ്യാം, ഇൻഡിപെൻഡന്റ് ആയിട്ട് ഫേം ഇട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ വർക്ക് ചെയ്യാം. ഒരുപാട് ഓപ്ഷൻസ് നമുക്കുണ്ട്. ഇനി ഓൾറെഡി ഞാൻ പറഞ്ഞു ACCയുടെ മെയിൻ പ്രത്യേകത ഇതാണ്, 180+ കൺട്രീസിൽ റെക്കഗ്നൈസ്ഡ് ആണ്. ഫൈനാൻസ്, ബിസിനസ്, ടാക്സേഷൻ ഇതെല്ലാം നമ്മൾ ഈ ഒരു ക്വാളിഫിക്കേഷനിൽ പഠിക്കുന്നുണ്ട്. അതേപോലെ മൾട്ടിനാഷണൽ കമ്പനീസ്, നമുക്കറിയാം പല മൾട്ടിനാഷണൽ കമ്പനീസും പല രാജ്യത്തും ഇന്ത്യയിലടക്കം അതിന് ബ്രാഞ്ചസ് ഉണ്ട്. ഇപ്പോൾ അവരുടെ പുറത്തുള്ള വർക്കെല്ലാം നമ്മൾ ഇന്ത്യയിൽ ഇരുന്ന് ഔട്ട്സോഴ്സ് ചെയ്തിട്ടായിരിക്കും പലതും ചെയ്യുന്നുണ്ടാവാം. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലടക്കം നമുക്ക് എന്ത് ചെയ്യാം, ജോലി സാധ്യതകളുണ്ട്. യെസ്, ഓൾറെഡി പറഞ്ഞ പോലെ പുറത്തോട്ട് പോകാൻ അല്ലെങ്കിൽ പുറത്തു പോകാൻ ചെറിയൊരു സാധ്യതയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് നല്ലൊരു ഓപ്ഷനാണ്. നേരത്തെ 1-2 പേര് ഡൗട്ട് ചോദിച്ചു, ആവറേജ് സ്റ്റുഡൻസിന് പെർസ്യൂ ചെയ്യാൻ പറ്റിയ ഒരു കോഴ്സ് ഏതാണ്, അല്ലെങ്കിൽ സയൻസ് സ്റ്റുഡൻസിന് പറ്റിയ കോഴ്സ് ഏതാണ്? ഈ പറഞ്ഞ എല്ലാ കോഴ്സുകളും നിങ്ങൾക്ക് ചെയ്യാം. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയുന്നു. ഞാൻ ബയോളജി സയൻസ് പഠിച്ചൊരു സ്റ്റുഡൻ്റ് ആണ്. അതിനുശേഷമാണ് ACC കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ സയൻസ് സ്റ്റുഡൻസിന്, ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് എന്തുകൊണ്ടും ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സ് തന്നെയാണ് ACC. എന്ന് പറഞ്ഞാൽ ഒന്നും പഠിക്കേണ്ട എന്നാണോ? അല്ല, പഠിക്കാനുണ്ട്. ബട്ട് സ്റ്റിൽ ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് ഒരു കുറച്ച് ടൈം വെച്ച് ഡെയിലി മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന കോഴ്സാണ്. ഇനി ഈ കോഴ്സിന്റെ സ്ട്രക്ചർ പറയുകയാണ്. ഇത് പാസ്സാവാൻ എന്ത് ചെയ്യണം? നമുക്ക് ഇൻ ടോട്ടൽ 13 പേപ്പറാണ് ACCയിൽ ഉള്ളത്. നിങ്ങൾ ACC ക്വാളിഫൈഡ് ആവണമെങ്കിൽ 13 പേപ്പേഴ്സ് പാസ്സാവണം. 13 പേപ്പർ എന്ന് പറയുന്നത് 3 ലെവൽസ് ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന് അപ്ലൈഡ് നോളജ് എന്ന് പറയുന്ന ലെവൽ, 2 അപ്ലൈഡ് സ്കിൽസ് എന്ന് പറയുന്ന ലെവൽ, ദെൻ സ്ട്രാറ്റജിക് പ്രൊഫഷണൽ എന്ന് പറയുന്ന ലെവൽ. നിങ്ങളൊരു +2 കംപ്ലീറ്റഡ് സ്റ്റുഡന്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ +2 ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റുഡന്റ് ആണെങ്കിൽ പോലും ACCക്ക് രജിസ്റ്റർ ചെയ്യാം. അങ്ങനെയുള്ള ഒരു സ്റ്റുഡന്റ് 13 പേപ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. അതല്ല, നിങ്ങളൊരു കോമേഴ്സ് ഗ്രാജുവേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 4 പേപ്പർ മുതൽ 6 പേപ്പേഴ്സ് വരെ എക്സംഷൻ കിട്ടാറുണ്ട്. അതേപോലെ നിങ്ങളൊരു CMA ക്വാളിഫൈഡ് ആണെങ്കിൽ, CA ക്വാളിഫൈഡ് ആണെങ്കിലൊക്കെ കുറച്ച് പേപ്പേഴ്സ് എക്സംഷൻ കിട്ടും. അപ്പൊ ബാക്കി നിങ്ങൾ 9 അല്ലെങ്കിൽ 8 6 പേപ്പർ ഒക്കെ ആയിരിക്കും നിങ്ങൾ എഴുതേണ്ടി വരിക. അത് ഡിപ്പെൻഡ്സ് ഓൺ യുവർ ക്വാളിഫിക്കേഷൻ, അതിൽ വേരിയേഷൻസ് വരാം. ബട്ട് നോർമൽ ഒരു +2 സ്റ്റുഡന്റ് പെർസ്യൂവിംഗ് ആണെങ്കിലും കംപ്ലീറ്റഡ് ആണെങ്കിലും 13 പേപ്പേഴ്സ് ആണ് ACCയിൽ ചെയ്യാനുള്ളത്. ഇനി അതില് എല്ലാ എക്സാംസും തന്നെ, ACCയുടെ എല്ലാ എക്സാംസും തന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. ഞാൻ പറഞ്ഞു കുറച്ചും കൂടി ഒരു ഗ്ലോബൽ ലെവലിൽ വരുന്ന ഒരു ക്വാളിഫിക്കേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റാൻഡേർഡ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ എക്സാംസും ഓൺലൈൻ എക്സാംസ് ആണ്. ഇനി അതിന്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. നോക്കുക, ആദ്യത്തെ ലെവൽ. അപ്പൊ ആദ്യത്തെ ലെവൽ എന്ന് പറഞ്ഞാൽ ഇതിൽ 4 പേപ്പേഴ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ 4 പേപ്പേഴ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ 4 പേപ്പർ, ഈ പേപ്പേഴ്സ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എക്സാം എഴുതാൻ പറ്റും. അതായത് ഇപ്പൊ നമുക്കറിയാം, ഇപ്പോൾ നിങ്ങൾക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ +2 എക്സാം മാർച്ചിൽ വരും അല്ലെങ്കിൽ ഏപ്രിൽ വരും നോർമലി. ഡിഗ്രിക്കാണെങ്കിൽ സെമസ്റ്റർ വൈസ് എക്സാം ഉണ്ട്. പക്ഷേ ACCയുടെ കേസിൽ ആദ്യത്തെ 4 പേപ്പർ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എക്സാം എഴുതാം. ഞാൻ ഓൾറെഡി പറഞ്ഞു, മോഡ് ഓഫ് എക്സാം കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്. ഇനി ആദ്യത്തെ 4 പേപ്പറിന്റെ എക്സാം ഡ്യൂറേഷൻ വരുന്നത് 2 hours ആണ്. 2 മണിക്കൂറാണ് എക്സാം വരുന്നത്. ക്വസ്റ്റ്യൻസ് ആദ്യത്തെ 4 പേപ്പറിൽ MCQ ക്വസ്റ്റ്യൻസും MTQ ക്വസ്റ്റ്യൻസും ഉണ്ടാവും. ലൈക്ക് മാച്ച് ദ ഫോളോയിങ്, അതേപോലെ ഓപ്ഷൻസ് തന്നും അതിലെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ഫ്രീക്വൻസി, നിങ്ങൾക്ക് എപ്പോഴാണ് എക്സാം എഴുതാൻ പറ്റുക? എനി ടൈം. അതായത് ഫോർ എക്സാമ്പിൾ, ഞാൻ പഠിക്കാൻ തുടങ്ങി, 2 മാസം കൊണ്ട് ഒരു സബ്ജക്ട് കംപ്ലീറ്റ് ചെയ്തു, അടുത്ത ദിവസം എനിക്ക് എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എക്സാം എഴുതാനായിട്ട് പറ്റും. ഈ നിങ്ങൾ തീരുമാനിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സാം എഴുതാം. അപ്പോൾ തന്നെ റിസൾട്ടും വരും. നിങ്ങൾ എക്സാം എഴുതി ഉടൻ തന്നെ 2 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് വരും. അതുകൊണ്ട് തന്നെ ACCനെ കുറിച്ച് എല്ലാവരും പറയാറുണ്ട് ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൺവീനിയൻസിന് സ്ട്രക്ചർ ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. അതാണ് ACCയുടെ വലിയൊരു അഡ്വാൻറ്റേജ്.
ഇനി മാർക്കിംഗ് സ്കീം ഓരോ പേപ്പറിനും ACCയുടെ എല്ലാ പേപ്പറിനും 100 മാർക്കാണ്. അതിൽ 50% ആണ് വേണ്ടത്. 100 ടോട്ടൽ മാർക്സ്. അതിൽ 50 മാർക്സ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പാസ്സായി. പിന്നെ അടുത്തൊരു ഡൗട്ട്, MCQ ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് സാറേ ഇതിൽ നെഗറ്റീവ് മാർക്ക് ഉണ്ടോ? ആൻസർ തെറ്റിക്കഴിഞ്ഞാൽ റോങ് ആൻസറിന് നെഗറ്റീവ് മാർക്ക് ഉണ്ടോ? ഇല്ല, നെഗറ്റീവ് മാർക്സ് ഒന്നുമില്ല. അപ്പൊ കമ്പാരിറ്റീവ്ലി പാസ് ആവാൻ കുറച്ചും കൂടെ ചാൻസ് ഉണ്ട്. 50% മാർക്ക് കിട്ടിയാൽ മതി, നെഗറ്റീവ് മാർക്സ് ഒന്നുമില്ല. ആദ്യത്തെ ലെവലിലെ MCQ ക്വസ്റ്റ്യൻസ് ആണ് ഒരുപാടുള്ളത്. സോ പാസ് ആവാനുള്ള ചാൻസ് കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. മാത്രമല്ല നിങ്ങളുടെ കൺവീനിയൻസിന്, നിങ്ങൾ പ്രിപ്പറേഷൻ തീരുന്നതിന് അനുസരിച്ച് നിങ്ങൾക്ക് എക്സാം എഴുതിയാൽ മതി. ദെൻ അടുത്ത ലെവൽ, അപ്പൊ ആദ്യത്തെ 4 പേപ്പർ കഴിഞ്ഞു. പിന്നെ അടുത്ത ലെവലിലേക്ക് വരാണ്. പിന്നെയുള്ള 5 പേപ്പറിനെ കുറിച്ചാണ് പറയുന്നത്. അപ്ലൈഡ് സ്കിൽസ് ലെവലിലെ പേപ്പേഴ്സ് ആണ് പറയുന്നത്. അതും കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാംസ് ആണ്. ഇവിടേക്ക് വരുമ്പോൾ എക്സാം ഓരോ പേപ്പറും 3 മണിക്കൂറാണ് എക്സാം ഉള്ളത്. ഓരോ പേപ്പറും MCQ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, MTQ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതേപോലെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാവും. തിയറിയും പ്രോബ്ലവും രണ്ടും വരാം. ഫ്രീക്വൻസി ഓഫ് എക്സാം ഇവിടെ ഇയർലി 4 തവണയാണ് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റുക. മാർച്ച്, ജൂൺ, സെപ്റ്റംബർ, ഡിസംബർ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം എല്ലാവരും. അതായത് ഇയർലി 4 തവണ എക്സാം ഉണ്ട്. 3 മാസം കൂടുമ്പോഴാണ് എക്സാം. ഇൻ ടോട്ടൽ നമ്മൾ പറഞ്ഞു 13 പേപ്പറാണ് നമുക്ക് പാസ്സാവാനുള്ളത്. 13 പേപ്പർ. അപ്പോൾ ഓരോ 3 മാസവും നിങ്ങൾക്ക് എക്സാം എഴുതാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ ACC എന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ നമ്മൾ ഏകദേശം എത്ര സമയം എടുക്കും? 2 വർഷം കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാം. അതല്ല, ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിന്, കൺവീനിയൻസിന് നിങ്ങൾക്ക് പതിയെ എക്സാം എഴുതി പോയാൽ മതി എന്നുണ്ടെങ്കിൽ 3 വർഷം. അപ്പോൾ 2 മുതൽ 3 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ഈ ACC എന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഓരോ 3 മാസവും കൂടുമ്പോൾ എക്സാം ഉണ്ട്. ഓരോ 3 മാസത്തിൽ 1 or 2 പേപ്പേഴ്സ് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. വളരെ റിലാക്സ്ഡ് ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പൊ കമ്പാരിറ്റീവ്ലി ഒരു ഈ പറഞ്ഞ ഇന്ത്യൻ കോഴ്സുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി എക്സാം സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആണ്. പക്ഷേ സിലബസ് നോക്കുകയാണെങ്കിൽ മെജോറിറ്റി നമ്മൾ CAയിലൊക്കെ പഠിക്കുന്ന അതേ കാര്യങ്ങൾ, മെജോറിറ്റി അവിടെ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ACCയിലും പഠിക്കാനുണ്ട്. ചെയ്യുന്ന വർക്കും കുറേയൊക്കെ സിമിലർ ആണ്, പക്ഷെ കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആണെന്ന് മാത്രം. അതേപോലെ പാസ് പെർസെൻറ്റേജും ACCക്ക് കൂടുതലുണ്ട്. മാർക്കിംഗ് സ്കീം ഓൾറെഡി പറഞ്ഞു 100 മാർക്സ് ആണ്. ഇവിടെയും നെഗറ്റീവ് മാർക്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതാണ് ACCയുടെ ആദ്യത്തെ 2 ലെവലിൽ വരുന്നത്. ഇനി 13 പേപ്പർ പാസ് ആവുമ്പോൾ തന്നെ 13 പേപ്പറാണ് ടോട്ടൽ എന്ന് പറഞ്ഞു. 9 പേപ്പർ പാസ് ആവുമ്പോൾ തന്നെ, അതായത് ACCയുടെ പാർട്ട് ക്വാളിഫൈഡ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് വർക്കിന് പോകാനായിട്ട് പറ്റും. നമുക്ക് നമ്മുടെ സ്റ്റുഡൻസ് 9 പേപ്പർ പാസ് ആവുമ്പോൾ മുതൽ ജോബിന് പോവാറുണ്ട്. അത് ഇന്ത്യയിലാണെങ്കിൽ അല്ലെങ്കിൽ കേരളത്തിലെ കേസ് എടുത്താൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേക്കൻസീസ് വരാറുള്ളത് കൊച്ചിയിൽ ഇൻഫോ പാർക്കും അതേപോലെ ട്രിവാൻഡ്രത്ത് ടെക്നോ പാർക്കും ഉണ്ട്. ഇവിടെ ഒരുപാട് മൾട്ടിനാഷണൽ കമ്പനീസ് ഉണ്ട്. അപ്പൊ അവരുടെ ഔട്ട്സോഴ്സ്ഡ് വർക്ക് പലതും ഇവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങോട്ടേക്കൊക്കെ നമ്മൾ ഒരുപാട് സ്റ്റുഡൻസ് പ്ലേസ്ഡ് ആവാറുണ്ട്. നല്ല സാലറിയിൽ തന്നെയാണ് പ്ലേസ്ഡ് ആവുന്നത്. ഇനി എക്സാം സെന്റേഴ്സ്, എവിടെയാണ് ഇതിന്റെ എക്സാം വരിക? എക്സാം സെന്റേഴ്സ് നോർമലി ഈ കോവിഡ് സിറ്റുവേഷന് മുൻപ് കേരളത്തിലെ എക്സാം സെന്റേഴ്സ് ഉണ്ടായിരുന്നത് ട്രിവാൻഡ്രം, കൊച്ചിൻ, കാലിക്കറ്റ് ആയിരുന്നു കോവിഡിന് മുൻപ്. പിന്നെ ഇന്ത്യയിലാണെങ്കിൽ എല്ലാ മെട്രോ സിറ്റിയിലും എക്സാംസ് ഉണ്ട്, എക്സാം സെന്റേഴ്സ് ഉണ്ട്. ബട്ട് ഡ്യൂ ടു ദ കോവിഡ് സിറ്റുവേഷൻ ഇപ്പൊ നമുക്കറിയാം +2 എക്സാം, CBSEയുടെ +2 എക്സാം, SLC എക്സാം, 10th എക്സാം ക്യാൻസൽ ചെയ്തു. +2 പലതും പോസ്റ്റ്പോൺ ചെയ്തു. പല PSC എക്സാമുകളെല്ലാം പോസ്റ്റ്പോൺ ചെയ്തു. അപ്പൊ ഈ കോവിഡ് സിറ്റുവേഷൻ വന്നപ്പോൾ ACC ചെയ്ത കാര്യം, എല്ലാ എക്സാമും കുട്ടികൾ പഠിച്ച് പ്രിപ്പയർ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ഇവർക്ക് എക്സാം എഴുതാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അവരുടെ അത്രയും ടൈം വേസ്റ്റ് ആവുകയാണ്. അതുകൊണ്ട് തന്നെ ACC ചെയ്തൊരു കാര്യം, എല്ലാ കുട്ടികൾക്കും എക്സാംസ് വീട്ടിലിരുന്ന് തന്നെ എഴുതാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കും. എന്ന് പറഞ്ഞാൽ ഒരു വെബ് ക്യാം യൂസ് ചെയ്ത് അവർ നമ്മളെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവർ നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെതായ മെഷേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് ഇപ്പൊ കറന്റ് ACC എക്സാംസ് എല്ലാം തന്നെ കഴിഞ്ഞ 1 വർഷമായിട്ട് വീട്ടിലിരുന്ന് എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ട്. കഴിഞ്ഞ കോവിഡ് വന്ന ആ ഒരു സിറ്റുവേഷൻ മുതൽ നമ്മളെ കുട്ടികളെല്ലാവരും ACC എക്സാംസ് വീട്ടിലിരുന്ന് തന്നെ എഴുതി പാസ്സായി വരുന്നുണ്ട്. അപ്പോൾ അതാണ് കറന്റ് സിറ്റുവേഷൻ. കോവിഡ് സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് ഇപ്പൊ എല്ലാ എക്സാംസും വീട്ടിലിരുന്നാണ്. പക്ഷെ അത് മാറിക്കഴിഞ്ഞാൽ നോർമലി എക്സാം സെന്റേഴ്സ് ഉണ്ടാവും, അവിടെ പോയിട്ടായിരിക്കും നമ്മൾ എക്സാം എഴുതാം. സോ ഇത്രയാണ് ACCയെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ കുറച്ച് പേർക്കുള്ളൊരു ഡൗട്ട് ആയിരിക്കും, അല്ലെങ്കിൽ അറിയേണ്ട ഒരു നല്ല ആഗ്രഹമുള്ള ഒരു കാര്യമായിരിക്കും സാലറി എത്രയാണെന്നുള്ളത്. സോ സാലറി ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് സെർച്ച് ചെയ്യാൻ പറ്റുക ഗൂഗിളിലാണ്. ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്യുന്നു ആവറേജ് സാലറി. ആവറേജ് സാലറി ഫോർ എൻ ACCA ഇൻ ഇന്ത്യ, നമ്മൾ ആവറേജ് സാലറി സെർച്ച് ചെയ്യാണ്. ആവറേജ് സാലറി
അപ് ടു 8 lakh per annum ആണ് സ്റ്റാർട്ടിംഗ് സാലറി ആണ്. ഏറ്റവും സ്റ്റാർട്ടിങ്ങിലാണ് പറയുന്നത് സ്റ്റാർട്ടിംഗ് സാലറി. ഇത് പുറത്തു പോവുകയാണെങ്കിൽ നമുക്കറിയാം ഇന്ത്യയിൽ കിട്ടുന്നതിന്റെ 3 times 4 times ഒക്കെ നമുക്ക് പുറത്തു പോവുകയാണെങ്കിൽ കിട്ടും. അപ്പൊ ഇത്രയും നമ്മൾ പുറത്തു പോവുകയാണെങ്കിൽ അതിന്റെ 4 times ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഏൺ ചെയ്യാനായിട്ട് പറ്റും. ഇതൊരിക്കലും ഞാൻ പറഞ്ഞത് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയല്ല, ബട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾ ഇത്ര കോഴ്സിന്റെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു, ഇതിന്റെ പേ സ്കെയിൽ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊരു ഒരു ഐഡിയ ഉണ്ടാവണം, അതിനുവേണ്ടി പറഞ്ഞതാണ്. സോ ഇത്രയാണ് നമ്മുടെ ACCA എന്ന് പറയുന്ന കോഴ്സ്. അപ്പോ സയൻസ് സ്റ്റുഡന്റ് ആണെങ്കിലോ SLC അല്ലെങ്കിൽ +2 പേപ്പറുകൾ മതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ. നമുക്കറിയാം ഈവൻ ഒരു ഡിഗ്രി കഴിയണേ പോലും സോറി എന്തെങ്കിലും പറയുന്നുണ്ടോ ആരെങ്കിലും? ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് +2 പെർസ്യൂ ചെയ്യുന്ന ആൾക്കാർക്കും അതേപോലെ ഡിഗ്രി കഴിഞ്ഞ ആൾക്കാർക്കും +2 കംപ്ലീറ്റ് ആയ ആൾക്കാർക്കും എല്ലാം ഇത് ജോയിൻ ചെയ്യാം. യെസ്, നിങ്ങളുടെ 10th സർട്ടിഫിക്കറ്റ് വെച്ച് തന്നെ നമുക്ക് ACCക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈവൻ 10th കംപ്ലീറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കും ഇപ്പോൾ +1 നിൽക്കുന്ന ആൾക്കാർക്കും വേണമെങ്കിൽ ACCA ചെയ്യാവുന്നതാണ്, ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. യെസ്, ഞാൻ പറഞ്ഞു ഡ്യൂറിങ് +2, ആഫ്റ്റർ +2, അതേപോലെ ഡിഗ്രിക്ക് ശേഷം. അത് കൊമേഴ്സ് ഡിഗ്രി ആണെങ്കിൽ നമുക്ക് എക്സംഷൻസ് ഉണ്ടാവും. ഇത്രയാണ് ACCനെ കുറിച്ച് പറയാനുള്ളത്. ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ ഡൗട്ട്സ് നിങ്ങൾ ചാറ്റിൽ ഇട്ട് വെക്കുക. അത് ഫൈനലി നമ്മൾ ചെയ്യാം, ഏറ്റവും ലാസ്റ്റ് നമ്മൾ എല്ലാം അഡ്രസ് ചെയ്യുന്നുണ്ട്. കാരണം ഓരോ കോഴ്സിനും വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അതുകൊണ്ടാണ്. സോ ഇത്രയാണ് ACCനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഒരു ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് എന്ന രീതിയിൽ ACCയുടെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞു. ഇനി അടുത്തൊരു കോഴ്സിലേക്ക് വരികയാണ്, CMA US എന്ന് പറയുന്ന കോഴ്സ്. ഇത് കുറച്ചും കൂടെ ഇപ്പോൾ ഡിഗ്രി ഒക്കെ പാസ്സായി നിൽക്കുന്ന ആൾക്കാർ, ഇപ്പോൾ BCom പോലെയുള്ള ഡിഗ്രി, കൊമേഴ്സ് ഡിഗ്രി പാസ്സായി നിൽക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഡിഗ്രി പാസ്സായി നിൽക്കുന്ന ആൾക്കാർ, നമുക്കറിയാം നമ്മുടെ നാട്ടിൽ അത്രയും ഗ്രാജുവേറ്റ്സ് ഉണ്ട്, ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ഇത്രയും ആൾക്കാർക്കുള്ള ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ജോബോ കാര്യങ്ങളോ വേക്കൻസിയോ കാര്യങ്ങളോ നമ്മുടെ നാട്ടിലില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ പ്രൈവറ്റ് സെക്ടറിലൊക്കെ അതിന്റെ സാലറി ഭയങ്കര കുറവാണ്. ഇപ്പോൾ ഒരു ഡിഗ്രി കംപ്ലീറ്റഡ് ആയിട്ടുള്ള ആൾക്ക് കിട്ടുന്ന സാലറി ഭയങ്കര കുറവാണ്. അപ്പൊ ഇവിടെ പലരെ സംബന്ധിച്ചും ഒരു ചെറിയ കോഴ്സ് പഠിച്ചാൽ നല്ലൊരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നു, അത് വെച്ച് നല്ലൊരു സാലറി ഏൺ ചെയ്യാൻ പറ്റുമെങ്കിൽ, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അവിടെ CMA US എന്ന് പറയുന്ന കോഴ്സ് അത് നല്ലൊരു ഓപ്ഷനാണ്. അതായത് നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞു അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം, ഒരു ഷോർട്ട് ടൈം പീരീഡിൽ നിങ്ങൾക്ക് ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഒരു 1 year കൊണ്ട് നിങ്ങൾ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നു, അപ്പോൾ അതിനനുസരിച്ചുള്ള സാലറി ഹൈക്ക് കാര്യങ്ങൾ നിങ്ങൾക്ക് വരുന്നു. അങ്ങനെ ഒരു കോഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, CMA US എന്ന് പറയുന്നത്. CMA ഇന്ത്യ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, CMA US ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സർട്ടിഫൈഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ്. മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ആ ഒരു റോളിലേക്കായിരിക്കും നമുക്ക് കൂടുതൽ സ്കോപ്പ് ഉണ്ടാവുക CMA US കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. ഇനി CMA US ആ പേര് പറയുന്ന പോലെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത്, അതിന്റെ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് US-ലുള്ള IMA എന്ന് പറയുന്ന ബോഡിയാണ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടൻസ്. US-ലുള്ള ബോഡിയാണ് ഈ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഡീറ്റെയിൽസിലേക്ക് വരാം. സോറി, എന്തുകൊണ്ട് നമ്മൾ CMA US അല്ലെങ്കിൽ ഇതിന്റെ സ്കോപ്പ് എന്താ? CMA US എന്ന് പറഞ്ഞാൽ അതിന്റെ മെയിൻ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞു, വളരെ ചെറിയ ടൈം പീരീഡ് കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ്. 1 year കൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും CMA US എന്ന് പറയുന്ന കോഴ്സ്. പിന്നെ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ റിസർച്ച് പറയുന്നത് ഇതിലെ ലാസ്റ്റ് സെന്റൻസ്, ഒരു ഗ്രാജുവേറ്റിനേക്കാൾ 67% കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റും നിങ്ങളൊരു CMA US ആണെങ്കിൽ. അപ്പൊ അത്രയും നിങ്ങളുടെ സാലറി ലെവലിലൊക്കെ മാറ്റം വരും നിങ്ങളൊരു CMA US ക്വാളിഫൈഡ് ആണെങ്കിൽ. നമ്മുടെ വർക്ക് വരുന്നത് കമ്പനിയുടെ മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയയിലാണ് നമുക്ക് വർക്ക് വരാം. അനലിസ്റ്റ് പോലുള്ള ജോബുകളൊക്കെ നമുക്ക് CMA US-ന് ശേഷം ചെയ്യാവുന്നതാണ്. ഈവൻ ഇന്ത്യക്കും കേരളത്തിനകത്തും ഇന്ത്യക്ക് പുറത്തും ഒക്കെ ഒരുപാട് ജോലി സാധ്യതയുള്ള കോഴ്സ് തന്നെയാണ് CMA US. നമുക്ക് അതിന്റെ സ്ട്രക്ചറിലേക്ക് വരാം. CMAയുടെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എത്ര എക്സാം പാസ്സാവണം? 2 എക്സാം പാസ്സായാൽ മതി. 2 എക്സാം എഴുതി പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെലവെന്റ് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, നിങ്ങളൊരു ഡിഗ്രിയും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഡിഗ്രി ഹോൾഡർ ആണെങ്കിൽ നിങ്ങൾക്ക് CMAയുടെ സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പോൾ 2 എക്സാംസ് മാത്രം പാസ്സായാൽ മതി. അതാണ് CMA കോഴ്സിന്റെ അട്രാക്ട് ചെയ്യുന്ന വലിയൊരു ഫാക്ടർ. 2 പേപ്പേഴ്സ് മാത്രം പാസ്സായാൽ മതി. ആ 2 പേപ്പറിൽ തന്നെ നിങ്ങൾ കുറേ സബ്ജക്ട്സിന്റെ ഒരു സമ്മറി ഓരോ പേപ്പറിൽ നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. നിങ്ങൾ നാളെ കമ്പനി പോയാൽ ഫേസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളുടെ ഒരു സമ്മറി 2 പേപ്പറിലുമായിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. പക്ഷെ എക്സാം എഴുതുമ്പോൾ 2 എക്സാംസ് മാത്രം നമ്മൾ എഴുതിയാൽ മതി. ഇനി അതിന്റെ എക്സാം സ്ട്രക്ചർ, നമുക്ക് 2 എക്സാംസ് ആണെന്ന് പറഞ്ഞു. ഓരോ പേപ്പറും 4 മണിക്കൂറാണ് എക്സാം. 2 പേപ്പറേ ഉള്ളൂ, ഓരോ പേപ്പറും 4 മണിക്കൂർ വെച്ചിട്ടാണ് എക്സാം. നമുക്ക് പാസ് ആവാനായിട്ട് 500-ലാണ് എക്സാം വരിക, അതിൽ 360 ആണ് പാസ് ആവാനായിട്ട് വേണ്ടത്. അറൌണ്ട് 72% ആണ് പാസ് ആവാനായിട്ട് വേണ്ടത്. അങ്ങനെ 2 എക്സാം. അപ്പൊ നിങ്ങൾക്ക് ഫൈനലി CMA US-ന്റെ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ, പേരിന്റെ കൂടെ ഇത് എഴുതി വെക്കണമെന്നുണ്ടെങ്കിൽ
കുറച്ച് കണ്ടീഷൻസ് എന്ന് പറയുന്നത്, ഒന്ന് നിങ്ങളൊരു ഡിഗ്രി ഹോൾഡർ ആയിരിക്കണം, ഏതെങ്കിലും ഡിഗ്രി, നാട്ടിലുള്ള ഏത് യൂണിവേഴ്സിറ്റി ആണെങ്കിലും കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു ഡിഗ്രി ഹോൾഡർ ആയിരിക്കണം. രണ്ട്, നിങ്ങൾക്ക് 2 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. പിന്നെ നിങ്ങൾ 2 എക്സാംസും പാസ്സായിരിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു, എസ്പെഷ്യലി ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് വളരെ നല്ലൊരു ഓപ്ഷനാണ് CMA US എന്ന് പറയുന്നത്. കാരണം ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു 21 ആയിട്ടുണ്ടാവും ഏജ്, അല്ലെങ്കിൽ 20-21 ആയിട്ടുണ്ടാവും. അപ്പൊ പെട്ടെന്ന് ഒരു കോഴ്സ്, പെട്ടെന്ന് ജോലിക്ക് കയറുക എന്നുള്ളതായിരിക്കും ടാർഗറ്റ്. അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് CMA US നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ മനസ്സിലാക്കുക, കമ്പാരിറ്റീവ്ലി ചെറിയൊരു കോഴ്സാണ്, അതുകൊണ്ട് തന്നെ സ്കോപ്പും ലിമിറ്റഡ് ആണ്. അതായത് 3 വർഷം അല്ലെങ്കിൽ 2 വർഷം ACCA കാരൻ പഠിച്ചു, അല്ലെങ്കിൽ CA കാരൻ 5 വർഷം പഠിച്ചു, അതിനേക്കാൾ കൂടുതൽ സ്കോപ്പ് അല്ലെങ്കിൽ അത്രയും സ്കോപ്പ് ഒരിക്കലും ആർക്കും ഉണ്ടാവില്ല, CMA US ഉണ്ടാവില്ല. പക്ഷേ എടുക്കുന്ന എഫേർട്ട്, നമ്മൾ 1 വർഷം അതിനുവേണ്ടി മാറ്റി വെക്കുന്നുള്ളൂ. അതുമായി കമ്പയർ ചെയ്യുമ്പോൾ നല്ലൊരു ഓപ്ഷനാണ് CMA US എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ എക്സാം സെന്റർ വരുന്നത് കേരളത്തിലെ ട്രിവാൻഡ്രത്താണ് എക്സാം സെന്റർ വരുന്നത്. ദെൻ നമ്മുടെ ബാക്കി നിയറസ്റ്റ് സെന്റേഴ്സ് നോക്കുകയാണെങ്കിൽ ചെന്നൈ, ബാംഗ്ലൂർ, ഹൈദരാബാദ്. കേരളത്തിലാണെങ്കിൽ ട്രിവാൻഡ്രത്താണ് സെന്റർ വരുന്നത്. ഇതേപോലെ സാലറി നിങ്ങൾ എന്ത് ചെയ്യുക, സെർച്ച് ചെയ്ത് നോക്കുക. ഞാനത് നമ്മളൊരു എമൗണ്ട് പറയുന്നത് നിങ്ങൾ അതിലേക്ക് അട്രാക്ട് ചെയ്യല്ല, നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, ഇതിന്റെ ഡീറ്റെയിൽസ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് സാലറിയുടെ കാര്യത്തിൽ ഒരു ഡിബേറ്റിലേക്ക് വരണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പൊ സാലറി നിങ്ങൾക്ക് തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അറിയാനായിട്ട് പറ്റും. ഇനി ഈ കോഴ്സുകളെല്ലാം തന്നെ ഈ പറഞ്ഞ 5 കോഴ്സുകൾ ഞാൻ പറഞ്ഞു, നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോൾ പഠിക്കുന്ന കോളേജോ അല്ലെങ്കിൽ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടോ അല്ല നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരുന്നത്. നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരുന്ന ആരാണ്? ആ പറയുന്ന റെലവന്റ് ബോഡിയാണ്. ഇപ്പൊ ACC ആണെങ്കിൽ UK ACC എന്ന് പറയുന്ന ബോഡിയാണ് നിങ്ങൾ സർട്ടിഫിക്കറ്റ് തരുന്നത്. CMA US ആണെങ്കിൽ IMA ആണ് സർട്ടിഫിക്കറ്റ് തരുന്നത്. അതേപോലെ CA ആണെങ്കിൽ ICA ആണ് സർട്ടിഫിക്കറ്റ് തരുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു ക്വാളിഫിക്കേഷൻ നേടണമെന്നുണ്ടെങ്കിൽ, ഇത് പാസ്സാവണമെന്നുണ്ടെങ്കിൽ വേണ്ട കാര്യങ്ങൾ, ഒന്ന്, നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം, നിങ്ങളിത് പഠിക്കാൻ റെഡി ആയിരിക്കണം. ഓരോ കോഴ്സിനും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കോഴ്സ് നിങ്ങൾ എടുത്തു, അപ്പൊ നിങ്ങൾ അത്രയും അടിപൊളിയാണ്, നിങ്ങളത് പാസ്സായെങ്കിൽ നിങ്ങൾക്ക് അത്രയും ജോലി സാധ്യതകൾ ഉണ്ടാവും, അത്രയും സാലറി ഉണ്ടാവും, അത്രയും റെസ്പെക്ട് ഉണ്ടാവും. എല്ലാവരും പാസ്സാവുന്ന ഒരു കോഴ്സാണ് നിങ്ങൾ പാസ്സായത്, അപ്പൊ അതിനനുസരിച്ച് സാലറി, റെസ്പെക്ട് കാര്യങ്ങളൊക്കെ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. പിന്നെ നിങ്ങൾ പഠിക്കുമ്പോൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും നല്ല ടീച്ചിങ് എവിടെയാണോ കിട്ടുന്നത് എന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം നിങ്ങളെ സംബന്ധിച്ച് ആ എക്സാംസ് പാസ്സാവുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏറ്റവും നല്ല ക്ലാസ്സുകൾ എവിടെയാണ് കിട്ടുന്നത്, ഏറ്റവും നല്ല ഫാക്കൽറ്റീസ് എവിടെയാണുള്ളത് എന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ എടുത്തു പറയാനുള്ള കാരണം നമ്മളെ സംബന്ധിച്ച് നിങ്ങൾ ബാക്കി എല്ലാത്തിനേക്കാൾ ഇമ്പോർട്ടൻസ് അതിനാണ് കൊടുക്കുന്നത്. നിങ്ങൾ പാസ്സാവുന്നുണ്ടോ എന്നതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അത് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചാലും ആ ഒരു കാര്യമാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ ട്രിപ്ലൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓൾറെഡി മാം പറഞ്ഞു, നമുക്ക് 2 ബ്രാഞ്ചസ് ആണുള്ളതെന്ന് പറഞ്ഞു. കൊച്ചിയിലും ട്രിവാൻഡ്രത്തുമാണ് ബ്രാഞ്ചസ് ഉള്ളത്. പക്ഷെ ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ എല്ലാ ക്ലാസ്സുകളും ഓൺലൈനായിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൺലൈൻ ക്ലാസ്സുകളും റെക്കോർഡഡ് ക്ലാസ്സുകളും ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ നമുക്ക് കൊച്ചിയിലും ട്രിവാൻഡ്രത്തുമാണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ എല്ലാ ക്ലാസ്സുകളും ഓൺലൈനായിട്ട്, ലൈവ് ക്ലാസ്സുകളും അതേപോലെ റെക്കോർഡ് ക്ലാസ്സസ് സെപ്പറേറ്റ് ഒരു ആപ്ലിക്കേഷൻ ത്രൂ അതും ട്രിപ്ലൈയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല ഫാക്കൽറ്റീസിനെ പൂൾ ചെയ്തിട്ടാണ്, ആ ഒരു ഫാക്കൽറ്റി പൂൾ യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ക്ലാസ്സസ് കൊടുക്കുന്നത് ട്രിപ്ലൈയിൽ. സോ ഇത്രയാണ് ജനറലി കോഴ്സുകളെ കുറിച്ച് പറയാനുള്ളത്. ഇനി എനിക്ക് തോന്നുന്നു നമുക്ക് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന കുറച്ച് ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാം. ഇത്രയുള്ള മാം. ശ്രുതി മാം. യെസ് സർ. കോമൺലി ഡൗട്ട്സുകൾ എനിക്ക് തോന്നുന്നു കുട്ടികൾ ചോദിച്ച ഡൗട്ട്സുകൾ റെലവെന്റ് ആയിട്ടുള്ള പാനലിസ്റ്റിന്റെ അടുത്ത് ചോദിക്കാമെന്ന് തോന്നുന്നു. യെസ്, ഇതിൽ കോമൺലി കുറച്ച് ഇപ്പം ഡൗട്ട്സ് വന്നിട്ടുണ്ട് ACCA. അപ്പൊ നമുക്ക് താഴത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ഒരു ഡൗട്ട് സർ ഇതിൽ ചോദിച്ചത് ACCA കേരളത്തിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുമെന്നാണ്. യെസ്, തീർച്ചയായും. അതാണ് ഞാൻ ഓൾറെഡി അഡ്രസ് ചെയ്തു. അതായത് നമ്മുടെ കുട്ടികൾ, നമ്മുടെ ഇവിടെ പഠിക്കുന്ന കുട്ടികൾ, എൻ്റെ തന്നെ സ്റ്റുഡൻസ് കൊച്ചിയിലും ട്രിവാൻഡ്രത്തും വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് മൾട്ടിനാഷണൽ കമ്പനീസിന്റെ ഇവിടെയുള്ള ബ്രാഞ്ചുകളിൽ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ കേരളത്തിനകത്തും അതേപോലെ ബാംഗ്ലൂർ, ബാക്കിയുള്ള മെട്രോ സിറ്റീസിലെല്ലാം നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇന്ത്യക്ക് പുറത്തും നല്ല സ്കോപ്പ് ഉണ്ട്. റൈറ്റ്. പിന്നെ ചോദിച്ചിരിക്കുന്നത് വിച്ച് ഈസ് ഈസിയർ ടു സ്റ്റഡി, ACCA ആണോ CMA US ആണോ എന്ന് ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ട്. ഈസിയർ എന്നതിനേക്കാൾ സ്യൂട്ടബിൾ എന്ന് പറയുന്നതായിരിക്കും എപ്പോഴും നല്ലത്. എപ്പോഴും ആ ഒരു വേർഡ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതായത് ഞാൻ പറഞ്ഞു, CMA US കമ്പാരിറ്റീവ്ലി ചെറിയ കോഴ്സാണ്, ACCA കൂടുതൽ ടൈം എടുക്കുന്ന കോഴ്സാണ്. ഒബ്വിയസ്ലി സ്കോപ്പ് കൂടുതൽ ACCA ആയിരിക്കും. പക്ഷെ നിങ്ങളുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു ക്വാളിഫിക്കേഷൻ എടുക്കുക, പെട്ടെന്ന് ജോലി കയറുക എന്നതാണെങ്കിൽ, അധികം എഫേർട്ട് എടുക്കാതെ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക എന്നതാണെങ്കിൽ CMA US നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അപ്പൊ നിങ്ങളുടെ കേസാണ് അത് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ട് നിങ്ങളാണ് സെലക്ട് ചെയ്യേണ്ടത്.
റൈറ്റ്. പിന്നെ ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ട്, ഐ എം എ +2 കൊമേഴ്സ് കമ്പ്യൂട്ടർ സ്റ്റുഡന്റ്, സോ ഇറ്റ് ഈസ് പോസിബിൾ ഫോർ മീ ടു പെർസ്യൂ ACCA വിത്തൗട്ട് മാത്തമാറ്റിക്സ്. ഞാൻ പറഞ്ഞല്ലോ 10th പാസ്സായ ഏതൊരാൾക്കും 10th സർട്ടിഫിക്കറ്റ് വെച്ച് തന്നെ ACCAക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ +2 ഏത് സ്ട്രീം ആണെങ്കിലും അതിലൊരു റെസ്ട്രിക്ഷനോ കാര്യങ്ങളോ ഇല്ല, നിങ്ങൾക്ക് ACCA പെർസ്യൂ ചെയ്യാം. അത് മാത്സ് പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും ഒരു ഡിഫറൻസും ഇല്ല. റൈറ്റ്. ഇനിയുള്ളത് ICAI പഠിച്ചവർക്ക് പുറത്ത് പോയി പഠിക്കാൻ പറ്റുമോ ACCA അല്ലാണ്ട്? ICA എന്ന് പറയുന്നത് CA പഠിച്ചവർക്കാണോ ചോദിക്കുന്നത്? CA ആയിരിക്കും. അതെ അതെ, CA പഠിച്ചവർക്ക് പുറത്ത് പോയി പഠിക്കാൻ പറ്റുമോ ACCA അല്ലാണ്ട്? വേറെയും കോഴ്സുകൾ അവർക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാലോ, ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ടല്ലോ. റൈറ്റ്. പിന്നെ ഉള്ളത് എനിക്ക് തോന്നുന്നു ACCA റിലേറ്റഡ് കുറെ ACCA 9 പേപ്പേഴ്സ് കഴിഞ്ഞാൽ കിട്ടുന്ന ജോബ്. ശ്രുതി, 1 minute, I'll answer that question. ഈ ICA പഠിച്ചവർക്ക് പുറത്തുപോയി പഠിക്കാമോ എന്ന് ചോദിച്ചത്, ഇപ്പോഴ് നമ്മുടെ UGC ഒരു റെക്കഗ്നിഷൻ ഉണ്ട്. അതായത് CA, CMA ഇന്ത്യ, CS എന്നീ കോഴ്സുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഏതാണ്ട് 160 രാജ്യങ്ങളിൽ ഇത് അവരുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സിന് ഇക്വലന്റ് ആണ്. അപ്പം ICA അല്ലെങ്കിൽ CMA, ഇപ്പൊ ഇന്ത്യൻ CA, ഇന്ത്യൻ CMA, ഇന്ത്യൻ CS എന്നിവ പഠിച്ചിട്ട് പുറത്തു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും UGC റെക്കഗ്നിഷൻ ഇതൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സിന് ഇക്വലന്റ് ആണ്. അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് അവിടെ ചെറിയ 1-2 സബ്ജക്റ്റുകൾ കൂടുതൽ എടുക്കുകയാണെങ്കിൽ, ബ്രിഡ്ജ് കോഴ്സുകൾ ചെയ്യുകയാണെങ്കിൽ വേറെ പ്രൊഫഷണൽ കോഴ്സുകളും ചെയ്യാൻ നോക്കും. റൈറ്റ് സർ. പിന്നെ വന്നിട്ടുള്ള കുറച്ച് ഡൗട്ട്സ് എന്ന് പറയുന്നത് ഫീസിന്റെ ഒക്കെ കാര്യങ്ങളാണ്. അപ്പൊ ഫീസിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിൽ ഓൾറെഡി ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മളുടെ കോൺടാക്ട് നമ്പർ. അപ്പൊ അതിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫീ ഡീറ്റെയിൽസും കോഴ്സിന്റെ സ്റ്റാർട്ടിംഗ് ഡേയ്സിന്റെ എല്ലാ ഡീറ്റെയിൽസും അവർ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. പിന്നെ ACCA സർട്ടിഫിക്കറ്റ് ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്, ഒരു മിനിറ്റ്. ഡിഗ്രി കഴിഞ്ഞാൽ ACCA ഫസ്റ്റ് 4 പേപ്പേഴ്സ് എക്സെംപ്റ്റഡ് ആണോ? ഡിഗ്രി, കൊമേഴ്സ് ഡിഗ്രി ആണെങ്കിൽ, അത് എസ്പെഷ്യലി BCom ആണെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ 4 പേപ്പറിൽ എക്സംഷൻ ഉണ്ടാവും. നിങ്ങൾ പഠിച്ച യൂണിവേഴ്സിറ്റിയും കൂടെ ബേസ് ചെയ്തിട്ടാണ്. ഫോർ എക്സാമ്പിൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ മേ ബി ചിലപ്പോൾ 6 പേപ്പേഴ്സ് വരെ എക്സംഷൻ കിട്ടാറുണ്ട്. നിങ്ങൾ BBA ആണെങ്കിൽ ചിലപ്പോൾ 1 പേപ്പർ മാത്രമേ എക്സംഷൻ കിട്ടുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത് BCom ആണെങ്കിൽ. അതല്ലാതെ സയൻസ് ഡിഗ്രിക്കൊന്നും എക്സംഷൻ കൊടുക്കുന്നില്ല. സയൻസ് ഡിഗ്രി കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾ 13 പേപ്പറും ചെയ്യണം. കൊമേഴ്സ് ഡിഗ്രി ആണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് എക്സംഷൻസ് ഉണ്ടാവുക. BCom ആണെങ്കിൽ നോർമലി 4 പേപ്പേഴ്സ് ആയിരിക്കും എക്സംഷൻ ഉണ്ടാവുക. റൈറ്റ്. CS or ACCA കമ്പാരിറ്റീവ്ലി ഏതാണ് നല്ലത്? ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ ആൻസർ ആണ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇതില് നല്ലത് എന്നൊരു ഓപ്ഷൻ ഇല്ല. ഇപ്പോ IAS പോകുന്നതാണോ ഡിഗ്രിക്ക് പോകുന്നതാണോ നല്ലത്, അല്ലെങ്കിൽ സിവിൽ സർവീസിന് പോകുന്നതാണോ ഡിഗ്രിക്ക് പോകുന്നതാണോ നല്ലത്? നമ്മളെ കൊണ്ട് സിവിൽ സർവീസ് പറ്റാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ചിലപ്പോൾ ഡിഗ്രിക്ക് പോകുന്നു. അപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്ന ഏതാണോ അതാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ കമ്പാരിറ്റീവ്ലി CS ഇത്രയും പീരീഡ് ഉണ്ട്, നിങ്ങൾ ഇന്ത്യയിൽ വർക്ക് ചെയ്യാനാണ്, അല്ലെങ്കിൽ തിയറി എനിക്ക് തോന്നുന്നു ലോ റിലേറ്റഡ് ആണ്, അപ്പൊ നിങ്ങളുടെ ഇൻട്രസ്റ്റ് അതിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം. ഇതിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ കമ്പനീസിന്റെ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഓഡിറ്റിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ACCയിൽ വരുന്നത്. നിങ്ങളുടെ ഇൻട്രസ്റ്റും കൂടെ ബേസ് ചെയ്തിട്ടാണ് ചൂസ് ചെയ്യേണ്ടത്. ഒരിക്കലും ഏറ്റവും ബെസ്റ്റ് എന്നൊരു ഓപ്ഷൻ ഇല്ല. ഇതിനകത്ത് ഒരു കാര്യം നമ്മൾ നമ്മുടെ ടേസ്റ്റ് നമ്മൾ നോക്കണം. അതായത് ഒരു കമ്പനി സെക്രട്ടറി കോഴ്സ് പ്രിഫർ ചെയ്യുന്ന കുട്ടികൾ എങ്ങനെയാണെന്ന് ദേ ഹാവ് എ ലീഗൽ ബെൻഡ് ഓഫ് മൈൻഡ്. അവരുടെ സബ്ജക്ട്സുകൾ നോക്കുകയാണെങ്കിലും ഒരു 80%, 70%ഓളം ലോ റിലേറ്റഡ് സബ്ജക്ട്സും തിയറി പേപ്പേഴ്സും ആണ്. അതേസമയത്ത് ACCയിലേക്ക് വരുമ്പോൾ അക്കൗണ്ട്സ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്നീ കാര്യങ്ങളുടെ അഡ്വാൻസ്ഡ് രീതിയിലേക്കാണ് പോകുന്നത്. അപ്പൊ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് നമ്മളുടെ ഫ്ലെയർ എന്താണെന്ന് ആദ്യം കണ്ടുപിടിക്കണം. അത് ആർ യു കംഫർട്ടബിൾ ഇൻ എക്സ്പ്രസിങ് യുവർ സെൽഫ്, എസ്പെഷ്യലി നമ്മുടെ പോയിന്റ്സുകളും നമുക്ക് നല്ലതുപോലെ നമ്മുടെ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ ഒക്കുകയാണ്. എനിക്ക് തിയറിയാണ് അല്പം ഇഷ്ടം, കഴിയുന്നതും ഈ ക്വാണ്ടിറ്റേറ്റീവ് പേപ്പേഴ്സ് അവോയ്ഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളും ലോയിനോട് ലീഗൽ ബെൻഡ് ഓഫ് മൈൻഡ് ഉണ്ടെങ്കിൽ CS ഇസ് ഗുഡ്, അല്ല എങ്കിൽ ACCA ഇസ് ഗുഡ്. ഇത് സ്കോപ്പ് ഏറ്റവും കൂടുതൽ പ്രിൻസ് പറഞ്ഞതുപോലെ ACCA 180 രാജ്യങ്ങളിൽ ഇത് അക്സെപ്റ്റബിൾ ആണ്. CS ആണെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ട് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലാണ് അത് പ്രാധാന്യം വരുന്നത്. ഒരു ക്വസ്റ്റ്യൻ കണ്ടിന്യൂസ് ആയിട്ട് പറയുന്നുണ്ട്, അതായത് ACCA 9 പേപ്പേഴ്സ് കഴിഞ്ഞാലുള്ള ജോബ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി എന്ന് ചോദിക്കുന്നുണ്ട്.
9 പേപ്പേഴ്സ് കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചിയിലും ട്രിവാൻഡ്രത്തും പ്ലേസ്ഡ് ആവുന്ന ഓഡിറ്റ് ആൻഡ് അഷുറൻസ് എന്ന ഡിപ്പാർട്ട്മെന്റിലേക്ക് ആ ഒരു വർക്കിനാണ് കൂടുതൽ കുട്ടികളെയും ചൂസ് ചെയ്യുന്നത്. അതൊരിക്കലും ഒരു ഇന്റേൺഷിപ്പ് അല്ല, ഒരു എംപ്ലോയി ആയിട്ട് തന്നെയാണ്. പക്ഷേ ഇനീഷ്യൽ 6 months പെർമനന്റ് എംപ്ലോയി ആയിരിക്കില്ല, ടെമ്പററി ആയിരിക്കും. പിന്നെ നിങ്ങളുടെ പെർഫോമൻസിന്റെ ബേസിസിലായിരിക്കും അവര് പെർമനന്റ് ആക്കുന്നത്. അത് നമ്മുടെ ഞാൻ കൊച്ചിയിലെയും ട്രിവാൻഡ്രത്തെയും മാത്രം കേസാണ് പറയുന്നത്. CA കഴിഞ്ഞാൽ ACCA ചെയ്യാൻ പറ്റുമോ? സ്കോപ്പ് എങ്ങനെയാണ്? ഞാൻ ഓൾറെഡി പറഞ്ഞു, അതായത് CA ACCA എന്ന് പറയുന്നത് CA-കാർ ഇന്ത്യയിൽ ചെയ്യുന്ന ഒരു വർക്ക്, അതേ ഏരിയ തന്നെയാണ് ACC-കാരും ചെയ്യുന്നത്, അല്ലെങ്കിൽ അതേ സംഭവം തന്നെയാണ് ACC-കാരും പഠിക്കുന്നത്. അപ്പൊ CA എടുത്തതിന് ശേഷം ACCA എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇന്ത്യക്കകത്ത് വലിയൊരു സ്കോപ്പ് അല്ലെങ്കിൽ വലിയൊരു ചേഞ്ച് ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. പക്ഷേ CA കംപ്ലീറ്റ് ചെയ്ത ഒരാൾക്ക് ACCയിൽ ഒരുപാട് പേപ്പർ എക്സംഷൻ ഉണ്ട്. വളരെ കുറച്ച് പേപ്പേഴ്സ് മാത്രം പിന്നെ എഴുതിയാൽ മതി. CA കംപ്ലീറ്റഡ് ആണെങ്കിൽ നിങ്ങൾ ഒരു 4 പേപ്പേഴ്സ് എഴുതി കഴിഞ്ഞാൽ ACCA കിട്ടും. അപ്പൊ ഒരു അഡീഷണൽ ക്വാളിഫിക്കേഷൻ എന്ന രീതിയിൽ നിങ്ങൾക്ക് ACCA എഴുതിയെടുക്കാം. പ്ലസ് പുറത്ത് പോകുന്നുണ്ടെങ്കിൽ ഒരു അഡീഷണൽ സർട്ടിഫിക്കേഷൻ എന്ന രീതിയിൽ ACCA ബെനിഫിറ്റ് ചെയ്യും. CMA US-ന് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ സ്കോപ്പ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് സർ. യെസ്, നമ്മള് വിപ്രോ പോലുള്ള കമ്പനീസിലൊക്കെ നമ്മുടെ CMA US കഴിഞ്ഞ കുട്ടികൾ പ്ലേസ്ഡ് ആവാറുണ്ട്. ACCA സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ IELTS-ന് എക്സംഷൻ കിട്ടുമോ? ഐ മീൻ IELTS ചെയ്യാണ്ട് ACCA സർട്ടിഫിക്കറ്റ് കാണിച്ച് എബ്രോഡ് അപ്ലൈ ചെയ്യാൻ പറ്റുമോ വിത്തൗട്ട് IELTS? ഇല്ല, IELTS വേണ്ടി വരും. Another question which I have seen is CMA ആണോ CMA ഇന്ത്യ ആണോ ACCA ആണോ എന്ന് ചോദിച്ചത്. അതായത് അക്കൗണ്ട്സ് ഇഷ്ടപ്പെട്ട ഒരാളാണ്, CMA ഇന്ത്യ ആണോ ACCA ആണോ നല്ലത്? Again, I am interested in accounting. Which course is better? അതിനകത്ത് പറയാനുള്ളത് ഇത് തന്നെയാണ്. ഇവിടെ നമുക്ക് കൂടുതൽ സ്കോപ്പ് ഉള്ളത് പുറത്തു പോകാൻ ആഗ്രഹങ്ങൾക്കുണ്ടെങ്കിൽ ACCA ആണ്. CMA is also equally good. ഇത് രണ്ടിലും നമുക്ക് എവിടെ നിന്ന് ജോലി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ഏത് ഓപ്പർച്യൂണിറ്റീസ് ആണ് കൂടുതൽ എക്സ്പ്ലോയിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കുക. രണ്ടും ഈക്വലി ഗുഡ് ആയിട്ടുള്ള 2 കോഴ്സാണ് ഇത് രണ്ടും. ഇന്ത്യൻ CA എടുത്തവർക്ക് തീർച്ചയായിട്ടും എബ്രോഡിൽ വർക്ക് ചെയ്യാൻ നോക്കും, അവർക്ക് അവിടെ സ്കോപ്പുകളുണ്ട്. ഇതിനകത്ത് ഒരു കാര്യം എന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ എബ്രോഡിൽ പോവുകയാണെങ്കിൽ അവരവരുടെ തന്നെ പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. ഉദാഹരണത്തിന് ഞാനൊരു CA എടുത്തിട്ട് കാനഡയിലോ US-ലോ ഒക്കെ പോവുകയാണെങ്കിൽ അവിടെ ബ്രിഡ്ജ് കോഴ്സസ് എന്ന് പറഞ്ഞ ചില കോഴ്സുകളുണ്ട്, ചില അഡീഷണൽ പേപ്പേഴ്സ് നമുക്ക് അവിടെ ചെയ്യേണ്ടി വരും. ഈ അഡീഷണൽ പേപ്പേഴ്സ് പല എക്സംഷൻ നമുക്ക് കിട്ടും, അവിടുത്തെ കോഴ്സിന് പല എക്സംഷൻ കിട്ടും. ബ്രിഡ്ജ് കോഴ്സുകൾ ചെയ്തിട്ട് നമുക്ക് അവിടെ ജോലി ചെയ്യാൻ നോക്കും. പലപ്പോഴും CA ആൾക്കാർക്ക് ഫോറിൻ കൺട്രീസിൽ ഓസ്ട്രേലിയ, കാനഡ, US-ലെല്ലാം അവർക്ക് പ്ലേസ്മെന്റ് കിട്ടാറുണ്ട്. പക്ഷെ ആദ്യത്തെ പ്ലേസ്മെന്റ് കിട്ടാൻ അല്പം പ്രയാസമായിരിക്കും. പക്ഷെ അവിടുത്തെ ബ്രിഡ്ജ് കോഴ്സ് ചെയ്തതാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ കിട്ടാൻ എളുപ്പമാണ്. Does ACCA need articleship for becoming a member? യെസ്, എനിക്കൊന്ന് കുറച്ചുപേര് ഡൗട്ട് ചോദിച്ചെന്ന് തോന്നുന്നു. അതായത് ACCA-ലെ 13 പേപ്പറും ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ വിളിക്കുക ACCA അഫിലിയേറ്റ് എന്നാണ്. നിങ്ങൾക്ക് അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു 9 പേപ്പർ മുതൽ നിങ്ങൾക്ക് ജോലിക്ക് പോകാവുന്നതാണ്. 13 പേപ്പർ പാസ്സാവുന്ന ഒരാളെ നമ്മൾ അഫിലിയേറ്റ് എന്നാണ് വിളിക്കുക. അയാൾക്ക് ആർട്ടിക്കിൾഷിപ്പ് അല്ല, 3 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, നിങ്ങൾ ജോലിക്ക് തന്നെയാണ് പോകുന്നത്, ട്രെയിനിങ് അല്ല, നിങ്ങൾക്ക് സാധാ ഒരു എംപ്ലോയി കിട്ടുന്ന സാലറി തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുക. ഐ മീൻ ACCA ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു സാലറി എംപ്ലോയിക്ക് കൊടുക്കുന്ന സാലറി തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുക. അങ്ങനെ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, 13 പേപ്പേഴ്സ് പ്ലസ് 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ACCA മെമ്പർ എന്നാണ് പറയുക. അതായത് പേരിന്റെ കൂടെ നമ്മൾ എഴുതില്ല, ഇപ്പൊ CA, ഇപ്പൊ ഷാനിൽ സാറിന്റെ കൂടെ പേരിന്റെ കൂടെ CA ഷാനിൽ സാർ എന്ന് എഴുതുന്നുണ്ട്, അതേപോലെ പേരിന്റെ കൂടെ നിങ്ങൾക്ക് ACCA വെക്കണമെങ്കിൽ നിങ്ങൾ ACCA മെമ്പർ ആയിരിക്കണം. അതേപോലെ ഗൾഫ് കൺട്രീസിൽ നിങ്ങൾക്ക് സൈനിങ് അതോറിറ്റി ഉണ്ട്, സൈനിങ് പവർ ഉണ്ട്. അത് കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ മെമ്പർഷിപ്പ് എടുത്തിരിക്കണം. അതായത് 3 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് കിട്ടും. പക്ഷെ അതൊരു നിർബന്ധമുള്ള ഒരു കാര്യമല്ല, വർക്ക് ചെയ്യുന്നതിനത് നിർബന്ധമില്ല. പക്ഷെ സൈനിങ് പവർ കിട്ടണമെന്നുണ്ടെങ്കിൽ, പേരിന്റെ കൂടെ ACCA എന്നത് പേരിന്റെ മുൻപിൽ വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെമ്പർഷിപ്പ് വേണം. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടു, നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് എങ്ങനെയാണ് സെലക്ട് ചെയ്യുക, ഏതാണ് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളത് ഓൾറെഡി ഞാൻ പറഞ്ഞു. നമ്മള് ഫാക്കൽറ്റീസിനെയാണ് നിങ്ങൾ നോക്കേണ്ടത്. അതായത് ഏറ്റവും നല്ല ടീച്ചിങ് എവിടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, കൃത്യമായ ഒരു സിസ്റ്റമാറ്റിക് മെത്തേഡ് എവിടെയാണ് കൊടുക്കുന്നത്, കൃത്യമായി ഫാക്കൽറ്റീസ് എവിടെയാണ്, അവർ കൃത്യമായി എക്സാംസ് നടത്തുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ഒരിക്കലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല ഫാക്കൽറ്റീസ് അല്ല, നല്ല ടീച്ചിങ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പഠിക്കുമ്പോൾ നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങളുടെ മാർക്ക് കുറവ് അല്ലെങ്കിൽ ഫെയിൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ ഈ ഒരു ഫാക്കൽറ്റീസിനെ നോക്കിയാണ് നിങ്ങൾ, ഞാൻ പറയുവാണ് എന്റെ ഒപ്പീനിയൻ ആണ്, അത് നോക്കിയാണ് നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പൊ ട്രിപ്പിളയിലാണെങ്കിൽ ഏത് കോഴ്സിനാണെങ്കിൽ, ഈ പറയുന്ന ഏത് കോഴ്സുകൾക്കാണെങ്കിലും ഏറ്റവും നല്ല ഫാക്കൽറ്റീസിനെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്.
ഇപ്പൊ സിയുടെ കേസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇപ്പോ വേണു സാർ അതേപോലെ ഷാൻ സാറൊക്കെ അത്രയും പോപ്പുലർ ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ്. യെസ്. പിന്നെ സാർ ഒരു ചോദ്യം ചോദിച്ചത് ACC എടുത്തു കഴിഞ്ഞാൽ CA എക്സംഷൻ ഉണ്ടാവോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല, കാരണം ഇതിനകത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പലപ്പോഴും CA ഇൻസ്റ്റിറ്റ്യൂട്ട് ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഈ പ്രൊഫഷണൽ ഡിഗ്രീസ് കൊടുക്കുന്നവർക്ക് എക്സംഷൻസ് കൊടുക്കാറില്ല. അതേസമയത്ത് CMA എടുത്തിട്ടുണ്ടെങ്കിൽ CS-ന്റെ ചില കോഴ്സുകളുടെ ചില പേപ്പറിന് എക്സംഷൻ ഉണ്ട്. CS ചെയ്താൽ CMA-ക്ക് ചില എക്സംഷൻസ് ഉണ്ട്. പക്ഷേ ഇൻസ്റ്റിറ്റ്യൂട്ട് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അറേഞ്ച്മെന്റ്സിൽ CA ഇൻസ്റ്റിറ്റ്യൂട്ട് ഇസ് നോട്ട് അക്സെപ്റ്റിംഗ് എനി ഓഫ് ദിസ് എക്സംഷൻ. അതുകൊണ്ട് CA എടുത്ത പല എക്സംഷൻസും ഈ ഇൻസ്റ്റിറ്റ്യൂട്ട്സും ചിലത് കൊടുക്കാറില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. ACCA പാസ്സായിട്ട് CA-ക്ക് എക്സംഷൻസ് കിട്ടില്ല. ACCA സബ്ജക്ട്സ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം സബ്ജക്ട്സ് എനിക്ക് തോന്നുന്നത് സാർ ഇപ്പോഴാണോ അതോ നമുക്ക് നമ്മളെ കോൺടാക്ട് നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പേപ്പേഴ്സിന്റെ എല്ലാം ബ്രീഫ് ആയിട്ട് പറയാം, കുഴപ്പമില്ല. ഇപ്പോ ഓൾറെഡി ഞാൻ ACCA 2 സബ്ജക്ട്സ് എടുക്കുന്നുണ്ട്. അപ്പോ ACCA മെയിൻ ആയിട്ടുള്ള സബ്ജക്ട്സ്, അതായത് ഒന്ന് മെയിൻ ആയിട്ടുള്ള സബ്ജക്ട്സ് ഒന്ന് അക്കൗണ്ട്സ് വരുന്നുണ്ട്, പിന്നെ കോസ്റ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള പേപ്പേഴ്സ് വരുന്നുണ്ട്, പിന്നെ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്, ഓഡിറ്റിംഗ്, ടാക്സേഷൻ, ലോ, ഇങ്ങനെയുള്ള പേപ്പേഴ്സ് ആണ് കൂടുതലായിട്ടും വരുന്നത്. അതിന്റെ ബേസ് ലെവലും അഡ്വാൻസ് ലെവൽ പേപ്പേഴ്സും ആണ് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ACCA +2 കഴിഞ്ഞുള്ള ബാച്ച് എനിക്ക് തോന്നുന്നു നമ്മൾ 2 ദിവസത്തിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. 25th ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന F1 മുതലുള്ള ബാച്ച് +2 കഴിഞ്ഞ സ്റ്റുഡൻസിനുള്ള ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് 25th വരുന്നത് 25th. സോ അതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ ട്രിപ്ലൈയിൽ കോൺടാക്ട് ചെയ്യുക. എനിക്ക് തോന്നുന്നു അവര് അതിന്റെ നമ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, കോൺടാക്ട് നമ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ അവിടെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസ് അറിയാം. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിനകത്ത് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു കാര്യം നിങ്ങൾ നോക്കേണ്ടത്, പലരും ചോദിച്ചൊരു ഒരു സംശയമാണ്. അതായത് CA, CMA, ACCA ഈ 3 കോഴ്സുകളിലും പഠിക്കുന്ന സബ്ജക്ട്സ് ഏതാണ്ട് സിമിലർ ആണ്. ഇതിൽ ACCA-യുടെ ഒരു അഡ്വാൻറ്റേജ്, CA, CMA-യുടെയും ACCA-യുടെയും തമ്മിലൊരു വ്യത്യാസം, അല്ലെങ്കിൽ എന്തുകൊണ്ട് CA, CMA അല്പം കൂടെ പ്രയാസമാവുന്നു, ACCA അല്പം കൂടെ ഈസി ആകാനുള്ള സാധ്യത എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. ഈ CA, CMA എന്ന് പറയുന്ന ഈ കാര്യങ്ങളെല്ലാം ഓരോ ഗ്രൂപ്പ് വൈസാണ് നമ്മൾ എഴുതേണ്ടി വരും. അപ്പൊ CA-ക്ക് ആണെങ്കിലോ CMA-ക്ക് ആണെങ്കിലോ ഇന്റർ പാസ്സാകണമെങ്കിൽ ഈ 4 പേപ്പറും എഴുതി പാസ്സാകണം. അതിന്റെ 40% ഇൻഡിവിജ്വൽ മാർക്സും 50% അഗ്രിഗേറ്റും നമുക്ക് കിട്ടണം. അതേസമയത്ത് ACC ആണെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് നിങ്ങൾക്ക് പേപ്പേഴ്സ് എഴുതി പാസ്സാകാൻ പറ്റും. ദാറ്റ്സ് വൺ ഡിഫറൻസ്. അപ്പം ആ ഒരു ഡിഫറൻസ് പലപ്പോഴും കുട്ടികൾക്ക് ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ CA, CMA ആണെങ്കിൽ അങ്ങനെ ചെയ്യാൻ ഒക്കത്തില്ല. നമുക്ക് ചിലപ്പോൾ എക്സംഷൻ കിട്ടും ഏതെങ്കിലും ഒരു പേപ്പറിന്. ഇപ്പൊ CA നിങ്ങൾ എഴുതുകയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ CMA എഴുതുകയാണെന്ന് വിചാരിക്കുക. ഒരു ഗ്രൂപ്പ് എഴുതുകയാണ്, ആ ഗ്രൂപ്പിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ 4 പേപ്പറുണ്ട്. ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പേപ്പറിന് 60% കൂടുതൽ മാർക്ക് കിട്ടുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യം അതിന് എക്സംഷൻ കിട്ടും. പക്ഷെ ബാക്കി 3 പേപ്പർ ഒത്തെഴുതണം. അതാണ് ഒരു കാര്യം വരുന്നത്. ഓക്കെ. ഒരുപാട് പേര് നോർമലി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, +2 കഴിഞ്ഞതിന് ശേഷമാണോ ഡിഗ്രിക്ക് ശേഷമാണോ ഈ കോഴ്സുകൾ ചെയ്യേണ്ടതെന്നുള്ളത്. ഞാൻ പറഞ്ഞു, നമ്മളെ സംബന്ധിച്ച് ഡിഗ്രിക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ 3 വർഷം സ്പെൻഡ് ചെയ്തതിനു ശേഷമാണ് പിന്നെ തിരിച്ച് ഈ കോഴ്സിലേക്ക് വരുന്നത്. അപ്പൊ ആ ഒരു ടൈം നിങ്ങൾ ഈ കോഴ്സിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ നല്ല എഫേർട്ട് ഇട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈം കൊണ്ട് എന്ത് ചെയ്യാം, കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം. എസ്പെഷ്യലി ACCA ആണെങ്കിൽ 2 വർഷം കൊണ്ട് തന്നെ ചിലപ്പോൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഡിഗ്രി തന്നെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ 3 വർഷം എടുക്കും. അപ്പോ ഡിഗ്രിക്ക് പോയതിനു ശേഷം ഇങ്ങോട്ട് വരുന്നതിനേക്കാൾ ബെറ്റർ ഈ കോഴ്സ് മെയിൻ ആയിട്ട് എടുത്ത് അതിന്റെ കൂടെ പാരലലി ഡിഗ്രി നിങ്ങൾ ഡിസ്റ്റന്റ് ആയിട്ട് എഴുതിയെടുക്കുന്നതാണ് നല്ലത്. കാരണം ഇപ്പോ ഇന്ദിരാഗാന്ധി യൂണിവേഴ്സിറ്റി പോലുള്ള യൂണിവേഴ്സിറ്റികളെല്ലാം ഡിഗ്രി ഡിസ്റ്റന്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വാല്യൂ ഉള്ള ഡിഗ്രി സർട്ടിഫിക്കറ്റ് തന്നെയാണ്. സോ ഈ കോഴ്സ് മെയിൻ ആയിട്ട് എടുക്കുന്നതിന്റെ കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സൈഡ് ആയിട്ട് പാരലലി നിങ്ങൾക്ക് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് കുറച്ച് പേര് കോമൺലി ചോദിക്കാറുണ്ട്, അതുകൊണ്ട് അത് പറഞ്ഞു എന്ന് മാത്രം. ഒരു കുട്ടി ചോദിച്ചു, ഈ BCom കഴിഞ്ഞ കുട്ടികൾക്ക് എപ്പോഴാണ് ACCA ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളത്. അത് നമ്മൾ പ്രോബബ്ലി ബൈ ജൂലൈ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രിൻസ് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. അതായത് ഏത് സമയത്ത്, അത് BCom കഴിഞ്ഞിട്ടാണോ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ടാണോ പോകുന്നത്, +2 കഴിഞ്ഞിട്ടാണോ പോകേണ്ടത് എന്നുള്ളത് ഡിപ്പെൻഡ്സ് അപ്പോൺ ഹൗ യു വാല്യൂ യുവർ ടൈം. നമുക്ക് 3 വർഷം കളഞ്ഞിട്ട് വീണ്ടും ഇത് വരണോ? കാരണം BCom കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എംപ്ലോയബിലിറ്റി സ്റ്റേറ്റസ് നിങ്ങൾ നോക്കുക. അതേസമയത്ത് ഈ 3 വർഷം നിങ്ങൾ ഇവിടെ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ എംപ്ലോയബിലിറ്റി സ്റ്റേറ്റസ് കൂടുകയാണ്.
അപ്പൊ 3 വർഷം നിങ്ങൾ കോളേജിൽ കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് ഇവിടെ പഠിച്ചു കഴിയുമ്പോൾ വീണ്ടും ഒരു 3 വർഷം നമ്മൾ ഇവിടെ ചെലവഴിക്കേണ്ടി വരും. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, യെസ്, എൻ്റെ പ്രോ എന്താന്ന് വെച്ചാൽ ഓക്കെ, ഒരു ബികോമിന് പോവുകയാണെങ്കിൽ ആ കോളേജ് ലൈഫ് നമുക്ക് എൻജോയ് ചെയ്യാം. കോളേജ് ലൈഫ് എൻജോയ് ചെയ്യാൻ ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കുന്നത്. കോളേജ് ലൈഫിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെങ്കിൽ യെസ് ബികോം. അല്ല, നമുക്ക് നമ്മുടെ പ്രൊഫഷണൽ കരിയർ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ആണ് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കുന്നത്, നേരത്തെ ഏൺ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ദീസ് പ്രൊഫഷണൽ കോഴ്സസ്. നമ്മള് അതായത് III ACCA വിത്ത് ബികോം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കുറച്ച് കുട്ടികള്. യെസ്, എല്ലാ കോഴ്സുകളും നമ്മൾ ഈ പറഞ്ഞ ഏത് കോഴ്സിന്റെ കൂടെ നിങ്ങൾക്ക് ഡിഗ്രി പാരലി ചെയ്യാം. അതിന്റെ രജിസ്ട്രേഷൻസ് കാര്യങ്ങളെല്ലാം III ത്രൂ ചെയ്യാം. അതെല്ലാം നിങ്ങൾക്ക് സെൽഫായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഒരു കുട്ടി ചോദിച്ചിരുന്നു ഭാരതിയാർ യൂണിവേഴ്സിറ്റി ത്രൂ നമ്മൾ ചെയ്യാണ് എന്നുണ്ടെങ്കിൽ അത് വാലിഡ് ആണോ എന്നുള്ളത്. വാലിഡ് ആണോ എന്ന് ചോദിച്ചാൽ എന്തിന് വാലിഡ് ആണോ എന്നുള്ളത്, അതൊരു ഡിഗ്രി കോഴ്സ് തന്നെയാണ്. അതെ, അതായത് ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ഭാരതീയ യൂണിവേഴ്സിറ്റി ചെയ്താലും ACCA ചെയ്യാം. അതിൽ ഭാരതീയ യൂണിവേഴ്സിറ്റി ആണെങ്കിലും ഓക്കെ ആണല്ലോ അല്ലെ സർ? ഏത് ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ആണെങ്കിലും ഓക്കെ ആണ്. ഇപ്പൊ CA അല്ലെങ്കിൽ CS എടുത്തു, നിങ്ങൾ ഡിഗ്രി ഉണ്ട് CS ഉണ്ട്, ഓഫ് കോഴ്സ് നിങ്ങളുടെ CS അല്ലെങ്കിൽ CA ആണ് ആൾക്കാർ നോക്കുന്നുള്ളൂ. നിങ്ങളുടെ ഡിഗ്രി ഏതാണെന്നോ കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ നിങ്ങൾ ഈ പറയുന്ന ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ, അപ്പൊ അവിടെ ഡിഗ്രി ഏതാണെങ്കിലും അത് ഡിസ്റ്റന്റ് ആണെങ്കിലും അതിനൊരു പ്രശ്നമില്ല. സെൽഫ് പ്രാക്ടീസ് ബെറ്റർ ഓപ്ഷൻ ഏതാണ്, CA ഓർ CMA? സെൽഫ് സ്റ്റഡി ആയിരിക്കും. സെൽഫ് സ്റ്റഡി ആണോ സെൽഫ് പ്രാക്ടീസ് ആണോ ഉദ്ദേശിച്ചത്? സെൽഫ് പ്രാക്ടീസ് ആണെങ്കിൽ CA. CMAക്ക് കേരളത്തിനകത്ത് സ്കോപ്പ് കുറവാണ്, പക്ഷെ പുറത്തോട്ട് ബോംബെയിലോ ചെന്നൈയിലൊക്കെ പോവുകയാണെങ്കിൽ സ്കോപ്പ് കൂടുതലുണ്ട്. സെൽഫ് പ്രാക്ടീസിന്റെ കാര്യം പറയുന്നത്. സ്റ്റഡി ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ ബാക്ക്ഗ്രൗണ്ട്. കാലിക്കറ്റില് III ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. കാലിക്കറ്റില് ഇപ്പൊ ആയിട്ടില്ല, പ്രോബബ്ലി ഈ ഇയർ എൻഡ് ആവുമ്പോഴത്തേക്കും നമ്മൾ കാലിക്കറ്റിലും ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പൊ ആസ് ഇറ്റ് ഇസ് കൊച്ചിനും ട്രിവാൻഡ്രത്തും ആണ് ഉള്ളത്. പിന്നെ ഇപ്പം ഈ ഒരു സിറ്റുവേഷനിൽ എല്ലാ ക്ലാസ്സസും ആസ് ഇറ്റ് ഇസ് നമ്മൾ ഓൺലൈൻ ആണ്. കാരണം ഫേസ് ടു ഫേസ് നമുക്കിപ്പോ ഇനി ഒരു ഗവൺമെന്റിന്റെ ഒരു നോട്ടീസ് വരാണ്ട് നമുക്ക് ഫേസ് ടു ഫേസ് വെക്കാൻ പറ്റാത്തത് കൊണ്ട് എല്ലാ കോഴ്സസും എല്ലാ ബാച്ചസും നമ്മൾ ഓൺലൈൻ ആണ് ക്ലാസ്സസ് കൊടുക്കുന്നത്. ഇനിയും ഒരുപാട് മെസ്സേജസ് വന്ന് കിടക്കുന്നുണ്ട്. ക്യാൻ യു പ്ലീസ് എക്സ്പ്ലെയിൻ അബൌട്ട് യുവർ ഇൻസ്റ്റിറ്റ്യൂട്ട്? സുഹേൽ, നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 7 years ആയിട്ട് 2014 ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമുക്ക് 2 ബ്രാഞ്ചസ് ആണ് ഉള്ളത്, ട്രിവാൻഡ്രത്തും കൊച്ചിനിലുമാണ്. ട്രിവാൻഡ്രത്ത് ഈസ്റ്റ് ഫോർട്ടിന്റെ അടുത്താണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉള്ളത്. കൊച്ചിനില് പാലാരിവട്ടത്തുമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മളൊരു പ്രോബബ്ലി ഈ ഇയർ എൻഡ് ആവുമ്പോഴത്തേക്കും കാലിക്കറ്റിലും നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ കോഴ്സുകളൊക്കെയാണ്. ഈ 5 കോഴ്സുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഏറ്റവും നല്ല പ്രിൻസർ മെൻഷൻ ചെയ്ത മാതിരി നമ്മളുടെ ഏറ്റവും നല്ല ഫാക്കൽറ്റി പൂൾ തന്നെയാണ് നമുക്ക് CAക്കും ACCAക്കും CMAക്കും ഒക്കെ തന്നെ ഉള്ളത്. അത് നമുക്ക് എവിടെയും വളരെ എന്താ പറയാ ഒരു നല്ല രീതിയിൽ തന്നെ പറയാൻ പറ്റും. ദ ഫാക്കൽറ്റി പൂൾ ദാറ്റ് വി ആർ പ്രൊവൈഡിങ് ഇസ് എക്സ്ട്രീംലി ഗുഡ്, the best that you can get in Kerala or maybe in South Kerala. പിന്നീട് ഒരു കാര്യം, 2 ചോദ്യത്തിന് ഉത്തരം പറയാം. ഒന്ന്, സെമി ക്വാളിഫൈഡ് CAക്കുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് അത് ലിമിറ്റഡ് ആണ്. ടു ബി വെരി ഫ്രാങ്ക്, അത് ലിമിറ്റഡ് ആണ്. പക്ഷെ എന്നാലും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ചില സ്ഥാപനങ്ങൾ ഇന്റർ പാസ്സായ കുട്ടികളെ എടുക്കാറുണ്ട്. കാരണം ഇന്റർ പാസ്സായി കഴിയുമ്പോൾ നമ്മൾ 3 വർഷത്തെ ആർട്ടിക്കിൾഷിപ്പും കൂടെ ചിലപ്പോൾ ചെയ്യേണ്ടി വരും. ആർട്ടിക്കിൾഷിപ്പ് ചെയ്തത് കൊണ്ട് അത് അങ്ങനെ കിട്ടി ചില ജോലികൾ കിട്ടും. പക്ഷെ സ്കോപ്പ് ഓഫ് അഡ്വാൻസ്മെന്റ് വളരെ ലിമിറ്റഡ് ആണ്. CA സെമി ക്വാളിഫൈഡ് ആണ് എനിക്ക്. രണ്ടാമത്തെ ഒരു ചോദ്യം ഞാൻ കണ്ടത്, ഞാൻ മാത്സിന് വീക്കാണ്, CA എടുത്താൽ പാസ്സാവുമോ? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യു. കാര്യം മാത്സിന് വീക്കാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനും മാത്സിന് വളരെ വീക്കായിരുന്നു. നമ്മളുടെ ഒരു ഐ വിൽ സേ, നമുക്ക് ഇഫ് യു ആർ ഡിറ്റർമിൻഡ് അല്ലെങ്കിൽ നമുക്ക് പെർസീവിയർ ചെയ്യാൻ ഒക്കുമെങ്കിൽ തീർച്ചയായിട്ടും പാസ്സാവാം. വളരെയധികം മാത്തമാറ്റിക്കൽ ആപ്ലിക്കേഷൻസ് ഒന്നും ഇവിടെ ഇല്ല. എന്നാലും ബേസിക് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ നോളജ് നമുക്ക് വേണം, മാത്തമാറ്റിക്സിന്റെ നോളജ് വേണം. അത് CA ഫൗണ്ടേഷനിൽ തന്നെ നിങ്ങൾക്ക് അത് കിട്ടും. അതുകൊണ്ട് മാത്സിന് വീക്ക് ആയതുകൊണ്ട് CA പാസ്സാവില്ല എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഹൗ മച്ച് എഫോർട്ട് യു ക്യാൻ പുട്ട്. ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ട്, ഹി ഈസ് കറന്റ്ലി ഡൂയിങ് BCom സെക്കൻഡ് ഇയർ. അപ്പം അത് കഴിഞ്ഞിട്ട് BCom കഴിഞ്ഞിട്ട് ACCA ചെയ്യുന്നതായിരിക്കും നന്നാവോ അതോ ഇപ്പൊ തന്നെ ചെയ്യുന്നതാണോ നല്ലത് എന്ന് ചോദിക്കുന്നുണ്ട്. അത് യൂണിവേഴ്സിറ്റി ഏതാണെന്നും അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുക. അത് ജസ്റ്റ് ഒന്ന് IIIയിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ അതൊരു സെപ്പറേറ്റ് കേസ് ആയതുകൊണ്ട് അവർ അതിന്റെ ഫർദർ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യും.
ബികോമിന്റെ കൂടെ പാരലി ചെയ്യുമ്പോൾ പ്രശ്നം ഞാൻ പറഞ്ഞു, എക്സംഷൻസ് ഉണ്ട്. നമുക്ക് ബികോം കഴിഞ്ഞാൽ നമുക്ക് എക്സംഷൻ ഉണ്ട്. അപ്പോ നിങ്ങൾ ബികോം സ്റ്റാർട്ടിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴേ ചെയ്യാം. F1 to F4 പാസ്സായി അങ്ങനെ ഫുൾ ലെവൽ കംപ്ലീറ്റ് ചെയ്യാം. അതല്ല നിങ്ങൾ ബികോം കംപ്ലീറ്റ് ആവാറായെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ചെയ്യുന്ന ടൈമിൽ ACC ജോയിൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. യെസ്, എനിക്ക് തോന്നുന്നു മാം നമ്മൾ എല്ലാവരും അത്യാവശ്യം ഓൾമോസ്റ്റ് ഇറ്റ്സ് ടൈം അല്ലേ? നമ്മൾ അത്യാവശ്യം എല്ലാ ക്വയറീസും വാലിഡ് ആയിട്ടുള്ള എല്ലാ ക്വയറീസും അഡ്രസ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ഒന്നും കൂടെ നമ്മളുടെ കോൺടാക്ട് നമ്പർ പറയാം. ഞാൻ ഈ ചാറ്റ് ബോക്സിൽ 2-3 വട്ടം മെസ്സേജ് അയച്ചു ഇട്ടിട്ടുണ്ട്. ആർക്കെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് സ്ക്രോൾ ചെയ്യാം. 9020123466 ആണ് നമ്മളുടെ നമ്പർ. ഐ വിൽ റിപ്പീറ്റ് ഇറ്റ് വൺസ് അഗൈൻ, 9020123466. ഇതാണ് ട്രിപ്പിൾ കോൺടാക്ട് നമ്പർ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് വീട്ടുകാരായിട്ട് സംസാരിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോഴ്സിനെ പറ്റിയിട്ട് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ അറിയണം, പേപ്പർ വൈസ് അറിയണം, അല്ലെങ്കിൽ ക്ലാസ് ടൈമിങ്സ് അറിയണം, ഫീസ് അറിയണം, അങ്ങനത്തെ എന്ത് ഡൗട്ട്സ് ഉണ്ട് അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. എല്ലാ ഡീറ്റെയിൽസും ഈ നമ്പറിൽ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, ഒന്നും കൂടെ നമ്പർ പറയാം, 9020123466. ഓക്കെ, അപ്പം ഈ ഒരു സെഷൻ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 2 hours ആയി. ആൻഡ് ഐ തിങ്ക് ഇറ്റ് വെന്റ് ഓൺ റിയലി വെൽ. അപ്പം ആദ്യം തന്നെ ഐ ഷുഡ് താങ്ക് ഓൾ ദ ഫാക്കൽറ്റീസ് ഈ ഒരു ടൈമിൽ വന്ന് ഇത്രയും മണിക്കൂർ നമ്മളുടെ കൂടെ സ്പെൻഡ് ചെയ്തു ഫോർ ദ സ്റ്റുഡൻസ് ഹു വാണ്ടഡ് ടു വാച്ച് ദ സെഷൻ. സോ ഐ താങ്ക് പ്രിൻസ് സർ, വേണു സർ, Arun sir and Shanil sir. Shanil sir class ഉള്ളത് കൊണ്ട് ഒന്ന് ലീവ് ചെയ്തിട്ടുണ്ട്. So I thank each one of you from the bottom of my heart and on behalf of III ഈ ഒരു സെഷൻ ജോയിൻ ചെയ്തതിലും ഈ ഒരു സെഷൻ എടുത്തതിലും. And last but not the least, I would like to thank all the students who have attended this session. എല്ലാവരും ക്ഷമയോടെ, എനിക്ക് തോന്നുന്നു 100-150 കുട്ടികൾ ഈ 2 മണിക്കൂർ ഇരുന്ന് ഈ സെഷൻ ഫുള്ള് കണ്ടു. അവരുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നമ്മളുടെ ടൈമിന്റെ ഒരു പരിമിതി കൊണ്ടാണ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. കാരണം ഒരുപാട് സ്ട്രെച്ച് ചെയ്ത് പോയാലും നമുക്ക് ഫുൾ ആയിട്ട് പറയാൻ പറ്റില്ല. അപ്പൊ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾ ഇനി ജോയിൻ ചെയ്യണം എന്നുള്ള കാര്യമല്ല പറയുന്നത്. നിങ്ങൾക്ക് അറിയാനാണെങ്കിൽ കൂടെ ഏത് കോഴ്സിനെ പറ്റിയും നിങ്ങൾക്ക് ഒരു ഡീറ്റെയിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ പ്ലീസ് ഫീൽ ഫ്രീ ടു കോൺടാക്ട് അസ്. നമ്മളുടെ ഇൻസ്റ്റാഗ്രാം പേജും ഉണ്ട്. ഇൻസ്റ്റാഗ്രാം പേജും നിങ്ങൾക്ക് III ഒഫീഷ്യൽ എന്നാണ്, അതും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. എല്ലാ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ അതിലും ഉണ്ടാവും. So thank you so much everyone for this wonderful session. Have a good day and please be safe everyone. Thank you. Thank you.